TELLA, we simplify learning. For +1, +2, NEET and JEE. Download the app now. ഹായ് മക്കളെ, എല്ലാവരും ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചൊക്കെ തുടങ്ങിയോ? ബോട്ടണിയുടെ സിലബസ് ഒക്കെ എത്രമാത്രമായി കവർ ചെയ്ത്? അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ക്രിസ്മസ് എക്സാമിന്, അതായത് നമ്മുടെ സെക്കൻഡ് ടേം എക്സാമിന് വേണ്ടിയിട്ട് ബോട്ടണിയിൽ നിന്ന് 3 ചാപ്റ്റേഴ്സാണ് നമ്മളോട് പഠിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് എന്ന് പറയുന്ന ചാപ്റ്റർ, അതേപോലെ ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ, അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മുടെ സിലബസിൽ പറയുന്നുണ്ട്. അതൊരു പകുതിയോളം മതിയായിരിക്കും. എന്തായാലും ശരി തന്നെ, നമുക്ക് ഈ 3 ചാപ്റ്ററുകളും വളരെ ക്ലിയറായി വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ സാറിൻ്റെ കൂടെ എല്ലാവരും വരുമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ബയോടെക്നോളജി എന്ന് പറയുന്ന ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ്, അതേപോലെ ബയോടെക്നോളജി ആപ്ലിക്കേഷൻ, ഈ 2 ചാപ്റ്ററിനെ നമ്മൾ ഒരുമിച്ച് നമ്മൾ പഠിച്ചു തീർക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഏറ്റവും കുറഞ്ഞ സമയത്തിൽ നമ്മൾ പഠിച്ചു തീർക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ മക്കളെല്ലാവരും സാറിനോടൊപ്പം വേണ്ടിയിട്ട് നിൽക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് സാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് പിന്നെ ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് നിന്ന് തന്നെ എക്സാമിനേഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നമ്മൾ ഈ ചാപ്റ്ററിനെ മുഴുവൻ ഒന്ന് നോക്കാൻ പോവാണ്. എല്ലാം നമ്മൾ പഠിക്കത്തില്ല, എക്സാമിന് ചോദിക്കുന്ന കാര്യങ്ങൾ മാത്രം, സാറ് പറയുന്ന കാര്യം മാത്രം പഠിക്കാമെങ്കിൽ എക്സാമിന് 100% നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യ ഭാഗത്തുനിന്ന് തന്നെ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം കിടപ്പുണ്ട്. വാട്ട് ഈസ് ബയോടെക്നോളജി? എന്താണ് ബയോടെക്നോളജി? നോക്കിയ മക്കളെ, ബയോടെക്നോളജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡീൽസ് വിത്ത്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ഡെഫിനേഷനാണ് സാർ കൊടുത്തിരിക്കുന്നത്. ഇറ്റ് ഡീൽസ് വിത്ത് ടെക്നിക് ഓഫ് യൂസിങ് ലൈവ് ഓർഗാനിസംസ് ഓർ എൻസൈംസ് ഫ്രം ഓർഗാനിസം ടു പ്രൊഡ്യൂസ് പ്രോഡക്റ്റ് ആൻഡ് പ്രോസസ്സസ് യൂസ്ഫുൾ ടു ഹ്യൂമൻസ്. സിമ്പിളായിട്ട് പറഞ്ഞ മക്കളെ, മൈക്രോ ഓർഗാനിസങ്ങളെ അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഗാനിസങ്ങളെയോ അവരുടെ ബോഡിയിൽ നിന്നുള്ള ഏതെങ്കിലും എൻസൈമുകളെയോ നമ്മളെടുത്ത് നമുക്കാവശ്യമുള്ള എന്തെങ്കിലും പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ബയോടെക്നോളജി. അപ്പോൾ ബയോടെക്നോളജി ഡീൽസ് വിത്ത് ദ ടെക്നിക് ഓഫ് യൂസിങ് ലൈവ് ഓർഗാനിസംസ് ഓർ എൻസൈംസ് ഫ്രം ഓർഗാനിസം. ഏതെങ്കിലും ജീവിയിൽ നിന്നെടുത്ത, ഒന്നുകിൽ ജീവനുള്ള ഒരു ജീവിയാവാം അല്ലെങ്കിൽ അതിൻ്റെ എൻസൈംസ് ആവാം, ടു പ്രൊഡ്യൂസ് പ്രോഡക്റ്റ് ആൻഡ് പ്രോസസ്സസ് യൂസ്ഫുൾ ടു ഹ്യൂമൻസ്. മനുഷ്യന് ആവശ്യമുള്ള ഏതെങ്കിലും പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാനോ പ്രോസസ്സുകൾ ഉണ്ടാക്കാനോ ആണ് അതിനെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബയോടെക്നോളജി എന്ന് പറഞ്ഞാൽ. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ അമ്മ അടുക്കളയിൽ പാലിനെ തൈരാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ബാക്ടീരിയ അല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആവശ്യമുള്ള ഒരു സാധനം, തൈരെന്ന് പറയുന്ന സാധനം, കേടെന്ന് പറയുന്ന സാധനം, മിൽക്കിൽ നിന്ന് പ്രിപ്പയർ ചെയ്തത് ആരാ? അമ്മയാണോ? അല്ല, ബാക്ടീരിയയാണ്. അപ്പോൾ ഇത്തരത്തിൽ മൈക്രോ ഓർഗാനിസം ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ അമ്മ പ്രയോജനപ്പെടുത്തിയതാണ്. എന്തിനാ? നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ. ഇതിനെ നമുക്ക് എന്തു പറയാം? ബയോടെക്നോളജി എന്ന് പറയാം. പക്ഷേ അമ്മ ചെയ്ത ബയോടെക്നോളജി ലാബിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് വല്ലതും യൂസ് ചെയ്താണോ ചെയ്തത്? പണ്ട് മുതലേ ആളുകൾ ചെയ്ത് പരിചയിച്ചു വന്ന ബയോടെക്നോളജിയാണ്. അതിനെ നമ്മൾ പറയും ട്രഡീഷണൽ ബയോടെക്നോളജി. എന്നാൽ ഇന്ന് നമ്മൾ അങ്ങനെയല്ല. കാലം കുറേ പുരോഗമിച്ചു അല്ലേ? ബയോടെക്നോളജിയും അതിൻ്റെ ഒപ്പം പുരോഗമിക്കാൻ തുടങ്ങി. ഇപ്പോൾ നമുക്ക് ഒരു ജീവിക്ക്, ഇപ്പോൾ നമ്മുടെ അമ്മ യൂസ് ചെയ്ത എന്താ? ആ ബാക്ടീരിയയ്ക്ക് സ്വതവേ ഒരു കഴിവുണ്ട്. ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ബാക്ടീരിയയ്ക്ക് മിൽക്കിനെ കേടാക്കി മാറ്റാനുള്ള കഴിവുണ്ട്. അതിൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു കഴിവിനെ അങ്ങ് ഉപയോഗിച്ചു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇല്ലാത്ത ഒരു കഴിവിനെ, ഒരു ബാക്ടീരിയയ്ക്ക് ഇല്ലാത്ത ഒരു കഴിവിനെ വല്ലതും നമ്മുടെ അമ്മ കൊടുത്തായിരുന്നു അതിന്? ഇല്ല. എന്നാൽ അങ്ങനെ ഇന്നത്തെ ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും. അതിനെ നമ്മൾ പറയുന്ന പേരാണ് മക്കളെ ജനറ്റിക് എഞ്ചിനീയറിംഗ് ഓർ റീകോമിനൻ്റ് DNA ടെക്നോളജി ഓർ rDNA ടെക്നോളജി. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എന്താണ് rDNA ടെക്നോളജി അല്ലെങ്കിൽ എന്താണ് റീകോമിനൻ്റ് DNA ടെക്നോളജി എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ദേ നോക്ക്, എന്താണ് റീകോമിനൻ്റ് DNA ടെക്നോളജി? മാനിപ്പുലേഷൻ ഓഫ് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ആൻ ഓർഗാനിസം ടു പ്രൊഡ്യൂസ് എ ഡിസൈറബിൾ ഫീനോട്ടിപ്പിക് ക്യാരക്ടർ ഇൻ ദം. ഒരു ജീവിയിൽ ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ഫീനോട്ടിപ്പിക് ക്യാരക്ടർ ഉണ്ടാക്കാൻ വേണ്ടി അതിൻ്റെ ജീനോടൈപ്പ് അല്ലെങ്കിൽ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. അപ്പോൾ എന്താണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്? ജനറ്റിക് എഞ്ചിനീയറിംഗ് ഈസ് ദ പർപ്പസ്ഫുൾ മാനിപ്പുലേഷൻ. നമുക്ക് ആവശ്യത്തിന് വേണ്ടി നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് അല്ലേ? ഇറ്റ് ഈസ് ദ പർപ്പസ്ഫുൾ മാനിപ്പുലേഷൻ ഓഫ് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ആൻ ഓർഗാനിസം ടു പ്രൊഡ്യൂസ് എ പർട്ടിക്കുലർ ഫീനോടൈപ്പ് ഇൻ ദം. അല്ലേ? ഒരു ജീവിയുടെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനെ പർപ്പസ്ഫുള്ളായി അങ്ങ് മാനിപ്പുലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു ക്യാരക്ടർ അതിലേക്ക് കൊണ്ടുവരുന്നു.
എന്നാൽ നേരത്തെ ട്രഡീഷണൽ ബയോടെക്നോളജിയിൽ ഇതൊന്നും നമ്മൾ ചെയ്തിരുന്നില്ല. ഒരു മൈക്രോ ഓർഗാനിസത്തിന് എന്ത് കഴിവുണ്ടോ അത് ഉപയോഗിക്കുക. ഈസ്റ്റിനെ കൊണ്ട് ഫെർമെൻറ്റേഷൻ ചെയ്യാനുള്ള കഴിവുണ്ട്. അത് ഈസ്റ്റിന് ജന്മനാ ഉള്ള ഒരു കഴിവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈസ്റ്റിനെ ഉപയോഗിച്ച് നമ്മളൊരു ഷുഗർ സൊല്യൂഷനിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഫെർമെൻറ്റ് ചെയ്തതിൽ ആൽക്കഹോൾ ഉണ്ടാകും. ആ ആൽക്കഹോളിനെ നമ്മൾ ഡിസ്റ്റിൽ ചെയ്തെടുക്കും ഡിസ്റ്റിലറീസിൽ, അല്ലേ? ഇതെന്താണ്? ട്രഡീഷണൽ ബയോടെക്നോളജിയാണ്. എന്നാൽ ഇന്ന് നമ്മൾ മനുഷ്യൻ്റെ ഇൻസുലിൻ്റെ ജീൻ കട്ട് ചെയ്ത് നമ്മളൊരു ബാക്ടീരിയയിൽ വെച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു? ആ ബാക്ടീരിയയെ കൊണ്ട് ഇൻസുലിൻ ഉണ്ടാക്കിയിരിക്കുന്നു. മക്കളെ, ബാക്ടീരിയയ്ക്കുള്ള ഒരു കഴിവാണോ ഇൻസുലിൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത്? അല്ല, അത് മനുഷ്യൻ്റെ ജീനുകളിൽ ഇരിക്കുന്ന ഒരു കഴിവാണ്. ആ ജീനിനെ നമ്മൾ മുറിച്ച് ബാക്ടീരിയയുടെ ജീനിനോടൊപ്പം ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ ബാക്ടീരിയയ്ക്ക് ഇല്ലാത്ത ഒരു ഫീനോടൈപ്പ് കൊടുത്തു നമ്മൾ, അല്ലേ? അതായിരുന്നു ഇൻസുലിൻ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ക്യാരക്ടർ. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ ചെയ്തതിനെ എന്താ പറയുക? ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്നാണ് പറയുക. ഒരു ജീവിയുടെ ജനിതക വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലും മാറ്റം വരുത്തി നമുക്ക് ആവശ്യമുള്ള ഏതെങ്കിലും ക്യാരക്ടർ ആ ജീവിയിൽ കൊണ്ടുവരുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. അപ്പം നമ്മുടെ എൻറ്റയർ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ രണ്ട് കാര്യങ്ങളാണ്, ബയോടെക്നോളജിയും ജനറ്റിക് എഞ്ചിനീയറിംഗും. രണ്ടും ഒന്നാണോ? അല്ല. ബയോടെക്നോളജി എന്ന് പറഞ്ഞാൽ മൈക്രോ ഓർഗാനിസങ്ങളെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിനെ പറയുന്ന പേരാണ് ബയോടെക്നോളജി. എന്നാൽ അവയുടെ സ്വഭാവത്തെ നമ്മൾ ഓൾട്ടർ ചെയ്യുന്നു. എങ്ങനെ ഓൾട്ടർ ചെയ്യുന്നു? അവരുടെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയ ശേഷം അവരുടെ സ്വഭാവങ്ങളെ നമ്മൾ ഓൾട്ടർ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. അങ്ങനെയാണെങ്കിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ സാർ കാണിക്കാം. ജനറ്റിക് എഞ്ചിനീയറിംഗ് ഇൻക്ലൂഡ് ക്രിയേഷൻ ഓഫ് റീകോമിനൻ്റ് DNA വിത്ത് ദ ഹെൽപ്പ് ഓഫ് റെസ്ട്രിക്ഷൻ എൻസൈം. നമ്മളിനി പഠിക്കാൻ പോകുന്ന ഒരു എൻസൈമിൻ്റെ പേരാണ് റെസ്ട്രിക്ഷൻ എൻസൈം. ഇപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല. അതിലെ പാർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ച ഒരു ചോദ്യമാണ് മക്കളെ, എക്സ്പ്ലെയിൻ റീകോമിനൻ്റ് DNA ടെക്നോളജി ഫോർ 2 മാർക്സ്. 2 മാർക്കിന് നമ്മളോട് ചോദിച്ച ചോദ്യമാണ്, എന്താണ് റീകോമിനൻ്റ് DNA ടെക്നോളജി? എന്താണ് റീകോമിനൻ്റ് DNA ടെക്നോളജി അല്ലെങ്കിൽ ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ? പറയൂ മക്കളെ. ഇറ്റ് ഈസ് ദ പർപ്പസ്ഫുൾ മാനിപ്പുലേഷൻ ഓഫ് ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ആൻ ഓർഗാനിസം ടു മേക്ക് phenotype in them or a phenotypic character in them. നമ്മളൊരു ജീവിയുടെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനെ പർപ്പസ്ഫുൾ ആയിട്ട് മാറ്റുന്നു. എന്തിനു വേണ്ടി? നമുക്ക് ആവശ്യമുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീനോടൈപ്പ് അതിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. ഇതിനെയല്ലേ നമ്മൾ റീകോമിനൻ്റ് DNA ടെക്നോളജി എന്ന് വിളിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇതിനെ റീകോമിനൻ്റ് DNA ടെക്നോളജി എന്ന് വിളിക്കുന്നത്? നമ്മളിപ്പോൾ കാണാൻ പോവുകയാണ്. മുന്നോട്ട് വരുന്നിടത്ത് വെച്ച് നമ്മൾ കാണാൻ പോവുകയാണ്. ദേ നോക്കൂ മക്കളെ, അടുത്ത നമ്മൾ നോക്കുന്നു നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് പ്രിൻസിപ്പിൾസ്, ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് എന്നല്ലേ ചാപ്റ്ററിൻ്റെ പേര്. അടുത്ത സാറി പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ്, വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ബയോടെക്നോളജി? ബയോടെക്നോളജിയിലെ പ്രിൻസിപ്പിളുകൾ ഏതൊക്കെയാണ്? ചോദിക്കാം, പരീക്ഷയ്ക്ക് ഒരു പക്ഷേ പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണത്. നമുക്ക് നോക്കിയാലോ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് ബയോടെക്നോളജിക്ക് പ്രധാനമായിട്ടും 2 പ്രിൻസിപ്പിളുകളാണുള്ളത്. ഒന്നാമത്തെ പ്രിൻസിപ്പിൾ ഈസ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ. ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്താണത്? ദ ടെക്നിക് ടു ഓൾട്ടർ ദ കെമിസ്ട്രി ഓഫ് ജനറ്റിക് മെറ്റീരിയൽ DNA ആൻഡ് RNA to introduce these into host organism and thus change the phenotype of the host organism. ഒരു ജീവിയുടെ DNA-യുടെ കെമിസ്ട്രി മാറ്റുന്നു, അല്ലെങ്കിൽ അവയിൽ എന്തെങ്കിലും ഓൾട്ടറേഷൻ വരുത്തുന്നു. കെമിസ്ട്രി മാറ്റുക എന്ന് പറഞ്ഞാൽ DNA ഒരു മോളിക്യൂളാണ്. അപ്പോൾ ഇതെൻ്റെ നോർമലി ഉള്ള ഒരു DNA അല്ലെങ്കിൽ ഒരു ബാക്ടീരിയയുടെ നോർമൽ DNA ആണ് ഞാൻ ഈ വരച്ചത്. ഈ DNA-യുടെ കെമിസ്ട്രി ഞാനങ്ങ് മാറ്റാമെന്ന് വെച്ചു. ഈ DNA-യോടൊപ്പം ഞാനൊരു എക്സ്ട്രാ ജീൻ ആഡ് ചെയ്യുന്നു. ദേ നോക്കൂ മക്കളെ, ഈ DNA-യോടൊപ്പം ഞാൻ ഒരു എക്സ്ട്രാ ജീൻ അങ്ങ് ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കെമിസ്ട്രി മാറത്തില്ലേ? ഈ DNA-യുടെ കെമിസ്ട്രി മാറത്തില്ലേ? ഈ ജീൻ ഞാൻ ഇതിൻ്റെ ഇടയിലേക്ക് വെച്ചങ്ങ് ആഡ് ചെയ്തു. ബാക്കിയെല്ലാം പഴയ പോലെ തന്നെ വെച്ചു. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു എക്സ്ട്രാ ജീനുണ്ട്. ദിസ് ഈസ് ദ എക്സ്ട്രാ ജീൻ. ഞാൻ ഈ ബ്ലൂ കളറിൽ അടയാളപ്പെടുത്തിയത് ഒരു എക്സ്ട്രാ ജീനാണ്. ഈ ജീനിനെ ഇനി ഞാൻ ഇതേ ബാക്ടീരിയയിലേക്ക് കടത്തിവിടുന്നു. ഒരു ബാക്ടീരിയയിലേക്ക് ഞാൻ ഈ DNA കടത്തിവിടുന്നു. മക്കളെ, ഈ DNA ഇപ്പോൾ ഞാൻ വിളിച്ച പേരാണ്. ഇതിൻ്റെ ഒറിജിനൽ DNA അല്ലായിരുന്നോ? ഇത് ഈ ബാക്ടീരിയയുടെ ഒറിജിനൽ DNA അല്ലായിരുന്നോ? ആണ്. എന്നാൽ ഇതിപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത ഒരു DNA ആണ്. ഈ DNAയിൽ ഇപ്പോൾ 2 പേരുണ്ട്. ഒന്ന് ആ ബാക്ടീരിയയുടെ ഒറിജിനൽ DNA-യും ഉണ്ട്, ഞാനായി വെച്ചു കൊടുത്ത ഒരു DNA-യും ഉണ്ട്. നമുക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്, ഞാൻ ഈ വെച്ചു കൊടുത്തത് ഇൻസുലിൻ, നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ജീനാണ്. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ഈ വെച്ചു കൊടുത്ത ജീനും ഇതിനകത്തുണ്ട്, ഇതിൻ്റെ ഒറിജിനൽ ജീനുമുണ്ട്. ഇപ്പോൾ ഇത് റീകോമിനൻ്റ് DNA ആയി. എന്ന് വെച്ചാൽ 2 എണ്ണത്തിൻ്റെ കോമ്പിനേഷൻ ആണിപ്പോൾ ആ DNA. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് റീകോമ്പിനൻ്റ് DNA. അതുകൊണ്ടാണ് നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിങ്ങിനെ എന്തെന്ന് വിളിക്കുന്നത്? റീകോമ്പിനൻ്റ് DNA ടെക്നോളജി അല്ലെങ്കിൽ RDNA ടെക്നോളജി എന്ന് ചുരുക്കി വിളിക്കുന്നത്.
മനസ്സിലായോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ പ്രിൻസിപ്പിൾ എന്താണ് മക്കളെ ബയോടെക്നോളജിയുടെ? ദ ടെക്നിക് ടു ഓൾട്ടർ കെമിസ്ട്രി ഓഫ് ജനറ്റിക് മെറ്റീരിയൽ. ഒരു ജീവിയുടെ ജനറ്റിക് മെറ്റീരിയലിൻ്റെ കെമിസ്ട്രി ചേഞ്ച് ചെയ്യുക, ചെയ്തതിന് ശേഷം ഇൻട്രൊഡ്യൂസ് ഇൻ ടു ദ ഹോസ്റ്റ് ഓർഗാനിസം. ആ ജനറ്റിക് മെറ്റീരിയലിനെ നമ്മളൊരു ജീവിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഏതാണത്? ആ ജീവിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോസ്റ്റ് ഓർഗാനിസം. ആൻഡ് ദസ് ചേഞ്ച് ദ ഫീനോടൈപ്പ് ഓഫ് ദ ഓർഗാനിസം. ഇനി നിങ്ങളത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ, ഞാൻ ഈ ഇൻസുലിൻ ജീൻ ഇരിക്കുന്ന ഇതിൻ്റെ ഒറിജിനൽ DNA ഞാനൊരു ബാക്ടീരിയയ്ക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മക്കളെ, ആ ബാക്ടീരിയയ്ക്ക് ഓട്ടോമാറ്റിക്കലി ഒരു കഴിവ് കിട്ടും. എന്തിനുള്ള കഴിവ്? ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് കിട്ടും. ഈ ബാക്ടീരിയയ്ക്ക്, നമ്മൾ ഈ വെച്ച് കൊടുത്ത ബാക്ടീരിയയ്ക്ക് ഇൻസുലിൻ ഉണ്ടാക്കാനുള്ള കഴിവ് കിട്ടും. അതായത് ഞാൻ എന്തു മാത്രമേ ചെയ്തുള്ളൂ അതിനകത്ത്? അതിനെ പറഞ്ഞു പഠിപ്പിക്കുകയാണോ ചെയ്തത് ഇൻസുലിൻ ഉണ്ടാക്കാൻ? അല്ല, അതിൻ്റെ ജനറ്റിക് മെറ്റീരിയലിൻ്റെ കെമിസ്ട്രി ഞാനങ്ങ് മാറ്റി, ഞാനൊരു എക്സ്ട്രാ ജീൻ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ ആ ജീനിൻ്റെ ക്യാരക്ടറും കൂടെ ആ ബാക്ടീരിയ കാണിക്കാൻ തുടങ്ങി. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു ജീവിയുടെ ഫീനോടൈപ്പ് മാറ്റാനുള്ള എളുപ്പവഴി എന്തുവാന്ന് പറ? അതിൻ്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റുക. ഒരു ജീവിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ വരണമെന്നുണ്ടെങ്കിൽ ആ ജീവിയിലേക്ക് നിങ്ങൾ ആ ക്യാരക്ടറിൻ്റെ ജീൻ വെച്ച് കൊടുക്കുക. ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ദിസ് ഈസ് ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ബയോടെക്നോളജി. ബയോടെക്നോളജിയുടെ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ അതാണ്, ജനറ്റിക് എഞ്ചിനീയറിംഗ്. എന്താണ്? ടു പ്രൊഡ്യൂസ് എ പർട്ടിക്കുലർ ഫിനോടൈപ്പ് ഇൻ ആൻ ഓർഗാനിസം. ഒരു ജീവിയിൽ ഒരു പ്രത്യേക ഫിനോടൈപ്പ് നിങ്ങൾക്ക് വരണമെങ്കിൽ യു ഷുഡ് ഓൾട്ടർ ദ കെമിസ്ട്രി ഓഫ് ജനറ്റിക് മെറ്റീരിയൽ. അതിൻ്റെ ജനറ്റിക് മെറ്റീരിയലിൻ്റെ കെമിസ്ട്രി നിങ്ങൾ മാറ്റിയാൽ മതി, അല്ലേ? ഇനി രണ്ടാമതൊരു പ്രിൻസിപ്പിൾ ഉണ്ട് മക്കളെ. സെക്കൻഡ് പ്രിൻസിപ്പിൾ, മെയിൻ്റനൻസ് ഓഫ് സ്റ്റെറൈൽ ഓർ മൈക്രോബിയൽ കണ്ടാമിനേഷൻ ഫ്രീ ആംബിയൻസ്. നിങ്ങൾ ഇനി ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്താണ്? ഒരു സ്റ്റെറൈൽ ആംബിയൻസ് ആണ്. അപ്പോൾ ഒന്നാമത് നിങ്ങൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് ചെയ്തു. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു റീകോമിനൻ്റ് ഓർഗാനിസം ഉണ്ട്. നമ്മുടെ പ്രത്യേക ചില ക്യാരക്ടറുകളൊക്കെ അതിന് കൊടുത്തു. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞത് ഇൻസുലിൻ ജീൻ വെച്ച് പിടിപ്പിച്ചു കൊടുത്തൊരു ബാക്ടീരിയ നിങ്ങൾ നിർമ്മിച്ചാൽ സാധാരണ ബാക്ടീരിയ അല്ല അതിപ്പോൾ, ഇൻസുലിൻ ഉണ്ടാക്കാൻ കഴിവുള്ള ബാക്ടീരിയയായി മാറിയത്. ശരിയല്ലേ? നിങ്ങൾ വെച്ചു കൊടുത്ത ഹോസ്റ്റ് ഓർഗാനിസം ഇപ്പോൾ എന്താണ്? ഒരു പുതിയ ജീനുള്ള ഓർഗാനിസമാണ്. അതിനിപ്പോൾ ഒരു പുതിയ ക്യാരക്ടറുണ്ട്, അല്ലേ? ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മെയിൻ്റനൻസ് ഓഫ് എ സ്റ്റെറൈൽ ആംബിയൻസ്. നിങ്ങളൊരു സ്റ്റെറൈൽ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യണം. ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് പ്രോസസ് ടു എനാബിൾ ഗ്രോത്ത് ഓഫ് ഓൺലി ദ ഡിസൈഡ് മൈക്രോബ് ഓർ യൂക്കാരിയോട്ടിക് സെൽ ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് ബയോടെക്നോളജിക്കൽ പ്രോഡക്ട്സ് ലൈക്ക് ആൻറ്റിബയോട്ടിക്, വാക്സിൻ, എൻസൈംസ് എക്സെട്ര. നമുക്ക് വേണ്ട പ്രോഡക്റ്റ് ഇപ്പോൾ അതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എൻ്റെ ബാക്ടീരിയയ്ക്ക്. ഏതാണ് ആ പ്രോഡക്റ്റ്? ഇൻസുലിൻ. ഇനി ഞാൻ ക്രിയേറ്റ് ചെയ്യേണ്ടത് എൻ്റെ ബാക്ടീരിയയ്ക്ക് മാത്രം ജീവിക്കാൻ കഴിയുന്ന ഒരു മീഡിയം. അതാണ് ഇനി ഞാൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഐ ഷുഡ് ക്രിയേറ്റ് എ മീഡിയം ദാറ്റ് ഓൺലി എനാബിൾസ് ദ ഗ്രോത്ത് ഓഫ് ഡിസൈഡ് ഓർഗാനിസം. എൻ്റെ ഡിസൈഡ് ഓർഗാനിസം എൻ്റെ റീകോമിനൻ്റ് ബാക്ടീരിയയാണ്. എൻ്റെ ഇൻസുലിൻ ഉണ്ടാക്കാൻ കഴിവുള്ള ബാക്ടീരിയയാണ് എൻ്റെ ഡിസൈഡ് ഓർഗാനിസം. അതിന് മാത്രം ജീവിക്കാൻ കഴിയുന്ന ഒരു മീഡിയം ഞാൻ പ്രിപ്പയർ ചെയ്യണം. ആ ബാക്ടീരിയയ്ക്ക് മാത്രമേ അതിൽ ജീവിക്കാൻ പറ്റാവൂ. ഇപ്പോൾ ഞാനൊരു ഈക്കോളി ബാക്ടീരിയയാണ് എടുത്തത് ചെയ്തതെങ്കിൽ എൻ്റെ ജീൻ ഇരിക്കുന്ന ഈക്കോളിക്ക് മാത്രമേ ആ മീഡിയത്തിൽ ജീവിക്കാൻ കഴിയാവൂ. വേറെ ഈക്കോളിക്ക് പോലും ജീവിക്കാൻ കഴിയരുത്. മനസ്സിലായോ സാർ പറഞ്ഞത്? അപ്പോൾ നിങ്ങൾ ഇനി ക്രിയേറ്റ് ചെയ്യേണ്ടത് ഒരു സ്റ്റെറൈൽ ആംബിയൻസ് ആണ്. അതായത് ബാക്കി മൈക്രോബുകൾക്കൊന്നും വളരാൻ കഴിയരുത്. നിങ്ങളുടെ ഡിസൈഡ് ഓർഗാനിസം ഏതാണോ അതിന് മാത്രം വളരാൻ കഴിയുന്നൊരു മീഡിയം നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലാർജ് സ്കെയിലിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ? നിങ്ങളുടെ ബയോടെക്നോളജിയിലൂടെ നിങ്ങൾ എന്താണോ പ്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ചിലപ്പോൾ ആൻറ്റിബയോട്ടിക് ആവാം. ഞാനിപ്പോൾ ഒരു ഹോർമോണാണ് പ്രൊഡ്യൂസ് ചെയ്തത്, അല്ലേ? എൻ്റെ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണാണ് പ്രൊഡ്യൂസ് ചെയ്തത്, അല്ലേ? ഇവിടെ നമുക്ക് വേണമെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് ആവാം. ഒരു വഴി പറഞ്ഞ് ആൻറ്റിബയോട്ടിക്കാണ് നമുക്ക് ഉണ്ടാക്കേണ്ടതെങ്കിൽ ഒരു വഴി പറഞ്ഞ് ഒരു ബാക്ടീരിയ വെച്ച് ഒരു ആൻറ്റിബയോട്ടിക് ഉണ്ടാക്കണം. ഇപ്പോൾ എക്സാമ്പിൾ പെൻസിലിൻ ഉണ്ടാക്കണം. നിങ്ങൾ 10th പഠിച്ചിട്ടുണ്ടാവും. പെൻസിലിൻ നമുക്ക് കിട്ടുന്ന, പെൻസിലിൻ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക് കിട്ടുന്ന ഒരു ഫംഗസിൽ നിന്നാണ്, പെൻസിലിയം നൊട്ടേറ്റം. അപ്പോൾ ആ പെൻസിലിൻ നൊട്ടേറ്റത്തിൻ്റെ ബോഡിയിൽ ആ പെൻസിലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു പർട്ടിക്കുലർ ജീൻ ഉണ്ടാവും. ആ ജീൻ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. ആ ജീൻ നിങ്ങളൊരു ബാക്ടീരിയയിൽ വെച്ച് പിടിപ്പിക്കുക. ദാറ്റ് ഈസ് കാൾഡ് ജനറ്റിക് എഞ്ചിനീയറിംഗ്, ഒന്നാമത്തെ പ്രിൻസിപ്പിൾ. ഇനി നിങ്ങൾ ഈ ജീൻ വെച്ച് കൊടുത്ത ബാക്ടീരിയയ്ക്ക് മാത്രം വളരാൻ കഴിയുന്ന ഒരു മീഡിയം പ്രിപ്പയർ ചെയ്യുക. അതിനകത്ത് ആ ബാക്ടീരിയ കിടന്ന് വളരുകയും അതിൻ്റെ സബ്സ്ട്രേറ്റ്സ് ഉപയോഗിച്ച് അത് ആൻറ്റിബയോട്ടിക് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യും. ശരിയല്ലേ? അത് ലാർജ് സ്കെയിലിൽ നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്ത് നിങ്ങൾക്ക് മാനുഫാക്ചർ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും, അല്ലേ? ഇനി ചിലപ്പോൾ അത് വാക്സിൻസ് ആവാം, ചിലപ്പോൾ അത് എൻസൈംസ് ആവാം, ചിലപ്പോൾ അത് ഹോർമോൺസ് ആവാം. ഇങ്ങനെ ഏത് ബയോ പ്രോഡക്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ടെക്നിക്ക് ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ ആണോ സാറ് പറഞ്ഞത്? ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത നോക്കിയടേ, ബയോടെക്നോളജിയിലെ പ്രധാനപ്പെട്ട പ്രോസസ്സുകൾ എന്തൊക്കെയാണ്? ബയോടെക്നോളജി നമുക്ക് ചെയ്യണമെങ്കിൽ എന്തൊക്കെ പ്രോസസ്സുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം? അല്ലെങ്കിൽ ജനറ്റിക് എഞ്ചിനീയറിംഗ് നമുക്ക് ചെയ്യണമെങ്കിൽ എന്തൊക്കെ പ്രോസസ്സുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം? ഒന്ന്, ജീൻ ക്ലോൺ ചെയ്യാൻ അറിഞ്ഞിരിക്കണം.
എന്താണ് മക്കളെ ജീൻ ക്ലോണിംഗ്? ഇത് എഴുതിയിരിക്കുന്നു, ദ പ്രോസസ് ഓഫ് മേക്കിംഗ് മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് എ DNA ഫ്രാഗ്മെൻറ്റ്. ഞാൻ DNA-യിൽ നിന്ന് മുറിച്ചെടുത്ത ഒരു ഫ്രാഗ്മെൻറ്റ്, DNA-യുടെ കോപ്പി അല്ല എനിക്ക് ഉണ്ടാക്കേണ്ടത്, DNA-യിൽ നിന്ന് മുറിച്ചെടുത്ത ഒരു ഫ്രാഗ്മെൻറ്റിൻ്റെ കോപ്പി എനിക്ക് ഉണ്ടാക്കാൻ പറ്റണം. ഒന്നിലധികം കോപ്പി എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. കാരണം എന്താ? ഒന്നിലധികം കോപ്പി പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ ഒന്നിലധികം ഹോസ്റ്റ് ഓർഗാനിസങ്ങളിലേക്ക് വെച്ച് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? എനിക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് എനിക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റൂ. ശരിയല്ലേ? ഇനി ജീൻ ട്രാൻസ്ഫർ, അടുത്ത ഞാൻ ചെയ്യേണ്ടത് എന്താണ്? ജീൻ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റണം. ട്രാൻസ്ഫർ ഓഫ് DNA ഫ്രാഗ്മെൻറ്റ് ഇൻറ്റു ഡിസൈറബിൾ ഓർഗാനിസം. നമുക്ക് ആവശ്യമുള്ള ജീവിയിലേക്ക് അല്ലെങ്കിൽ ഹോസ്റ്റ് ഓർഗാനിസത്തിലേക്ക്, നമ്മളിതിനെ പറയുന്ന പേരാണ് ഹോസ്റ്റ് അല്ലേ, ഹോസ്റ്റ് ഓർഗാനിസത്തിലേക്ക് എനിക്ക് ജീൻ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റണം. അപ്പോൾ ഒരു മാർക്കിന് നിങ്ങളോട് ചോദിക്കുകയാണ്, വാട്ട് ആർ ദ പ്രോസസ്സസ് ഇൻ ബയോടെക്നോളജി? വെറും ഒരു മാർക്കിൻ്റെ ചോദ്യമാണ്, കൂടുതലൊന്നും എഴുതണ്ട. ദ ബയോടെക്നോളജി ഇൻക്ലൂഡ് 2 മെയിൻ പ്രോസസ്സസ്. വാട്ട് ആർ ദേ? ജീൻ ക്ലോണിംഗ്, എന്നിട്ട് 2 ഡോട്ട് ഇട്ടിട്ട് നിങ്ങൾ എഴുതുക എന്താണ് ജീൻ ക്ലോണിംഗ്. ദ പ്രോസസ് ഓഫ് മേക്കിംഗ് മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് എ DNA ഫ്രാഗ്മെൻറ്റ്. ഒരു DNA ഫ്രാഗ്മെൻറ്റിൻ്റെ മൾട്ടിപ്പിൾ കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ജീൻ ക്ലോണിംഗ്. അതുപോലെ രണ്ടാമത്തെ പ്രോസസ്സ് ഏതാണെന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയാം, ജീൻ ട്രാൻസ്ഫർ ആണ് രണ്ടാമത്തെ പ്രോസസ്സ്. എന്താണ് ജീൻ ട്രാൻസ്ഫർ? ട്രാൻസ്ഫർ ഓഫ് ദ DNA ഫ്രാഗ്മെൻറ്റ്. ഇപ്പം നമ്മൾ ക്ലോൺ ചെയ്ത് കയ്യിൽ വെച്ചിട്ടുണ്ടല്ലോ ഒരു DNA ഫ്രാഗ്മെൻറ്റ്, കോപ്പി എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടല്ലോ കുറേ DNA ഫ്രാഗ്മെൻറ്റ്സ്. ഈ DNA ഫ്രാഗ്മെൻറ്റിനെ ഒരു ഡിസൈറബിൾ ഓർഗാനിസത്തിനുള്ളിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയണം. ജീൻ ട്രാൻസ്ഫർ. അപ്പോൾ വാട്ട് ആർ ദ മെയിൻ പ്രോസസ്സസ് ഇൻ ബയോടെക്നോളജി ഓർ ജനറ്റിക് എഞ്ചിനീയറിംഗ്? ഫസ്റ്റ് ഈസ് ജീൻ ക്ലോണിംഗ് ആൻഡ് സെക്കൻഡ് ഈസ് ജീൻ ട്രാൻസ്ഫർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ പ്രോസസ്സ് ജീൻ ക്ലോണിംഗ് നമ്മൾ അറിഞ്ഞിരിക്കണം. ദേ നോക്കൂ മക്കളെ, ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളെ ഡയഗ്രമാറ്റിക് ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കൂ, എൻ്റെ കയ്യിൽ ഒരു ഫോറിൻ DNA ഉണ്ട്. ഞാൻ സങ്കല്പിക്കുന്നു ഇത് മനുഷ്യൻ്റെ DNA ആണ്, ഹ്യൂമൻ DNA ആണ്. ഞാൻ പറയുകയാണ് ഇത് ഹ്യൂമൻ DNA ആണ്. ഞാനൊരു ബാക്ടീരിയ എടുത്തൊരു ബാക്ടീരിയയുടെ പ്ലാസ്മിഡിനെ പുറത്തെടുത്തു. ഇതിനെ ഞാൻ വെക്റ്റർ DNA എന്നാണ് തൽക്കാലം ഇവിടെ പറയുന്നത്. വെക്റ്റർ DNA, അതൊക്കെ എന്താണെന്ന് നമുക്ക് പിന്നീട് പറയാം. ഓക്കെ, ഞാൻ ഒരു പ്ലാസ്മിഡിനെ എടുത്തു, ഒരു ബാക്ടീരിയയുടെ പ്ലാസ്മിഡിനെ എടുത്തു. എന്നിട്ട് ഞാൻ ചെയ്തത് നോക്കിയേ, എൻ്റെ ഹ്യൂമൻ DNA-യിൽ നിന്നൊരു പ്രത്യേക പാർട്ട് ഞാനിനി കട്ട് ചെയ്തു. നമുക്ക് സങ്കല്പിക്കാം ഇതാണ് ഇൻസുലിൻ ജീൻ. ഞാൻ I ജീൻ എന്ന് കൊടുക്കുന്നു, ഇൻസുലിൻ ജീൻ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഞാൻ ചെയ്തത് അതുപോലൊരു കട്ട് ഞാൻ ഈ പ്ലാസ്മിഡിലും ഉണ്ടാക്കി. എന്നിട്ട് ആ പ്ലാസ്മിഡിൻ്റെ ആ സ്ഥലത്തേക്ക് ഞാൻ എന്ത് വെച്ച് പിടിപ്പിച്ചു കൊടുത്തു മക്കളെ? എൻ്റെ ഇൻസുലിൻ ജീൻ വെച്ച് പിടിപ്പിച്ചു കൊടുത്തു. ശരിയല്ലേ? വെച്ച് പിടിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ വെറുതെ ഇരുന്നില്ല, ഇത്രയും കഴിഞ്ഞപ്പോൾ ക്ലോണൊക്കെ ചെയ്ത് ഞാൻ വെച്ച് പിടിപ്പിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇതിനെ ട്രാൻസ്ഫർ ചെയ്തു. ജീനിനെ ഞാൻ ട്രാൻസ്ഫർ ചെയ്തു എന്തിലേക്ക്? ഒരു ബാക്ടീരിയയിലേക്ക്. ആ ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്ത് ഒരുപാട് ബാക്ടീരിയാസ് ആയിട്ട് മാറിക്കോളൂ. അപ്പോൾ ഒരു ജീനിൻ്റെ കോപ്പി എടുക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗമാണ് ഞാനിവിടെ കാണിച്ചു തന്നതല്ലേ. ഈ ബാക്ടീരിയ ഇനി ഒരുപാടായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ബാക്ടീരിയകളിലെല്ലാം എൻ്റെ ജീനിൻ്റെ ഓരോ കോപ്പി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. ശരിയല്ലേ മക്കളെ? ഞാനിപ്പോൾ അതിൻ്റെ പ്ലാസ്മിഡിൻ്റെ കൂടെ വെച്ച് കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. പ്ലാസ്മിഡിൻ്റെ കൂടെ ഞാൻ എൻ്റെ ജീനിനെയും കൂടെ വെച്ച് കൊടുത്തപ്പോൾ പ്ലാസ്മിഡ് മൾട്ടിപ്ലൈ ചെയ്യുന്നതിൻ്റെ കൂടെ ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലാസ്മിഡ് മൾട്ടിപ്ലൈ ചെയ്യും. പ്ലാസ്മിഡ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എൻ്റെ ജീനിൻ്റെ മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാവും. അപ്പോൾ എൻ്റെ ജീനിൻ്റെ മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗമാണിത്. നിങ്ങളതിനെ ഒരു ബാക്ടീരിയയുടെ പ്ലാസ്മിഡിൽ വെച്ച് കൊടുക്കുക. ഏറ്റവും എളുപ്പമുള്ള കാര്യം അല്ലേ? ഒരു ജീൻ നിങ്ങൾ എടുക്കുക, ഒരു DNA നിങ്ങൾ എടുക്കുക, അതിൽ നിന്നൊരു ജീൻ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതേ കട്ട് നിങ്ങളൊരു പ്ലാസ്മിഡിൽ ഉണ്ടാക്കുക. എന്നിട്ട് ആ പ്ലാസ്മിഡിലേക്ക് ഈ ജീനും വെച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ബാക്ടീരിയ അറിയത്തില്ല ആ ജീൻ അതിനകത്ത് ഇരിപ്പുണ്ടോ എന്നുള്ളത്. ഇനി ആ ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്യുന്നതിൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്തോളും? ഈ പ്ലാസ്മിഡ് മൾട്ടിപ്ലൈ ചെയ്തോളും. അതിൻ്റെ കൂടെ നിങ്ങളുടെ DNA-യുടെ ഒരുപാട് കോപ്പി, നിങ്ങളുടെ DNA ഫ്രാഗ്മെൻറ്റിൻ്റെ ഒരുപാട് കോപ്പിയും ഉണ്ടാകും. ഓക്കെ ആണോ സാർ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങളൊരു ചോദ്യം ചോദിക്കും, സാർ എന്തിനാണ് സാർ അപ്പോൾ പ്ലാസ്മിഡിനകത്ത് വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്തത് DNA? വെറുതെ അങ്ങ് ഒരു ബാക്ടീരിയൽ സെല്ലിനകത്ത് ഇട്ട് കൊടുത്താൽ പോരായിരുന്നോ? ആ ബാക്ടീരിയയുടെ ആ ഒരു DNA ഫ്രാഗ്മെൻറ്റ് അവിടെ കിടന്ന് മൾട്ടിപ്ലൈ ചെയ്യത്തില്ലായിരുന്നോ? ഇല്ല, ഒരിക്കലും ഇല്ല. അതാ ഇങ്ങോട്ട് നോക്കിയേ. Therefore, for the multiplication of any alien piece of DNA, നിങ്ങൾ ഒരു DNA-യിൽ നിന്നൊരു പീസ് എടുത്താൽ, ഒരു DNA-യുടെ പീസ് എടുത്താൽ ഇൻ ആൻ ഓർഗാനിസം, ഇറ്റ് നീഡ്സ് ടു ബി എ പാർട്ട് ഓഫ് ക്രോമസോം വിച്ച് ഹാസ് എ സ്പെസിഫിക് സീക്വൻസ് നോൺ ആസ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. നിങ്ങൾക്കൊരു ജീനിൻ്റെ മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കണമെങ്കിൽ മക്കളെ വെറുതെ ഒരു DNA ഞാൻ എടുത്തു, ഇതാ ഒരു എൻ്റയർ സ്ട്രെച്ച് ഓഫ് DNA. ഈ DNA-ക്ക് സ്വയം മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ DNA-യിൽ നിന്നൊരു കഷണം നിങ്ങൾ മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ കഷണത്തിന് സ്വയം മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ആദ്യം അതൊരു ക്രോമസോമിൻ്റെ പാർട്ടായി മാറിയാലേ അതിന് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ DNA-യുടെ മൾട്ടിപ്ലിക്കേഷൻ അഥവാ DNA-യുടെ റെപ്ലിക്കേഷൻ എന്ന് പറയും. DNA ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് DNA റെപ്ലിക്കേഷൻ. അപ്പോൾ ഈ DNA റെപ്ലിക്കേഷൻ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പ്രത്യേക സ്ഥലത്തു നിന്നായിരിക്കും. അതിനെ നമ്മൾ പറയും ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. പരീക്ഷയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വീണ്ടും ഒരു ക്വസ്റ്റ്യനാണ്. വാട്ട് ഈസ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ? എന്താണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ? The region of the DNA from where the replication starts. ശ്രദ്ധിച്ച് കേൾക്കണം.
ദ റീജിയൻ ഓഫ് ദ DNA ഫ്രം വെയർ ദ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട്. റെപ്ലിക്കേഷൻ DNA ഡ്യൂപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന DNA ഒരു പ്രത്യേക റീജിയണിനെ നമ്മൾ പറയുന്ന പേരാണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. അപ്പം നിങ്ങളൊരു പീസ് ഓഫ് DNA എടുത്താൽ ആ DNAക്ക് ഒരു പീസ് DNAക്ക് ഒരിക്കലും സ്വന്തമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അതെപ്പോഴും ഏതെങ്കിലും ഒരു ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉള്ള ഒരു DNAയുടെ പാർട്ടായി ഇരുന്നാൽ മാത്രമേ അതിന് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റൂ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാണ് ഞാൻ എന്തിനാണ് അത് പ്ലാസ്മിഡിൻ്റെ കൂടെ വെച്ച് പിടിപ്പിച്ചതെന്ന്. വെറുതെ ഒരു ബാക്ടീരിയയുടെ സെല്ലിനകത്ത് ഒരു DNA ഇടാതെ, ഒരു DNAയുടെ കഷണം ഇടാതെ, ഞാൻ ആ DNAയുടെ കഷണം മുറിച്ചെടുത്തിട്ട് എന്താ ചെയ്തത്, ഈ ഇൻസുലിൻ ജീൻ എന്ന് പറയുന്ന കഷണം മുറിച്ചെടുത്തിട്ട് എന്താ ചെയ്തത്, ഒരു പ്ലാസ്മിഡുമായി ഇൻ്റഗ്രേറ്റ് ചെയ്തു. എന്തിനാ അങ്ങനെ ചെയ്തത്? പ്ലാസ്മിഡിനകത്ത് ഒരു ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉണ്ട്. പ്ലാസ്മിഡിന് സ്വയം മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്വയം മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു ക്രോമസോമിൻ്റെ അല്ലെങ്കിൽ DNAയുടെ പാർട്ടായി ഇരിക്കുമ്പോൾ മാത്രമേ ഒരു ഏലിയൻ പീസ് DNAക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂ. ഓക്കെ, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. ദാസ് the alien DNA is linked with the origin of replication so that the alien piece of DNA can replicate and multiply itself in the host organism. ഒരു ഹോസ്റ്റ് ഓർഗാനിസത്തിലിരുന്ന് ഒരു DNAക്ക് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ മക്കളെ നിങ്ങൾ തീർച്ചയായും അതിനെ ഒരു ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷനുള്ള DNAയുമായി ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അതിനാണ് ഞാൻ നേരത്തെ പ്ലാസ്മിഡുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തത്. ദിസ് ക്യാൻ ബി ഓൾസോ കോൾഡ് ആസ് ക്ലോണിങ് ഓർ മേക്കിംഗ് മൾട്ടിപ്പിൾ ഐഡൻറ്റിക്കൽ കോപ്പീസ് ഓഫ് ടെംപ്ലേറ്റ് DNA. നമ്മളിപ്പോൾ എടുത്ത DNAയുടെ മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കാനുള്ള ഒരു ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗ്ഗമാണ്. എന്താ ചെയ്തത്? ഞാൻ ആ DNA എടുത്തു, എന്നിട്ട് എന്ത് ചെയ്തു, ആ DNAയുടെ ഒരു കഷണം മുറിച്ചെടുത്തു. അതായത് നമുക്ക് ആവശ്യമുള്ള ജീൻ മാത്രം അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തു. എനിക്ക് മനുഷ്യൻ്റെ മൊത്തം DNA ഒന്നും വേണ്ട, എനിക്ക് ആവശ്യമില്ല. എനിക്ക് ഇൻസുലിൻ ജീൻ എന്ന് പറയുന്ന ഒരു കഷണം മാത്രം മതി. ആ ഇൻസുലിൻ ജീൻ മുറിച്ചെടുത്തിട്ട് ഞാൻ എൻ്റെ കോപ്പി ഉണ്ടാക്കാൻ വേണ്ടി എന്താ ചെയ്തത്, അതിൻ്റെ ഐഡൻറ്റിക്കൽ കോപ്പീസ്, മൾട്ടിപ്പിൾ കോപ്പീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഞാൻ എന്താ ചെയ്തത്, ഒരു ബാക്ടീരിയയുടെ പ്ലാസ്മിഡ് എടുത്തിട്ട് ആ പ്ലാസ്മിഡുമായി അങ്ങ് ഇൻ്റഗ്രേറ്റ് ചെയ്തു. എന്തിനാണ് അങ്ങനെ ചെയ്തത്? പ്ലാസ്മിഡിനൊരു ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉണ്ട്. ആ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷനുള്ള ഏതെങ്കിലും ഒരു DNAയുടെ പാർട്ടായിട്ട് ഇരുന്നാൽ മാത്രമേ എൻ്റെ DNA അഥവാ എൻ്റെ ഇൻസുലിൻ ജീൻ എന്ത് ചെയ്യുകയുള്ളൂ, മൾട്ടിപ്ലൈ ചെയ്യുകയുള്ളൂ. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഓക്കെയാണോ മക്കളെ എല്ലാവരും? അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ ആദ്യമായി നടന്ന ജനറ്റിക് എഞ്ചിനീയറിംഗ് എക്സ്പെരിമെൻറ്റ് ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാമെന്നേ ഞാൻ പറയുന്നുള്ളൂ. ഇതുവരെ ചോദിച്ചിട്ടില്ല. എന്നാലും നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാതെ പോകുന്നത് ശരിയല്ല. അതായത് നോക്കൂ, ഫസ്റ്റ് ജനറ്റിക് എഞ്ചിനീയറിംഗ് എക്സ്പെരിമെൻറ്റ്, ലോകത്തിൽ ആദ്യം നടന്ന ജനറ്റിക് എഞ്ചിനീയറിംഗ് എക്സ്പെരിമെൻറ്റ് നോക്കൂ മക്കളെ. ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ഫസ്റ്റ് റീകോമിനൻ്റ് DNA എമർജ്ഡ് ഫ്രം ദ പോസിബിലിറ്റി ഓഫ് ലിങ്കിങ് എ ജീൻ എൻകോഡിങ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്. ഇവിടെ നിന്നൊരു 1 മാർക്കിൻ്റെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ലോകത്ത് ആദ്യമായി പ്രൊഡ്യൂസ് ചെയ്ത റീകോമിനൻ്റ് DNA എന്തായിരുന്നു? അതൊരു ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻ്റ് ജീനായിരുന്നു. ഒരു ബാക്ടീരിയയിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേക ജീനാണ്. ബാക്ടീരിയകൾക്ക് ആൻറ്റിബയോട്ടിക്കിനെതിരെ റെസിസ്റ്റൻസ് കൊടുക്കുന്ന ഒരു ജീനാണ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻ്റ് ജീൻ. വിത്ത് എ നേറ്റീവ് പ്ലാസ്മിഡ് ഓട്ടോണോമസ്ലി റെപ്ലിക്കേറ്റ് ഇൻ സർക്കുലാർ എക്സ്ട്രാ ക്രോമസോമൽ DNA. പ്ലാസ്മിഡ് എന്താണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയാണ്. നിങ്ങളോട് പ്ലാസ്മിഡ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈസി ആയിട്ട് പറയും. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താ മക്കളെ പ്ലാസ്മിഡ്? ഒരു ബാക്ടീരിയയിൽ കാണുന്ന പ്ലാസ്മിഡ് എന്താണെന്ന് നിങ്ങളോടൊന്ന് എഴുതാൻ പറഞ്ഞു. നിങ്ങൾ ഈസി ആയിട്ട് എഴുതും. എന്താണ് പ്ലാസ്മിഡ്? പ്ലാസ്മിഡ് ഈസ് ദ എക്സ്ട്രാ ക്രോമസോമൽ സ്മോൾ സർക്കുലാർ DNA പ്രസൻറ്റ് ഇൻ എ ബാക്ടീരിയ, പ്രസൻറ്റ് ഇൻ സം ബാക്ടീരിയ. ചില ബാക്ടീരിയകളിൽ കാണുന്ന എക്സ്ട്രാ ക്രോമസോമൽ സ്മോൾ സർക്കുലാർ DNAകളെ നമ്മൾ പറയുന്ന പേരാണ് പ്ലാസ്മിഡ്. അല്ലേ? ഫസ്റ്റ് ഇയറിൽ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ കൃത്യമായി പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എന്താ പറഞ്ഞത്? ലോകത്തിൽ ആദ്യമായി നടന്ന ജനറ്റിക് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ജനറ്റിക് എക്സ്പെരിമെൻറ്റ് എങ്ങനെയായിരുന്നു മക്കളെ? ഒരു ബാക്ടീരിയയുടെ പ്ലാസ്മിഡിലിരുന്ന ഏത് ജീൻ? ഒരു ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻ്റ് ജീൻ ഉപയോഗിച്ചിട്ടാണ് ലോകത്തിൽ ആദ്യമായിട്ടൊരു ജനറ്റിക് എക്സ്പെരിമെൻറ്റ് നടന്നത്. ഓഫ് സാൽമൊണല്ല ടൈഫിമൂറിയം. ഏതായിരുന്നു ആ ബാക്ടീരിയയുടെ പേരെന്ന് പറഞ്ഞേ? സാൽമൊണല്ല ടൈഫിമൂറിയം എന്നായിരുന്നു ബാക്ടീരിയയുടെ പേര്. സാൽമൊണല്ല ടൈഫിമൂറിയം. Stanley Cohen and Herbert Boyer accomplished this in 1972 by isolating the antibiotic resistant gene by cutting out a piece of DNA from a plasmid which was responsible for conferring antibiotic resistance. അപ്പോൾ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസിന് കാരണമായ ഒരു ജീനിനെ ആരൊക്കെ ചേർന്ന്? സ്റ്റാൻലി കോഹനും ഹെർബർട്ട് ബോയറും കൂടെ ചേർന്ന് എന്ത് ചെയ്യുന്നു? ഒരു ബാക്ടീരിയയുടെ പ്ലാസ്മിഡിൽ നിന്ന് മുറിച്ചെടുക്കുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ എങ്ങനെയാണ് ഒരു എൻറ്റയർ സ്ട്രെച്ച് ഓഫ് DNAയിൽ നിന്ന് ഈ ജീൻ മാത്രം മുറിച്ചെടുക്കാൻ പറ്റുന്നത്? DNA നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന സാധനമല്ലല്ലോ. അപ്പോൾ എങ്ങനെ ഈ കൃത്യമായ ഒരു ജീൻ ലൊക്കേറ്റ് ചെയ്ത് ആ ജീനിനെ മാത്രം എനിക്ക് എങ്ങനെ മുറിച്ചെടുക്കാൻ പറ്റും? അപ്പോൾ അതിനുള്ള എല്ലാം ഉള്ള ഉത്തരം പുറകെ വരുന്നുണ്ട്. അപ്പോൾ നോക്കൂ, ലോകത്തിൽ ആദ്യമായി ജനറ്റിക് എക്സ്പെരിമെൻറ്റ് ചെയ്തത് ആരെല്ലാം? സ്റ്റാൻലി കോഹൻ ആൻഡ് ഹെർബർട്ട് ബോയർ. എന്താണ് ചെയ്തത്? 1972
1972 ചെയ്തത്. ആരിലാണ് ചെയ്തത്? സാൽമൊണല്ല ടൈഫിമൂറിയം എന്ന് പറയുന്ന ബാക്ടീരിയയിലാണ് ചെയ്തത്. സാൽമൊണല്ല ടൈഫിമൂറിയം എന്ന് പറയുന്ന ബാക്ടീരിയൽ. ഏത് ജീൻ ഉപയോഗിച്ചാണ് അവർ ചെയ്തത്? ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീൻ ഉപയോഗിച്ച്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി ഇവിടുന്ന്. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അതേ നോക്കൂ മക്കളെ. ചൂസ് ദ കറക്റ്റ് ആൻസർ. വിച്ച് ഓഫ് ദീസ് എൻസൈം റിമൂവ് ന്യൂക്ലിയോടൈഡ്സ് ഫ്രം ദ എൻഡ് ഓഫ് എ DNA? ഒരു DNA എൻഡിൽ നിന്ന് ന്യൂക്ലിയോടൈഡുകളെ റിമൂവ് ചെയ്യുന്ന എൻസൈം ഏതാണ്? നമുക്കറിയില്ല. ഓപ്ഷൻ തന്നിട്ടും കാര്യമില്ല, നമ്മൾ പഠിച്ചില്ല ഇതുവരെ. അടുത്തതും അതുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ദേ നോക്കൂ, ആ എൻസൈമിൻ്റെ പേര് ഇനി പഠിക്കാതെ നമുക്ക് ഉറക്കമില്ല. നമ്മൾ പഠിക്കാൻ പോവുക, ആ എൻസൈം ഏതാണെന്ന് പഠിക്കാൻ പോവുക. DNA എൻഡിൽ നിന്നും ന്യൂക്ലിയോടൈഡുകളെ റിമൂവ് ചെയ്യുന്ന എൻസൈം, അതായത് DNA കട്ട് ചെയ്യുന്ന എൻസൈം. അതിന് കട്ടിങ് ഓഫ് DNA എന്തോ നമുക്കറിയണം അല്ലേ? കട്ടിങ് ഓഫ് DNA എങ്ങനെ കട്ട് ചെയ്യാം? അതിനുപയോഗിക്കുന്ന എൻസൈമാണ് മക്കളെ ന്യൂക്ലിയേസ് എൻസൈം. ദ എൻസൈം യൂസ്ഡ് ടു കട്ട് DNA മോളിക്യൂൾ. DNA മോളിക്യൂളുകളെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻസൈമിൻ്റെ പേരാണ് ന്യൂക്ലിയേസ് എൻസൈം. ദീസ് ന്യൂക്ലിയേസ് എൻസൈം ആർ ഓഫ് 2 ടൈപ്സ്. 2 തരം ന്യൂക്ലിയേസ് എൻസൈമുകളുണ്ട്. ഏതൊക്കെയാണ്? എക്സോ ന്യൂക്ലിയേസ് ആൻഡ് എൻഡോ ന്യൂക്ലിയേസ്. എക്സോ ന്യൂക്ലിയേസും എൻഡോ ന്യൂക്ലിയേസ്. ഇതേ നോക്കൂ, എന്താണ് എക്സോ ന്യൂക്ലിയേസ്? ദ ന്യൂക്ലിയേസ് എൻസൈം ദാറ്റ് കട്ട് ദ എക്സ്റ്റീരിയർ പാർട്ട് ഓഫ് DNA. DNA എക്സ്റ്റീരിയർ പാർട്ടിനെ കട്ട് ചെയ്യുന്ന എൻസൈമുകളെ പറയുന്ന പേരാണ് എക്സോ ന്യൂക്ലിയസ്. അതൊരു DNA, ഒരു എൻറ്റയർ സ്ട്രെച്ച് ഓഫ് DNA ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ DNA എൻഡ് മാത്രം കട്ട് ചെയ്യുക. ഈ എൻഡ് റീജിയൻ മാത്രം കട്ട് ചെയ്യുക. ഈ എൻഡ് റീജിയൻ മാത്രം കട്ട് ചെയ്യുന്ന എൻസൈമുകളെ പറയുന്ന പേരാണ് എക്സോ ന്യൂക്ലിയസ് എൻസൈം. അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറയാം, റിമൂവ് ന്യൂക്ലിയോടൈഡ്സ് ഫ്രം ദ എൻഡ് ഓഫ് DNA. DNA എൻഡിൽ നിന്ന്, DNA നിർമ്മിച്ചിരിക്കുന്ന ന്യൂക്ലിയോടൈഡുകൾ കൊണ്ടാണ്. ആ ന്യൂക്ലിയോടൈഡുകളെ എൻഡിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന എൻസൈംസിനെ, ഈ എൻഡിലിരിക്കുന്ന ന്യൂക്ലിയോടൈഡ്സിനെ ഇങ്ങനെ റിമൂവ് ചെയ്യുന്ന എൻസൈംസിനെ പറയുന്ന പേരാണ് എക്സോ ന്യൂക്ലിയസ്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി, നമ്മുടെ ചോദ്യത്തിൻ്റെ ആൻസർ കിട്ടി. ചൂസ് ദ കറക്റ്റ് ആൻസർ. വിച്ച് ഓഫ് ദ ദീസ് എൻസൈം റിമൂവ് ന്യൂക്ലിയോടൈഡ്സ് ഫ്രം ദ എൻഡ് ഓഫ് ദ DNA? ഓപ്ഷൻ ഒന്നും വേണ്ട, ദാറ്റ് ഈസ് എക്സോ ന്യൂക്ലിയസ്. അതാരാണ്? എക്സോ ന്യൂക്ലിയസ് ആണ്. ഇതാ കിടക്കുന്ന ഉത്തരം, എക്സോ ന്യൂക്ലിയസ്. പക്ഷേ നമ്മൾ പഠിത്തം നിർത്തിയിട്ട് കാര്യമില്ല, നമ്മൾ ബാക്കിയും കൂടെ പഠിക്കണ്ടേ? ഒരു പക്ഷേ ഈ വർഷം എൻഡോ ന്യൂക്ലിയസുമായി ബന്ധപ്പെട്ട കാര്യമാണ് ചോദിക്കുന്നതെങ്കിലോ? നമുക്ക് നോക്കാം. എൻഡോ ന്യൂക്ലിയസ്, ദ ന്യൂക്ലിയസ് എൻസൈം ദാറ്റ് കട്ട് ദ ഇൻറ്റീരിയർ പാർട്ട് ഓഫ് DNA ഇൻറ്റീരിയർ പാർട്ടിൽ, ഉള്ളിൽ ഈ ഭാഗത്തൊക്കെ കട്ടുണ്ടാക്കുന്ന എൻസൈംസിനെ നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? എൻഡോ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. നോക്കൂ മക്കളെ, എക്സ്റ്റീരിയർ പാർട്ടി കട്ടുണ്ടാക്കിയതിനെ നമ്മൾ വിളിച്ച പേര് എക്സോ ന്യൂക്ലിയസ്. ഇൻറ്റീരിയർ പാർട്ടി കട്ടുണ്ടാക്കുന്നതിൻ്റെ പേര് എൻഡോ ന്യൂക്ലിയസ്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ നോക്കൂ, രണ്ടിനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന ഒരു ഡയഗ്രമാണ്. അതെ, എൻഡോ ന്യൂക്ലിയസ് എന്താ ചെയ്യുന്നത്? അകത്തല്ലേ കട്ടുണ്ടാക്കിയത്? ഈ ഒരു വലിയ DNA അകത്താണ് കട്ടുണ്ടാക്കിയത്. എന്നാൽ എക്സോ ന്യൂക്ലിയസ് നോക്കിയാൽ ഈ DNA എൻഡുകളാണ് മുറിച്ചത്. ഇവിടെ മുറിച്ചു, ഇവിടെ മുറിച്ചു. എൻഡുകൾ മാത്രമേ അതിന് മുറിക്കാൻ പറ്റൂ. എന്നാൽ ഇപ്പോഴും നിങ്ങൾ ചോദിക്കും, സാർ ഉള്ളിൽ കട്ട് ചെയ്യുന്ന എൻസൈമും ഉണ്ട്, പുറത്തോട്ട് കട്ട് ചെയ്യുന്ന എൻസൈമും ഉണ്ട്, പക്ഷേ നമുക്ക് വേണ്ട പാർട്ടിനെ മാത്രം കട്ട് ചെയ്യുന്ന ഏതെങ്കിലും എൻസൈം ഉണ്ടോ? നോക്കാം നമുക്ക്. അവിടുന്ന് ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട് നമ്മളോട്. ഡിസ്റ്റിങ്വിഷ്, ഇനി ഇവിടുന്ന് തന്നെ ചോദിച്ചൊരു ചോദ്യം നോക്കിയേ, ഡിസ്റ്റിങ്വിഷ് ദ ആക്ടിവിറ്റി ഓഫ് എൻഡോ ന്യൂക്ലിയസ് ആൻഡ് എക്സോ ന്യൂക്ലിയസ് എൻസൈം. ഈസി ആയിട്ട് പറഞ്ഞൂടെ? എൻഡോ ന്യൂക്ലിയസ് ആൻഡ് എക്സോ ന്യൂക്ലിയസ് ആർ 2 ന്യൂക്ലിയസ് എൻസൈംസ്. ആദ്യം അത് എഴുതണം, രണ്ടും ന്യൂക്ലിയസ് എൻസൈംസ് ആണ്. എന്താ എൻഡോ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ? ദ ന്യൂക്ലിയസ് എൻസൈം ദാറ്റ് കട്ട് ദ ഇൻറ്റീരിയർ പാർട്ട് ഓഫ് DNA. എന്താണ് എക്സോ ന്യൂക്ലിയസ് എൻസൈം? ദ ന്യൂക്ലിയസ് എൻസൈം ദാറ്റ് കട്ട് ദ എക്സ്റ്റീരിയർ പാർട്ട് ഓഫ് DNA. അതാണ് എക്സോ ന്യൂക്ലിയസ്. ഇനി നോക്കൂ മക്കളെ, അടുത്തതാണ് നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ഉത്തരം. എന്തോ നിങ്ങൾ ചോദിച്ചേ, സാർ ഒരു DNA നിന്നൊരു പ്രത്യേക ഭാഗത്തെ മാത്രം മുറിച്ചെടുക്കാൻ കഴിയുന്ന എൻസൈം ഉണ്ടോ? ഇതിപ്പോൾ എൻ്റെ ഇൻറ്റീരിയർ പാർട്ട് എന്ന് പറയുമ്പോൾ എല്ലാ പാർട്ടിനെയും കട്ട് ചെയ്യുമല്ലോ, പക്ഷേ എനിക്ക് വേണ്ടത് ഒരു പ്രത്യേക ജീനിനെ മാത്രമല്ലേ, അതിനെ മാത്രം കട്ട് ചെയ്യുന്ന എൻസൈം ഉണ്ടോ? ഉണ്ട്. ദാറ്റ് ഈസ് റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ്. ആ എൻസൈമിൻ്റെ പേരാണ് മക്കളെ റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ്. നോക്കൂ, ദ എൻഡോ ന്യൂക്ലിയസ് എൻസൈം അതൊരു എൻഡോ ന്യൂക്ലിയസ് ആണ്. DNA ഇൻറ്റീരിയർ പാർട്ടിനെ കട്ട് ചെയ്യുന്ന എൻസൈമാണ്. കാരണം ജീനുകൾ ഇരിക്കുന്നത് DNA ഇൻറ്റീരിയർ പാർട്ടിലാണ്. ഇറ്റ് ഈസ് ആൻ എൻഡോ ന്യൂക്ലിയസ് എൻസൈം ദാറ്റ് കട്ട് സ്പെസിഫിക് പാർട്ട് ഓഫ് DNA. DNA ചില പ്രത്യേക ഭാഗങ്ങളെ മാത്രം, അത് ചിലപ്പോൾ നമ്മുടെ ജീന് ഉൾപ്പെടും അല്ലേ, നമ്മുടെ ജീൻ ഉൾപ്പെടുന്ന ഒരു പ്രത്യേക ഭാഗത്തെ മാത്രം കട്ട് ചെയ്യാൻ കഴിയുന്ന എൻസൈംസിനെ പറയുന്ന പേരാണ് റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ നമ്മുടെ DNA ഒരുപാടധികം ജീനുകളില്ലേ, ഇതിനെ എല്ലാത്തിനെയും കട്ട് ചെയ്യാൻ വേറെ 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 റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് ഉണ്ടോ? ഉണ്ട്. ഏകദേശം ഇപ്പോൾ ലോകത്ത് ഏതാണ്ട് 900ഓളം 900ഓളം വിവിധ തരത്തിലുള്ള റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുപയോഗിച്ച് അത്യാവശ്യം നമുക്ക് വേണ്ട ജീനുകളെല്ലാം നമ്മുടെ പലതരത്തിലുള്ള ജീവികളുടെ DNA നമുക്ക് കട്ട് ചെയ്തെടുക്കാനും പറ്റും.
ഓക്കെ, അപ്പോൾ ഓരോ DNA ഓരോ ജീനുകളെയും കട്ട് ചെയ്യാൻ പ്രത്യേക റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഉണ്ട്. ഇപ്പോൾ ഇൻസുലിൻ ജീനാണ് നിങ്ങൾക്ക് കട്ട് ചെയ്യേണ്ടതെങ്കിൽ അതിന് പ്രത്യേക റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഉണ്ട്. അത് പോയി മേടിച്ചുകൊണ്ട് വരണം. അത് പോയി മേടിച്ചുകൊണ്ട് വന്നാലേ നിങ്ങൾക്ക് മനുഷ്യൻ്റെ DNA-യിൽ നിന്ന് ആ ഇൻസുലിൻ ജീൻ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. വേറെ ജീനാണ് നിങ്ങൾക്ക് കട്ട് ചെയ്യേണ്ടെങ്കിൽ ഈ എൻസൈം വെച്ച് പറ്റത്തില്ല, വേറെ എൻസൈം പോയി മേടിച്ചുകൊണ്ട് വരണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്ന ഒന്ന് ചുരുക്കി പറയുകയാണ്, 1 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ എഴുതണ്ടേ. അപ്പോൾ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്താണെന്ന് ചോദിച്ചാൽ ദ എൻഡോന്യൂക്ലിയസ് എൻസൈം ദാറ്റ് കട്ട് ദ സ്പെസിഫിക് പാർട്സ് ഓഫ് ദ DNA. വേണമെങ്കിൽ ബ്രാക്കറ്റിൽ ഇത് എങ്ങനെയും കൂടെ എഴുതി വെച്ചോ. ഇറ്റ് ഈസ് ആൻ എൻഡോന്യൂക്ലിയസ് എൻസൈം ദാറ്റ് ഹാവ് കൺട്രോൾഡ് ആക്ടിവിറ്റി. കൺട്രോൾഡ് ആക്ടിവിറ്റി ഉള്ള എൻഡോന്യൂക്ലിയസ് എൻസൈമാണ്. എന്ന് വെച്ചാൽ എൻഡോന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ DNA-യുടെ ഉള്ളിൽ കയറി എല്ലായിടത്തും കട്ടുണ്ടാക്കും. പക്ഷേ ഇന്ന് ചില പ്രത്യേക ഭാഗങ്ങളെ മാത്രമേ ഈ എൻഡോന്യൂക്ലിയസ് കട്ട് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് പറയാം റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഈസ് ആൻ എൻഡോന്യൂക്ലിയസ് എൻസൈം ദാറ്റ് ഹാവ് കൺട്രോൾഡ് ആക്ടിവിറ്റി എന്ന് പറയാം. ഓക്കെ, ഇത് രണ്ടും അതിൻ്റെ ഡെഫിനിഷൻ തന്നെയാണ്. ഇനി ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ബാക്ടീരിയ. എവിടെ നിന്നാണ് നമുക്ക് കിട്ടുക? ബാക്ടീരിയയിൽ നിന്നാണ് നമ്മൾ സാധാരണ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസുകൾ കളക്ട് ചെയ്യാറുള്ളത്. ഓക്കെ മക്കളെ, അടുത്ത നമുക്ക് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസുമായി ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോകാം. നോക്കി, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഇൻ റീകോമിനൻ്റ് DNA ടെക്നോളജി? റീകോമിനൻ്റ് DNA ടെക്നോളജിയിൽ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിൻ്റെ ഫംഗ്ഷൻ എന്താണ്, ജോലി എന്താണ്? ഇപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ എന്താണ് ഫംഗ്ഷൻ? ഇറ്റ് ഈസ് യൂസ്ഡ് ടു കട്ട് സ്പെസിഫിക് പാർട്സ് ഓഫ് DNA-യുടെ ചില പ്രത്യേക ഭാഗങ്ങളെ കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എൻസൈമാണ് ഏതെന്ന് പറയുന്നത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. അപ്പോൾ വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഇൻ റീകോമിനൻ്റ് DNA ടെക്നോളജി എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു കട്ട് സ്പെസിഫിക് പാർട്ട് ഓഫ് DNA, അല്ലെങ്കിൽ യൂസ്ഡ് ടു കട്ട് എ സ്പെസിഫിക് ജീൻ ഫ്രം എ DNA. ഒരു DNA-യിൽ നിന്നൊരു പ്രത്യേക ഭാഗം അല്ലെങ്കിൽ ഒരു പ്രത്യേക ജീൻ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻസൈമാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കി, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ദ റെസ്ട്രിക്ഷൻ എൻസൈം EcoR1 ഈസ് ഐസൊലേറ്റഡ് ഫ്രം ദ ബാക്ടീരിയം. EcoR1 എന്ന് പറയുന്ന റെസ്ട്രിക്ഷൻ എൻസൈം ഏത് ബാക്ടീരിയയിൽ നിന്നാണ് കിട്ടുന്നത്? നമ്മൾ പഠിച്ചില്ല, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. നമ്മൾ പഠിച്ചു വെച്ചേക്കാം, എന്നാലും നിങ്ങൾ ഈക്കോളിയാണ്, ഈക്കോളി അല്ലെങ്കിൽ എസ്ചെറീഷ്യ കോളി, പിന്നെ നമ്മൾ വിശദമായിട്ട് പഠിക്കും. ഓക്കെ, എന്തായാലും ഇപ്പം ഞാൻ എൻ്റെ ആൻസർ പറഞ്ഞു എന്ന് കരുതി നിങ്ങളിപ്പോൾ അത് കാണാതൊന്നും പഠിച്ചു വയ്ക്കേണ്ട. ഞാൻ കുറച്ച് മുന്നോട്ട് വരുമ്പോൾ കാര്യമായിട്ട് തന്നെ അത് പഠിപ്പിക്കാം. ഓക്കെ, ദ ഫസ്റ്റ് റെസ്ട്രിക്ഷൻ, നമ്മൾ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് കണ്ടുപിടിക്കപ്പെട്ട ചരിത്രമാണ് നോക്കുന്നത്. നമ്മൾ ബയോടെക്നോളജി പറഞ്ഞപ്പോൾ ആദ്യത്തെ ജനറ്റിക് എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് പറഞ്ഞില്ലേ? ഓക്കെ, ഇവിടെ നോക്കൂ, ദ ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഈസ് HindII. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ലോകത്തിലെ ആദ്യത്തെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഏതാണ്? HindII, whose functioning dependent on a specific DNA nucleotide sequence was isolated and characterized 5 years later. ഏതാനും വർഷങ്ങൾക്ക് ശേഷം അതായത് HindII എന്ന് പറയുന്ന ലോകത്തിലെ ആദ്യത്തെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിനെ കണ്ടുപിടിച്ചു. അപ്പോൾ മനസ്സിലായി, അതൊരു DNA-യുടെ ഒരു പ്രത്യേക ഭാഗത്തെയാണ് കട്ട് ചെയ്യുന്നത്. ആ ഭാഗം ഏതാണെന്ന് പിന്നീട് ഐസൊലേറ്റ് ചെയ്ത് കട്ട് ചെയ്ത് പുറത്തെടുത്ത് നമ്മൾ പഠിക്കാൻ ഏതാണ്ട് 5 വർഷം കഴിഞ്ഞു. 5 വർഷത്തിന് ശേഷം ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് HindII ഓൾവേസ് കട്ട് DNA molecules അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് ബൈ റെക്കഗ്നൈസിങ് എ സ്പെസിഫിക് സീക്വൻസ് ഓഫ് 6 ബേസ് പെയേഴ്സ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി, ഈ പറയുന്ന HindII എന്ന് പറയുന്ന ലോകത്തിലെ ആദ്യത്തെ റെസ്ട്രിക്ഷൻ എൻസൈം കട്ട് ചെയ്യുന്നത് DNA-യിലെ ഒരു പ്രത്യേക ഭാഗത്തെയാണ്, ഒരു പർട്ടിക്കുലർ പോയിന്റിനെയാണ്. ബൈ റെക്കഗ്നൈസിങ്, എങ്ങനെയാണത് ആ പ്രത്യേക പോയിന്റിനെ കണ്ടുപിടിക്കുന്നത്? ബൈ റെക്കഗ്നൈസിങ് എ സ്പെസിഫിക് സീക്വൻസ് ഓഫ് 6 ബേസ് പെയേഴ്സ്. 6 ബേസ് പെയറുകൾ അടങ്ങിയ ഒരു പ്രത്യേക സീക്വൻസിലൂടെയാണ്. ആൻഡ് ദിസ് സീക്വൻസ് ഈസ് കോൾഡ് റെക്കഗ്നീഷൻ സൈറ്റ്. ഈ സീക്വൻസിനെ നമ്മൾ പറയുന്ന പേരാണ് റെക്കഗ്നീഷൻ സൈറ്റ്. അതായത് ഒരു റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഒരു DNA-യിൽ എവിടെയാണ് കട്ടുണ്ടാക്കേണ്ടത് എന്ന് കൃത്യമായി തിരിച്ചറിയുന്ന 6 ന്യൂക്ലിയോടൈഡുകൾ അടങ്ങിയ ഒരു DNA-യുടെ ഭാഗത്തെ നമ്മൾ പറയുന്ന പേരാണ് റെക്കഗ്നീഷൻ സൈറ്റ് എന്ന് പറയും. എന്തു പറയും? റെക്കഗ്നീഷൻ സൈറ്റ്. ഇനി ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, ദ ജനറ്റിക് എഞ്ചിനീയറിംഗ്, അടുത്തൊരു ചോദ്യമാണ്. ദ ജനറ്റിക് എഞ്ചിനീയറിംഗ് ഇൻക്ലൂഡ് ക്രിയേഷൻ ഓഫ് റീകോമിനൻ്റ് DNA വിത്ത് ദ ഹെൽപ്പ് ഓഫ് റെസ്ട്രിക്ഷൻ എൻസൈം. എക്സ്പ്ലെയിൻ റീകോമിനൻ്റ് DNA ടെക്നോളജി. ഈ ചോദ്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങിയപ്പോൾ ബയോടെക്നോളജി ഒക്കെ പറഞ്ഞ സമയത്ത് അല്ലെങ്കിൽ ജനറ്റിക് എഞ്ചിനീയറിംഗ് ഒക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ അന്നേരം ഡിസ്കസ് ചെയ്യാതെ വിട്ടു. എന്തായിരുന്നു? വാട്ട് ഈസ് റെസ്ട്രിക്ഷൻ എൻസൈം? നെയിം എ റെസ്ട്രിക്ഷൻ എൻസൈം. എന്താണ് ഒരു റെസ്ട്രിക്ഷൻ എൻസൈം? അതിനൊരു എക്സാമ്പിൾ എഴുതുക. ഒരു റെസ്ട്രിക്ഷൻ എൻസൈം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞേ. റെസ്ട്രിക്ഷൻ എൻസൈംസ് ആർ ദ എൻസൈംസ് യൂസ്ഡ് ടു കട്ട് സ്പെസിഫിക് പാർട്ട് ഓഫ് DNA. എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു HindII. ലോകത്തിലെ ആദ്യത്തെ റെസ്ട്രിക്ഷൻ എൻസൈമിൻ്റെ പേര് HindII. ബ്രാക്കറ്റിൽ എഴുതി വയ്ക്കുക, ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഡിസ്കവേർഡ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്നും കൂടെ എഴുതി വയ്ക്കുക. ഓക്കെ, ഇനി നോക്കുക അടുത്തത്.
നെയിം ദ എൻസൈം നോൺ ആസ് മോളിക്കുലാർ സിസേഴ്സ്, ഗീവ് ആൻ എക്സാമ്പിൾ ഓഫ് സച്ച് എൻസൈം. അപ്പോൾ അടുത്ത ചോദ്യം നോക്കിയാൽ മോളിക്കുലാർ സിസേഴ്സ് എന്നറിയപ്പെടുന്ന എൻസൈം ഏതാണ്? ഒരു സംശയവും വേണ്ട, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈമിനെ തന്നെയാണ് നമ്മൾ മോളിക്കുലാർ സിസേഴ്സ് എന്ന് വിളിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു കട്ട് എ മോളിക്യൂൾ. ഒരു മോളിക്യൂൾ കട്ട് ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. DNA എന്ന് പറയുന്ന മോളിക്യൂൾ കട്ട് ചെയ്യാനാണ് ഇതിനെ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പറയും ഇറ്റ് ഈസ് എ മോളിക്കുലാർ സിസേഴ്സ്. അതുകൊണ്ട് അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് മോളിക്കുലാർ സിസേഴ്സ്. ഓക്കെ, ഇനി നോക്കൂ, ഡാഷ് ആർ ദ എൻസൈംസ് യൂസ്ഡ് ഫോർ കട്ടിംഗ് ദ DNA molecule into fragment. An example for this type of enzyme is EcoR1. അപ്പോൾ ഇതേതാണ്? ഇവിടെ എന്താണ് എഴുതേണ്ടത്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണല്ലോ. ഇവിടെ നമ്മൾ ഇങ്ങനെ എഴുതും, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. വൈ ഡസ് ഈക്കോ ആർ ആൻഡ് 1 സ്റ്റാൻഡ്സ് ഫോർ? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇതേ നോക്കിയേ, ഈ ഈക്കോ R1 എന്ന് പറയുന്ന എൻസൈമിൽ ഈ ഇയും സിഒയും ആറും 1ഉം ഒക്കെ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അപ്പം നമുക്ക് എങ്ങനെയാണ് റെസ്ട്രിക്ഷൻ എൻസൈമിന് പേര് കൊടുക്കുന്നത് എന്ന് അറിഞ്ഞാലല്ലേ ഈ പറയുന്ന ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കിയോ, നെയിമിംഗ് ഓഫ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈമിന് പേര് കൊടുക്കുന്നത് എങ്ങനെ? ഇതാ നോക്ക്, the first letter of the name comes from the genus and the second 2 letters comes from the species. അപ്പോൾ ഒരു റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിന് നിങ്ങൾ പേര് കൊടുക്കുമ്പോൾ അതിൽ ആദ്യത്തെ ലെറ്റർ എന്തിനെ സൂചിപ്പിക്കുന്നു? ജീനസ്. നമുക്ക് നോക്കാം, ദേ ഈക്കോ R1 എന്നാണ് ഒരു എൻസൈമിൻ്റെ പേര്, ഒരു റെസ്ട്രിക്ഷൻ എൻസൈമിൻ്റെ പേരാണ്. അതിൽ ഈ എന്തിനെ സൂചിപ്പിക്കുന്നു? എസ്റ്ററീഷ്യ. അതെന്താണ്? അതിൻ്റെ ജീനസാണ്. ഒരു ബാക്ടീരിയയിൽ നിന്നാണ് നമ്മൾ ഈ പറയുന്ന റെസ്ട്രിക്ഷൻ എൻസൈംസ് എടുക്കുന്നത്, അല്ലേ? നമ്മൾ പറഞ്ഞു ഏതെങ്കിലും ബാക്ടീരിയകളിൽ നിന്നായിരിക്കും നമ്മൾ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈംസ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം കളക്ട് ചെയ്തത് എസ്റ്ററീഷ്യ കോളി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ ഈ എന്തിനെ സൂചിപ്പിക്കുന്നു? എസ്റ്ററീഷ്യ, അതിൻ്റെ ജീനസിനെ സൂചിപ്പിക്കുന്നു. ഇനി CO റെപ്രസെൻറ്റ് ദ സ്പീഷീസ്. കണ്ടോ, കോളി എന്നുള്ള സ്പീഷീസിൽ നിന്നാണ് CO വന്നത്. ഇനി നോക്കിയാൽ മക്കളെ എന്താ പറയുന്നതെന്ന്, ദ നെക്സ്റ്റ് ലെറ്റർ റെപ്രസെൻറ്റ് സ്ട്രെയിൻ ഓഫ് ദ ബാക്ടീരിയ. അടുത്തത് എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? സ്ട്രെയിൻ. R സ്റ്റാൻഡ്സ് ഫോർ റഫ് സ്ട്രെയിൻ. ബാക്ടീരിയകളുടെ സ്ട്രെയിൻ ആണ് റഫും സ്മൂത്തും. ഓക്കെ, റഫ് സ്ട്രെയിനും സ്മൂത്ത് സ്ട്രെയിനും. അപ്പോൾ R ആണെങ്കിൽ റഫ് സ്ട്രെയിൻ ആണ്, S ആണെങ്കിൽ സ്മൂത്ത് സ്ട്രെയിൻ ആണ്. അപ്പോൾ ഇവിടെ റഫ് സ്ട്രെയിൻ ആണ്, സ്ട്രെയിൻ ഓഫ് ദ ബാക്ടീരിയ ആണ് സൂചിപ്പിക്കുന്നത്. ഇനി നോക്കിയേ, ഇനി 1 എന്ന് പറഞ്ഞൊരെണ്ണം കൊടുത്തിട്ടുണ്ട് അല്ലേ. ദ റോമൻ നമ്പേഴ്സ് ഫോളോയിങ് ദ നെയിംസ് ഇൻഡിക്കേറ്റ് ഓർഡർ ഇൻ വിച്ച് ദ എൻസൈംസ് വെയർ ഐസൊലേറ്റഡ്. അപ്പോൾ ഒരു ബാക്ടീരിയയിൽ നമുക്ക് ഒരു എൻസൈം ആയിരിക്കത്തില്ല കിട്ടുന്നത്. ആദ്യം കിട്ടുന്നതിന് 1 എന്ന് കൊടുക്കും. രണ്ടാമത് ഇപ്പോൾ ഈ കോളിയുടെ റഫ് സ്ട്രെയിനിൽ നിന്ന് നമുക്ക് ആദ്യം കിട്ടിയതിന് ഈക്കോ R1 എന്ന പേര് കൊടുത്തു. അപ്പോൾ രണ്ടാമത് കിട്ടിയതിനോ ഈക്കോ R2, മൂന്നാമത് കിട്ടുന്നതിന് ഈക്കോ R3, അങ്ങനെയായിരിക്കും. എത്രാമതാണോ അത് ഐസൊലേറ്റ് ചെയ്തത് ആ ഒരു ഓർഡറിലാണ് അവയ്ക്ക് പേര് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കുഞ്ഞ് കൺഫ്യൂഷൻ മനസ്സിൽ തോന്നാം. ഇപ്പോൾ സാറിനോട് ചോദിക്കാതെ എന്താണത്? ഹിൻഡ് 2, ലോകത്തിലെ ആദ്യത്തെ എൻസൈമിൻ്റെ പേര്, ലോകത്തിൽ ആദ്യമായി കണ്ടുപിടിക്കപ്പെട്ട റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിൻ്റെ പേര് ഹിൻഡ് 2 എന്നല്ലേ സാറ് പറഞ്ഞു? എന്നാൽ പിന്നെ അതിന് ഹിൻഡ് 1 എന്നെന്താ പേര് കൊടുക്കാഞ്ഞേ? ഇതൊരു ചോദ്യമല്ലേ? അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ ആദ്യം കണ്ടെത്തിയ എൻസൈം അല്ല ആദ്യം ഐസൊലേറ്റ് ചെയ്തത്, അതാണ് കാര്യം. ഇപ്പോൾ ഹിൻഡ് 2നെ ആദ്യം കണ്ടെത്തി, പക്ഷേ ബാക്ടീരിയയിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അത് രണ്ടാമതാണ് വന്നത്. ആദ്യം വന്നത് മറ്റാരോ ഒരാളായിരുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം വന്നയാളിന് ഹിൻഡ് 1 എന്നും പേര് കൊടുത്തിട്ടുണ്ടാവും. രണ്ടാമത് വന്നയാളെയാണ് ആദ്യം കണ്ടത്. മനസ്സിലായില്ലേ? ആദ്യം കണ്ട ആളെ എക്സ്ട്രാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ വന്നത് വേറൊരാളായിരുന്നു. പക്ഷേ രണ്ടാമത് ഈ ആൾ തന്നെ വന്നു, കണ്ട ആൾ തന്നെ വന്നു. അതുകൊണ്ട് അയാൾക്ക് ഹിൻഡ് 2, ഓർഡർ ഓഫ് ഐസൊലേഷൻ. കണ്ടുപിടിച്ച ഓർഡർ അല്ല നമ്മൾ കൊടുക്കുന്നത്, എത്രാമതാണ് ഐസൊലേറ്റ് ചെയ്തത് എന്ന വെച്ചിട്ടാണ് നമ്മുടെ റോമൻ ലെറ്ററിൽ പേര് കൊടുക്കുന്നത്. ഓക്കെ, ഈക്കോ R1. അപ്പോൾ അതിൽ ഓരോന്നും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ഇപ്പം വളരെ കൃത്യമായി നിങ്ങൾക്ക് അറിയാമല്ലോ. ഐസൊലേറ്റഡ് ഫസ്റ്റ് ഫ്രം ദ ബാക്ടീരിയം. 1 കണ്ടോ, ഈക്കോ R1ലെ 1 എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഐസൊലേറ്റഡ് ഫസ്റ്റ് ഫ്രം ദ ബാക്ടീരിയം ഓർ ഓർഡർ ഓഫ് ഐസൊലേഷനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി the RE enzyme made cut by recognizing a specific sequence of 6 base pairs. നോക്കൂ മക്കളെ, ഈ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞതാണ് 6 ന്യൂക്ലിയോറ്റൈഡുകൾ അടങ്ങിയ അല്ലെങ്കിൽ 6 ബേസ് പെയറുകൾ അടങ്ങിയ ഒരു പ്രത്യേക DNA-യിലെ സീക്വൻസിനെയാണ് ആര് റെക്കഗ്നൈസ് ചെയ്യുന്നത്? RE എൻസൈം, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം റെക്കഗ്നൈസ് ചെയ്യുന്നത്. ദിസ് സ്പെസിഫിക് ബേസ് സീക്വൻസ് ഈസ് നോൺ ആസ് റെക്കഗ്നീഷൻ സീക്വൻസ്. ഈ സീക്വൻസിനെ നമ്മൾ അറിയപ്പെടുന്ന പേരാണ് റെക്കഗ്നീഷൻ സീക്വൻസ് അല്ലെങ്കിൽ റെക്കഗ്നീഷൻ സൈറ്റ്. പരീക്ഷയ്ക്ക് ചോദിക്കും, വാട്ട് ഈസ് എ റെക്കഗ്നീഷൻ സൈറ്റ്? എന്താണത്? ദ RE enzyme made cut by recognizing a specific sequence of 6 base pairs. This sequence is known as recognition sequence or recognizing site. ഇനി the recognition sites are generally പാലിൻഡ്രോമിക് സീക്വൻസ്. ഇതും പരീക്ഷയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. എന്താണ് പാലിൻഡ്രോമിക് സീക്വൻസ്? ഈ റെസ്ട്രിക്ഷൻ സൈറ്റുകൾ അഥവാ ഈ പറയുന്ന റെക്കഗ്നീഷൻ സൈറ്റുകൾ പൊതുവേ എന്തായിരിക്കും? പാലിൻഡ്രോമിക് ആയിരിക്കും. അപ്പം നോക്കാം മക്കളെ, എന്താണ് പാലിൻഡ്രോമിക് സീക്വൻസ് എന്ന്.
These are the DNA sequences that can be readable as the same in both the strands when it read in same direction. DNA-യിലെ രണ്ട് സ്ട്രാൻഡിലും ഒരേപോലെ വായിക്കാൻ പറ്റണം. എങ്ങനെ വായിക്കുമ്പോൾ? ഒരേ ഡയറക്ഷനിൽ വായിക്കും. അതേ നോക്ക് മക്കളെ, ഞാൻ ഒരെണ്ണം ഇവിടെ എഴുതുകയാണ്. ഇതൊരു DNA ആണ്. അപ്പോൾ ഇവിടെ ഞാൻ എഴുതുന്നു GAATTC. ഇതൊരു സീക്വൻസ് ആണ്, GAATTC. അപ്പം എൻ്റെ കോംപ്ലിമെൻ്ററി ഒന്ന് പറഞ്ഞേ. ജിയുടെ നേരെ സി വരും, എയുടെ നേരെ ടി വരും, എയുടെ നേരെ ടി വരും, ടിയുടെ നേരെ എ വരും, ടിയുടെ നേരെ എ വരും, സിയുടെ നേരെ ജി വരും. അപ്പോൾ നോക്കിയേ, ഇത് ഈ DNA-യുടെ 3-5' ഡയറക്ഷൻ, ഇത് 5-5' 3' ഡയറക്ഷൻ. ഇവിടുന്ന് 3' നിന്ന് 5' ഈ ഡയറക്ഷനിൽ നിങ്ങളൊന്ന് വായിച്ച ഈ സീക്വൻസ് GAATTC അല്ലേ. ഇനി ഈ ഓപ്പോസിറ്റ് സ്ട്രാൻഡിലും അതേ ഡയറക്ഷനിൽ നിങ്ങളൊന്ന് വായിച്ചേ. അതായത് 3' നിന്ന് ഇവിടെ നിങ്ങൾ 3' നിന്ന് 5' വായിച്ചേ. ഓപ്പോസിറ്റ് സ്ട്രാൻഡിലും 3' നിന്ന് 5' വായിച്ചേ GAATTC. അപ്പോൾ ഇതാണ് പാലൻഡ്രോമിക് സീക്വൻസ്. നോക്കിയേ, ദീസ് ആർ ഈ ഡെഫിനിഷൻ ഇതേപോലെ മക്കൾ പഠിച്ചു വെച്ചേക്കണം. ഇപ്പോൾ തന്നെ പഠിക്കണം, ഇപ്പോൾ തന്നെ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. ദീസ് ആർ അപ്പോൾ പാലൻഡ്രോമിക് സീക്വൻസസ് ആർ ദ DNA സീക്വൻസസ് ദാറ്റ് ക്യാൻ ബി റീഡബിൾ ആസ് ദ സെയിം ഇൻ ബോത്ത് ദ സ്റ്റാൻഡ്സ് വെൻ ഇറ്റ് റീഡ് ഇറ്റ് ഇൻ സെയിം ഡയറക്ഷൻ. ഒരേ ഡയറക്ഷനിൽ വായിക്കുമ്പോൾ ഒരേപോലെ ഇരിക്കുന്ന DNA സീക്വൻസുകളെ നമ്മൾ പറയുന്ന പേരാണെന്ത്? പാലൻഡ്രോമിക് സീക്വൻസ്. അതാണ് ഇവിടെ നിങ്ങൾ കാണുന്നത് GAATTC. ഈ GAATTC എന്ന് പറയുന്നത് ഈക്കോ R1, നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ഈക്കോ R1, എസ്റ്ററീഷ്യ കോളിയിൽ നിന്ന് എടുക്കുന്ന ഒരു റെസ്ട്രിക്ഷൻ എൻസൈമിൻ്റെ പേരാണ് ഈക്കോ R1. ആ ഈക്കോ R1 കട്ട് ചെയ്യുന്ന റെക്കഗ്നീഷൻ സൈറ്റ് അല്ലെങ്കിൽ ഈക്കോ R1 റെക്കഗ്നൈസ് ചെയ്യുന്ന സൈറ്റാണ് ഈ പറയുന്ന ഈ GAATTC. വേറെ എൻസൈംസിന് വേറെ സൈറ്റാണ്. അപ്പോൾ അങ്ങനെ കൂടുതൽ എൻസൈംസിനെ കുറിച്ചൊന്നും നമുക്ക് പഠിക്കാനില്ല. നമുക്ക് ആകെ ഈക്കോ R1നെ കുറിച്ച് മാത്രമേ പഠിക്കാനുള്ളൂ. ഓക്കെ, സാറേ പറയുന്നത് നമ്മൾ ഈ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഓരോ പോയിൻറ്സും പരീക്ഷയുടെ ഓരോ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, സാറേ NCERT ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ കവർ ചെയ്തല്ല പറയുന്നത്. എക്സാമിനേഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് എക്സാമിന് ഏറ്റവും ക്യാപ്സ്യൂളായിട്ട് എഴുതാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ നോട്ടുകളെല്ലാം റെഡിയാക്കിയിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഇത് വെച്ചിട്ട് നല്ല കൃത്യമായിട്ട് എഴുതിയെടുക്കുകയും ചെയ്യണം. നോട്ട്സ് നമ്മുടെ ആപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയും ചെയ്യും. ഓക്കെ, വിശദമായിട്ട് ഇനി ക്ലാസ് കേൾക്കണമെന്നുള്ളവർക്ക് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശദമായിട്ട് ക്ലാസ് കേൾക്കാനും പറ്റും. ഓക്കെ, ഇത് നമ്മുടെ എക്സാമിനേഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ പാലൻഡ്രോമിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദീസ് ആർ ദ DNA സീക്വൻസസ് ദാറ്റ് ക്യാൻ ബി റീഡബിൾ ആസ് ദ സെയിം ഇൻ ബോത്ത് ദ സ്ട്രാൻഡ്സ് വെൻ ഇറ്റ് റീഡ് ഇറ്റ് ഇൻ സെയിം ഡയറക്ഷൻ. ഒരേ ഡയറക്ഷനിൽ രണ്ട് സീക്വൻസിലും വായിക്കുമ്പോൾ ഒരേപോലെ ഇരിക്കുന്ന സീക്വൻസുകളെ നമ്മൾ പറയുന്ന പേരാണ് പാലൻഡ്രോമിക് സീക്വൻസ്. ഒരു DNA സ്ട്രാൻഡിൻ്റെ രണ്ട് സ്ട്രാൻഡിൽ നിന്നും ഒരേ ഡയറക്ഷനിൽ വായിക്കുമ്പോൾ ഒരുപോലെ ഇരിക്കുന്ന സീക്വൻസുകളാണ് പാലൻഡ്രോമിക് സീക്വൻസസ്. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, the given figure shows a sequence of DNA that can be cut down by restriction endonuclease. അതാണ്ട് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഉപയോഗിച്ച് കട്ട് ചെയ്ത ഒരു DNA സീക്വൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു ക്വസ്റ്റൻ ആയിരുന്നു, പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു. നമ്മുടെ ഇതേ ചിത്രം തന്നെ ചോദിച്ചിരിക്കുകയാണ്. ഈക്കോ R1 കട്ട് ചെയ്യുന്ന ഒരു സൈറ്റാണ് ഇവിടെ കാണിക്കുന്നത്. ജിയുടെയും എയുടെയും ഇടയ്ക്കാണ് ഇത് കട്ട് ഉണ്ടാക്കുന്നത്. കണ്ടില്ലേ, ജിയുടെ എയുടെ ഇടയ്ക്ക് കട്ട് ചെയ്തതായി ഇതിനെ ഇങ്ങനെ മാറ്റിയിരിക്കുന്നു. കണ്ടില്ലേ, ഇത്രയും ഭാഗം മുറിച്ച് മാറ്റിയിരിക്കുന്നു. ഫോറിൻ DNAയും അതേ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഉണ്ടെന്ന് മുറിക്കുന്നു. അതുകൊണ്ട് എന്താണ് ഗുണം? കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള രണ്ട് എൻഡുകൾ കിട്ടും. ഇവിടെയും ജിയുടെ എയുടെ ഇടയ്ക്കായിരിക്കും മുറിപ്പ് വരുന്നത് അല്ലേ. അപ്പോൾ ഇത് രണ്ടിനെയും കൂടെ ജോയിൻ ചെയ്യാൻ വളരെ ഈസിയാണ്. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ രണ്ടിനെയും ജോയിൻ ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് മാറ്റുന്നു. അതായത് നമ്മുടെ ഫോറിൻ DNA നമ്മുടെ വെക്റ്റർ DNA ആയിട്ടാണ് ആഡ് ചെയ്യേണ്ടത്. നമ്മുടെ ജീൻ ഓഫ് ഡിസയർ, നമുക്ക് ആവശ്യമുള്ള ജീൻ നമ്മൾ ആദ്യം അതിനെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് കൊണ്ട് കട്ട് ചെയ്യുന്നു. നമ്മളിനി വെക്കേണ്ട ഒരു വെക്റ്റർ ഉണ്ടല്ലേ, നമ്മുടെ ഒരു ബാക്ടീരിയയുടെ പ്ലാസ്മിഡ് ആവാം, എന്ത് വേണേലും ആയിക്കോട്ടെ. അപ്പോൾ അതിനെയും നമ്മൾ ആ സെയിം റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് കൊണ്ട് തന്നെ കട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ രണ്ട് കോംപ്ലിമെൻ്ററി എൻഡുകൾ കിട്ടുള്ളൂ. ഓക്കെ, ഇനി അപ്പോൾ ഇവിടെ നോക്കുന്നു, the given figure shows the sequence of DNA that can be cut down by restriction endonuclease. Name the sequence. ഈ സീക്വൻസിൻ്റെ പേര് എഴുതുക. റെക്കഗ്നീഷൻ സീക്വൻസ് അല്ലേ. ഈ സീക്വൻസിനെ നമ്മൾ എന്താ പറയുന്നത്? റെസ്ട്രിക്ഷൻ എൻസൈംസ് കട്ടുണ്ടാകുന്ന സീക്വൻസുകളെ നമ്മൾ പറയുന്ന പേര് ദാറ്റ് ഈസ് കാൾഡ് റെക്കഗ്നീഷൻ സീക്വൻസ്. ഇനി റൈറ്റ് ഡൗൺ ദ നെയിം ഓഫ് ദ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് വിച്ച് റെക്കഗ്നൈസസ് ദ എബവ് സീക്വൻസ്. മുകളിൽ പറഞ്ഞ ഈ സീക്വൻസിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന എൻസൈമിൻ്റെ പേരും കൂടെ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഏതാണ് എൻസൈം? ദാറ്റ് ഈസ് ഈക്കോ R1. ശരിയല്ലേ മക്കളെ? ഈക്കോ R1 ആണ് ആ എൻസൈം. ഓക്കെ, ഇനി ഒബ്സർവ് ദ ന്യൂക്ലിയേറ്റഡ് സീക്വൻസ് ഗിവൺ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന ന്യൂക്ലിയേറ്റഡ് സീക്വൻസ് നോക്കുക. അടുത്ത ചോദ്യം നമ്മളോട് ചോദിച്ചിരിക്കുന്നു. ഓക്കെ, നെയിം ദിസ് കൈൻഡ് ഓഫ് ന്യൂക്ലിയോറ്റൈഡ് സീക്വൻസ്. നെയിം ദിസ് കൈൻഡ് ഓഫ് ന്യൂക്ലിയോറ്റൈഡ് സീക്വൻസ്. ഇത്തരത്തിലുള്ള ന്യൂക്ലിയോറ്റൈഡ് സീക്വൻസിൻ്റെ പേരെഴുതുക.
അപ്പോൾ റെസ്ട്രിക്ഷൻ എൻസൈം കട്ടുണ്ടാക്കുന്ന സീക്വൻസിൻ്റെ പേരെഴുതാനല്ല പറയുന്നത്, ഇത്തരത്തിലുള്ള സീക്വൻസുകളുടെ DNA സീക്വൻസിൻ്റെ പേരെഴുതാനാണ് പറയുന്നത്. അപ്പോൾ GAATTC തിരിച്ചു വായിക്കുമ്പോഴും GAATTC എന്താണ് ഇതിൻ്റെ പേര്? പാലിൻഡ്രോമിക് സീക്വൻസ്. ശരിയല്ലേ? ഇങ്ങനത്തെ സീക്വൻസുകളെ നമ്മൾ പറയുന്ന പേര് പാലിൻഡ്രോമിക് സീക്വൻസ്. എന്നാൽ നേരത്തെ നിങ്ങൾ ചോദിക്കുക എന്തുകൊണ്ടാണ് സാർ ഇവിടെ സാറ് പാലിൻഡ്രോമിക് സീക്വൻസ് എന്ന് എഴുതാതെ റെക്കഗ്നീഷൻ സൈറ്റ് എന്ന് എഴുതിയത്? കാരണം ഇവിടെ പറയുന്നുണ്ട് the given figure shows sequence of DNA that can be cut down by restriction endonuclease. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് കട്ട് ചെയ്യുന്ന സൈറ്റിന് എന്തോ പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് റെക്കഗ്നീഷൻ സൈറ്റ്, അതിൻ്റെ പ്രത്യേകതയാണത് പാലൻഡ്രോമിക് ആണെന്ന് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ പാലൻഡ്രോമിക് ആണ്. ഇതാ ഇവിടെ ചോദിച്ചിരിക്കുന്നു ദിസ് കൈൻഡ് ഓഫ് സീക്വൻസിനെ എന്താണ് വിളിക്കുന്നത്? പാലൻഡ്രോമിക് സീക്വൻസ്. ഡിഫൈൻ ദ സീക്വൻസ്. എന്താണ് പാലൻഡ്രോമിക് സീക്വൻസ്? ദീസ് ആർ ദ DNA സീക്വൻസസ് വിച്ച് ക്യാൻ ബി റീഡബിൾ ആസ് ദ സെയിം ഇൻ ബോത്ത് ദ സ്ട്രാൻഡ്സ് വെൻ ഇറ്റ് റീഡ് ഇറ്റ് ഇൻ സെയിം ഡയറക്ഷൻ. ഒരേ ഡയറക്ഷനിൽ വായിക്കുമ്പോൾ രണ്ട് സ്ട്രാൻഡിൽ ഒരേപോലെ വായിക്കാൻ കഴിയുന്ന DNA സീക്വൻസുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാലൻഡ്രോമിക് സീക്വൻസസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ മക്കളെ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നു സെപ്പറേഷൻ ആൻഡ് ഐസൊലേഷൻ ഓഫ് DNA ഫ്രാഗ്മെൻറ്റ്സ്. DNA ഫ്രാഗ്മെൻറ്റുകളുടെ സെപ്പറേഷനും ഐസൊലേഷനും ശ്രദ്ധയോടെ കേൾക്കണം കേട്ടോ. നമ്മൾ ഇതുവരെ നമുക്കറിയാം, നമ്മളൊരു DNAയിൽ നിന്ന് ഒരു എൻറ്റയർ പീസ് ഓഫ് DNA, ഒരു എൻറ്റയർ DNAയിൽ നിന്ന് ഒരു ഫ്രാഗ്മെൻറ്റ് മാത്രം കട്ട് ചെയ്തെടുത്തു അല്ലേ? ഇനി ആ കട്ട് ചെയ്തെടുത്താൽ നമുക്കറിയാം ഒരു ടെസ്റ്റ് ട്യൂബിനകത്ത് ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ട് ഇതിനകത്തൊരു വലിയ DNA എടുത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പീസസ് നമുക്ക് കിട്ടും അല്ലേ? ഇങ്ങനെ ഒരുപാട് പീസസ് കിട്ടും. ഈ പീസസിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള DNA മാത്രം നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം. നമുക്കൊരു കുഞ്ഞു ഫ്രാഗ്മെൻറ്റ് മതി. നമുക്കൊരു ജീനാണ് വേണ്ടത്. ഇപ്പോൾ നമ്മുടെ ഹ്യൂമൻ DNAയിൽ നിന്ന് ഇൻസുലിൻ ജീൻ എടുക്കുന്ന കാര്യം ഞാൻ പറയുകയാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഒരു DNA ആയിട്ടായിരിക്കത്തില്ലോ നമ്മൾ എന്തായാലും എക്സ്പെരിമെൻറ്റിന് വേണ്ടി സെലക്ട് ചെയ്യുക. ഒരുപാടധികം DNA എടുക്കും, അതിൽ നിന്നെല്ലാം ഇൻസുലിൻ ജീനും കട്ട് ചെയ്തെടുക്കും. അപ്പോൾ ആ കട്ട് ചെയ്തെടുത്ത DNA, അതായത് ഇൻസുലിൻ ജീനും ബാക്കി DNAയുടെ പീസസും എല്ലാം കൂടെ മിക്സായി കിടക്കുകയാണ്, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം. അങ്ങനെ സെപ്പറേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസ്. ഇതിനെ നമ്മൾ ചുരുക്കി ഏജ് എന്ന് വിളിക്കാറുണ്ട്. ഏജ്, അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഫോം പോലെ തവണ ചോദിച്ചിട്ടുണ്ട്. ഏജ് എന്നുള്ളതിൻ്റെ ഫുൾ ഫോം എന്താണ്? അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസ്. ഇനി നിങ്ങൾ അറിയേണ്ടത്, അപ്പോൾ വാട്ട് ഈസ് ദ യൂസ് ഓഫ് അഗറോസ് ജെൽ ഇലക്ട്രോഫോറസിസ്? അഗറോസ് ജെൽ ഇലക്ട്രോഫോറസിൻ്റെ യൂസ് എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് DNA ഫ്രാഗ്മെൻറ്റ്സ്. ഇപ്പോൾ നമ്മൾ മുറിച്ചെടുത്ത DNA ഫ്രാഗ്മെൻറ്റുകളെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്റ്റെപ്സ് ഓഫ് ഇലക്ട്രോഫോറസിസ്. ഇലക്ട്രോഫോറസിസിൻ്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് നോക്കുമ്പോൾ ഇതാണ് ഒരു ഇലക്ട്രോഫോററ്റിക് യൂണിറ്റ്. ഇതാണ് ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ വെൽസ് എന്ന് പറയുന്ന ഒരു ഭാഗം കാണാം. ഇവിടെയാണ് നമ്മൾ ആ DNA അടങ്ങിയ സൊല്യൂഷൻ, അതായത് നമ്മുടെ ഈ ടെസ്റ്റ് ട്യൂബിൽ ഇരിക്കുന്ന സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇവിടെയും ഇവിടെയും ഇവിടെയായിട്ടാണ്. എന്നിട്ട് ഇതിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെയും നിങ്ങൾക്കൊരു ഇലക്ട്രോഡ് കാണാം, ഇവിടെയും നിങ്ങൾക്കൊരു ഇലക്ട്രോഡ് കാണാം. ഇത് രണ്ടും ഇലക്ട്രോഫോറസിസ് യൂണിറ്റിൻ്റെ രണ്ട് ഇലക്ട്രോഡുകളാണ്. ഇത് പോസിറ്റീവ് ഇലക്ട്രോഡ് ആയിരിക്കും, ഇത് നെഗറ്റീവ് ഇലക്ട്രോഡ് ആയിരിക്കും. കാരണം DNA നെഗറ്റീവ്ലി ചാർജ്ഡാണ്, നിങ്ങൾക്കറിയാം. അപ്പം നെഗറ്റീവ് ചാർജുള്ള DNA എല്ലായ്പ്പോഴും എങ്ങോട്ടേ ട്രാവൽ ചെയ്യുള്ളൂ? പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രോഡിൻ്റെ അടുത്തേക്ക് ട്രാവൽ ചെയ്യുള്ളൂ. അപ്പോൾ ഒരു സൈഡിൽ വെല്ലപ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജിൻ്റെ അടുത്ത്, പോസിറ്റീവ് ചാർജിൻ്റെ അടുത്ത് നമ്മൾ എന്താണ് ഒരു ഇലക്ട്രോഡ് വെച്ചിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വെല്ലിനകത്ത് നമ്മൾ ഈ DNAയുടെ സൊല്യൂഷൻ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞ് ഇവിടെ ഇലക്ട്രോഡിൽ ചാർജും ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യും? ഈ DNA നടുക്കുള്ള ഈ പറയുന്ന ജെല്ലിലൂടെ, അതായത് ഇവിടെ നമ്മളൊരു ജെല്ല് പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് ഇത്രയും ഭാഗത്ത് നമ്മളൊരു ജെല്ല്, ഈ ഭാഗത്തെല്ലാം നമ്മളൊരു ജെല്ല് പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്താണ് ആ ജെല്ല്? അഗറോസ് എന്ന് പറയുന്ന പൗഡർ കൊണ്ടുണ്ടാക്കിയ ഒരു ജെല്ലാണ് അഗറോസ് പൗഡർ. നിങ്ങൾ കേട്ടിട്ടുണ്ട് അഗർ ജെലീഡിയം, ഗ്രാസിലേറിയ മുതലായ ആൽഗകളിൽ നിന്നിരുന്ന അഗർ എന്ന് പറയുന്ന സബ്സ്റ്റൻസിൽ നിന്നെടുക്കുന്ന ഒരു ജെല്ലാണ് അഗറോസ് ജെൽ. അപ്പോൾ അഗറോസ് ജെല്ല് പ്ലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്ന ലോഡിങ് ഓഫ് സാമ്പിൾ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അതായത് ഈ വെൽസിനകത്ത് എന്ത് ഒഴിച്ചു കൊടുക്കുക? നമ്മുടെ DNAയുടെ സാമ്പിൾസ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? റണ്ണിങ് ഓഫ് സാമ്പിൾ, രണ്ടാമത്തെ സ്റ്റെപ്പാണ് റണ്ണിങ് ഓഫ് സാമ്പിൾ. അതായത് ഈ രണ്ട് ഇലക്ട്രോഡിനെയും ചാർജ് ചെയ്ത് കൊടുക്കുക. അതായത് ഇവിടെ പോസിറ്റീവ് ചാർജ് കൊടുക്കുക, നെഗറ്റീവ് ചാർജ് കൊടുക്കുക. സ്വാഭാവികമായും നെഗറ്റീവ് ചാർജുള്ള DNA എങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യാൻ തുടങ്ങും? പോസിറ്റീവ് ചാർജിൻ്റെ അടുത്തേക്ക് ട്രാവൽ ചെയ്യാൻ തുടങ്ങും. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ചുമന്ന ബാൻഡുകളായിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോകുന്നത് ആരാണ്? DNA ആണ്. അതിൽ തന്നെ നിങ്ങൾക്കറിയാം, അതിൽ ഏറ്റവും ചെറിയ കഷ്ണം ഏറ്റവും മുന്നിലായിരിക്കും പോകുന്നത് അല്ലേ? കാരണം എന്താ? ഈ പറയുന്ന ജെല്ലിലൂടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നീളം കൂടിയ കഷ്ണങ്ങൾ പതുക്കെയും നീളം കുറഞ്ഞ കഷ്ണങ്ങൾ മുന്നേയും പോകും അല്ലേ? അപ്പം മുന്നേ പോയ ഈ ചെറിയ കഷ്ണങ്ങളിലെ നമുക്ക് ആവശ്യം, കാരണം നമുക്ക് വേണ്ടത് ഒരു ജീൻ ഓഫ് ഇൻട്രസ്റ്റ് വളരെ ചെറുതാണ്, ഒരു ജീനാണ്. അപ്പോൾ അതാണ് ഏറ്റവും ചെറുത്. അപ്പോൾ അതായിരിക്കും ഏറ്റവും മുന്നേ ട്രാവൽ ചെയ്യുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് സ്റ്റെയിനിങ് ആണ് മക്കളെ. സ്റ്റെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താ? നമ്മൾ നിറം കൊടുക്കുക. നമ്മൾ DNA നമുക്ക് കാണാൻ പറ്റില്ലല്ലോ, DNAയുടെ ഈ ബാൻഡുകളെ നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ DNAയുടെ ബാൻഡുകളെ നമുക്ക് കാണണമെങ്കിൽ എത്തിഡിയം ബ്രോമൈഡ് എന്ന് പറയുന്ന ഒരു സ്റ്റെയിൻ ഉപയോഗിച്ച് നമ്മൾ സ്റ്റെയിൻ ചെയ്യണം.
മുമ്പ് ചോദിച്ചിട്ടുണ്ട് ഈ സ്റ്റെയിനിൻ്റെ പേര്. ഡി എൻ എക്ക് കളർ കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോഫോറസിൻ്റെ സമയത്ത് ഡി എൻ എക്ക് കളർ കൊടുക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റെയിനിൻ്റെ പേരെന്താണ്? വാട്ട് ഈസ് എ സ്റ്റെയിൻ? എത്തിഡിയം ബ്രോമൈഡ് എന്നാണ് സ്റ്റെയിനിൻ്റെ പേര്. അതിനുശേഷം നമുക്കിപ്പോൾ സ്റ്റെയിൻ ചെയ്താൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. അതിന് നമ്മൾ എന്ത് വേണം? യു വി ലൈറ്റ് അടിച്ച് നോക്കിയാൽ, ഈ സ്റ്റെയിനിൻ്റെ മുകളിൽ യു വി ലൈറ്റ് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്രൈറ്റ് ഓറഞ്ച് കളറിൽ, നല്ല ഓറഞ്ച് കളറിൽ നമുക്ക് ഈ ഡി എൻ എകളെ കാണാൻ പറ്റും. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഡി എൻ എ അതിൽ നിന്ന് എല്യൂഷൻ ചെയ്തെടുക്കണം. വാട്ട് ഈസ് എല്യൂഷൻ? പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് എല്യൂഷൻ? ദ പ്രോസസ് ഓഫ് കട്ടിംഗ് ഔട്ട് ദ ഡി എൻ എ ഫ്രാഗ്മെൻറ്റ് എലോങ് വിത്ത് ദ ജെൽ. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ട ഡി എൻ എ ഫ്രാഗ്മെൻ്റ് എങ്കിൽ ഈ ജെല്ലിനോടൊപ്പം താണ്ട് ഇതിനെ ഇനി കട്ട് ചെയ്തെടുക്കും. ഇത്ര എണ്ണത്തിനെ ഇനി കട്ട് ചെയ്തെടുക്കും. അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് എല്യൂഷൻ. അപ്പോൾ വാട്ട് യു മീൻ ബൈ എല്യൂഷൻ? എന്താണ് എല്യൂഷൻ എന്ന് പറഞ്ഞാൽ? ദ പ്രോസസ് ഓഫ് എക്സ്ട്രാക്റ്റിംഗ് ദ ഡി എൻ എ ഫ്രാഗ്മെൻറ്റ് ഫ്രം ദ ഇലക്ട്രോഫോറസിസ് എലോങ് വിത്ത് ദ ജെൽ. ജെല്ലിനോടൊപ്പം തന്നെ ഈ ഡി എൻ എ ഫ്രാഗ്മെൻറ്റിനെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് പുറത്തെടുക്കുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് എല്യൂഷൻ. അപ്പോൾ വാട്ട് ആർ ദ സ്റ്റെപ്സ് ഓഫ് ഇലക്ട്രോഫോറസിസ്? ഇലക്ട്രോഫോറസിൻ്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? ലോഡിങ് ഓഫ് സാമ്പിൾ. ആദ്യം നമ്മൾ ഈ ടെസ്റ്റ് ട്യൂബിലിരിക്കുന്ന സാമ്പിളിനെ ഇങ്ങോട്ട് ലോഡ് ചെയ്യുന്നു. അതിനുശേഷം പിന്നീട് ഈ വെൽസിനകത്തേക്ക് ലോഡ് ചെയ്യുന്നു. റണ്ണിങ് ഓഫ് സാമ്പിൾ, അതായത് നമ്മുടെ ഇലക്ട്രോഡ്സ് നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ സ്വാഭാവികമായി എന്ത് ചെയ്യും? ഈ പറയുന്ന വെല്ലിൽ നിന്നും ഈ പറയുന്ന ഡി എൻ എ ബാൻഡുകൾ ഒരു സൈഡിലേക്ക് ട്രാവൽ ചെയ്യും. ലാർജസ്റ്റ് പുറകെ പോവും, സ്മോളസ്റ്റ് മുന്നേ പോവും. ആ രീതിയിൽ ട്രാവൽ ചെയ്യും. അതിനുശേഷം സ്റ്റെയിനിങ് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള കുറേ സമയം കഴിയുമ്പോൾ നമ്മൾ ഈ ഇലക്ട്രോഡ്സ് എല്ലാം ഓഫ് ചെയ്തിട്ട് നമ്മൾ ഈ സെപ്പറേറ്റ് ആയിട്ടുള്ള ഡി എൻ എ സ്ട്രാൻഡ്സിനെ കാണാൻ വേണ്ടി എന്ത് ചെയ്യും? സ്റ്റെയിൻ ചെയ്യും. എന്തുപയോഗിച്ച് സ്റ്റെയിൻ ചെയ്യും? എത്തിഡിയം ബ്രോമൈഡ് ഉപയോഗിച്ച് സ്റ്റെയിൻ ചെയ്യും. എന്നിട്ട് യു വി ലൈറ്റ് ഉപയോഗിച്ച് അതിനെ വിസിബിൾ ആക്കും. അതിനുശേഷം നമ്മൾ എല്യൂഷൻ ചെയ്യും. വാട്ട് യു മീൻ ബൈ എല്യൂഷൻ? എന്താണ് എല്യൂഷൻ എന്ന് പറഞ്ഞാൽ? ദ പ്രോസസ് ഓഫ് എക്സ്ട്രാക്റ്റിംഗ് ഓർ കട്ടിംഗ് ഔട്ട് ദ ഡി എൻ എ ഫ്രാഗ്മെൻറ്റ് എലോങ് വിത്ത് ദ ജെൽ ഫ്രം ദ ഇലക്ട്രോഫോററ്റിക് പ്ലേറ്റ്. ഈ ഇലക്ട്രോഫോററ്റിക് പ്ലേറ്റിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള ഡി എൻ എ ഫ്രാഗ്മെൻറ്റിനെയും അതിൻ്റെ ചുറ്റും ഇരിക്കുന്ന ജെല്ലിനെയും കൂടെ കട്ട് ചെയ്ത് പുറത്തെടുക്കുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് എല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ മക്കളെ? അങ്ങനെയാണെങ്കിൽ നോക്കൂ മക്കളെ, ഇലക്ട്രോഫോറസിസുമായി ബന്ധപ്പെട്ട് മുമ്പ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം. ഇതേ നോക്കൂ. ഇൻ ജെൽ ഇലക്ട്രോഫോറസിസ് ദ സെപ്പറേറ്റഡ് ഡി എൻ എ ഫ്രാഗ്മെൻറ്റ്സ് ക്യാൻ ബി വിഷ്വലൈസ്ഡ് ആഫ്റ്റർ സ്റ്റെയിനിങ്. നെയിം ദ സ്റ്റെയിൻ യൂസ്ഡ് ഫോർ ഇറ്റ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആയിരുന്നു എന്ന്. നമ്മുടെ ഇലക്ട്രോഫോറസ് ഉപയോഗിച്ച് നമുക്ക് ഡി എൻ എ ഫ്രാഗ്മെൻറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്യാം. അവിടെ ഉപയോഗിക്കുന്ന സ്റ്റെയിൻ ഏതാണ്? നമുക്ക് ഈസി ആയിട്ട് ഉത്തരം പറയാനുള്ളത് ഏതാണത്? എത്തിഡിയം ബ്രോമൈഡ് അല്ലേ? എത്തിഡിയം ബ്രോമൈഡ്. അടുത്ത ക്വസ്റ്റൻ നോക്കാം. ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് പെയർ ആൻഡ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. ഇത് ഞാൻ ഇവിടെ ആഡ് ചെയ്തതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ റെസ്ട്രിക്ഷൻ എൻസൈം പറഞ്ഞപ്പോൾ മിസ്സായിപ്പോയ ഒരു കാര്യമാണ്. റെസ്ട്രിക്ഷൻ എൻസൈം കട്ടിംഗ് ഓഫ് ഡി എൻ എ ഡാഷ് ജോയിനിങ് ഓഫ് ഡി എൻ എ ഫ്രാഗ്മെൻറ്റ്സ്. അപ്പോൾ റെസ്ട്രിക്ഷൻ എൻസൈംസിനെ ഉപയോഗിച്ച് നമ്മൾ ഡി എൻ എ കട്ട് ചെയ്യുകയാണെങ്കിൽ ജോയിൻ ചെയ്യാൻ നമ്മൾ ആരെയാണ് യൂസ് ചെയ്യുന്നത്? ഡി എൻ എകളെ പരസ്പരം ജോയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ആരെയാണ്? ഡി എൻ എ ലിഗേസ്. മറന്നു പോരുത്, ഡി എൻ എകളെ പരസ്പരം ജോയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻസൈമിൻ്റെ പേരാണ് ഡി എൻ എ ലിഗേസ്. അത് നമ്മൾ റെസ്ട്രിക്ഷൻ എൻസൈം പഠിപ്പിച്ച് കഴിഞ്ഞപ്പോൾ പറയാൻ മിസ്സായിപ്പോയൊരു കാര്യമാണ്, ഓർത്ത് വെച്ചേക്കുക. ഡി എൻ എ ഫ്രാഗ്മെൻറ്റ്സിനെ പരസ്പരം ജോയിൻ ചെയ്യുന്ന എൻസൈമിൻ്റെ പേരാണ് ഡി എൻ എ ലിഗേസ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്തൊരു ചോദ്യം. ഐഡൻറ്റിഫൈ ദ ഫിഗർ ഗിവൺ ബിലോ ആൻഡ് എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ഇറ്റ്. ഓക്കെ, താഴെ പറയുന്ന ഫിഗർ ഏതാണെന്ന് എഴുതുക. ഏതാണത്? ദിസ് ഈസ് ഇലക്ട്രോഫോറസിസ്. ഇത് ഫിഗർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈസി ആയിട്ട് ഉത്തരം പറയും ദിസ് ഈസ് ഇലക്ട്രോഫോറസിസ്. നെയിം ഓർ എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ഇറ്റ്. ഇതിൻ്റെ പിന്നിലുള്ള പ്രിൻസിപ്പിൾ എന്താണ്? ഡി എൻ എ ഈസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആൻഡ് ഇറ്റ് ഗോസ് അല്ലെങ്കിൽ ഇറ്റ് മൂവ്സ് ടു ദ പോസിറ്റീവ് ഇലക്ട്രോഡിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യും. ആൻഡ് വെൻ ദ ഡി എൻ എ മൂവ്സ് ത്രൂ എ ജെൽ പ്ലേറ്റ്, ഡി എൻ എ ഒരു ജെൽ പ്ലേറ്റിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ സെപ്പറേറ്റ് അക്കോർഡിംഗ് ടു ഇറ്റ്സ് ലെങ്ത്. അതിൻ്റെ ലെങ്തിനനുസരിച്ച് അത് എന്ത് ചെയ്യും? സെപ്പറേറ്റ് ചെയ്യും. ലെങ്ത് കൂടിയ ഫ്രാഗ്മെൻറ്റ് പുറകെ പോവും, ലെങ്ത് കുറഞ്ഞ ഫ്രാഗ്മെൻറ്റ് മുന്നേ പോവും. അല്ലെങ്കിൽ സ്മോളസ്റ്റ് ഫ്രാഗ്മെൻറ്റ് മുമ്പേ പോവും, ലാർജസ്റ്റ് ഫ്രാഗ്മെൻറ്റ് പുറകെ പോവും. ഇതാണ് ഇതിൻ്റെ പിന്നിലുള്ള പ്രിൻസിപ്പിൾ. പ്രോസസ്സ് അല്ല നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്ന പ്രിൻസിപ്പിളാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പ്രിൻസിപ്പിളായിട്ട് പറയുക? ഡി എൻ എ ഈസ് നെഗറ്റീവ്ലി ചാർജ്ഡ്. ഡി എൻ എ നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് മൂവ്സ് ടു ദ പോസിറ്റീവ് ഇലക്ട്രോഡ്. ഇത് പോസിറ്റീവ് ഇലക്ട്രോഡിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യും. കൂടാതെ ഇന്നേ ജെൽ പ്ലേറ്റ്, ഒരു ജെൽ പ്ലേറ്റിനകത്ത് ഡി എൻ എ സെപ്പറേറ്റ്സ് ഓർ ഡി എൻ എ ഫ്രാഗ്മെൻറ്റ് സെപ്പറേറ്റ് അക്കോർഡിംഗ് ടു ദ
അക്കോർഡിംഗ് ടു ദ ലെങ്ത്. അതിൻ്റെ ലെങ്തിനനുസരിച്ച് DNA ഫ്രാഗ്മെൻറ്റ് എന്ത് ചെയ്യപ്പെടും? സെപ്പറേറ്റ് ചെയ്യപ്പെടും. ഇനി നോക്കൂ മക്കളെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ദ DNA ഫ്രാഗ്മെൻറ്റ്സ് ക്യാൻ ബി സെപ്പറേറ്റഡ് യൂസിങ് ജെൽ ഇലക്ട്രോഫോറസിസ്. നെയിം ദ ജെൽ യൂസ്ഡ് ഇൻ ദിസ് ടെക്നിക്. ഈ ടെക്നിക്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ജെൽ ഏതാണ്? ജെൽ ഏതാണ്? അഗാറോസ് ജെൽ. അഗാറോസ് ജെല്ലാണ്. ഇനി റൈറ്റ് ദ നെയിം ഓഫ് ദ ടെക്നിക് യൂസ്ഡ് ടു റിമൂവ് ദ DNA ഫ്രം ജെൽ. നോക്കിയടെ, റൈറ്റ് ദ നെയിം ഓഫ് ദ ടെക്നിക് യൂസ്ഡ് ടു റിമൂവ് ദ DNA ഫ്രം ദ ജെൽ. ജെല്ലിൽ നിന്ന് DNA റിമൂവ് ചെയ്യുന്ന ടെക്നിക്കിന് പറയുന്ന പേരെന്താണ്? ജെല്ലിൽ നിന്ന് DNA റിമൂവ് ചെയ്യുന്ന ടെക്നിക്കിന് പറയുന്ന പേരെന്താണ്? എന്താണ് ആ ടെക്നിക്കിന് പറയുന്ന പേര്? ദാറ്റ് ഈസ് കാൾഡ് എല്യൂഷൻ. പറഞ്ഞതല്ലേ? ദ സെപ്പറേറ്റിംഗ് ഓർ എക്സ്ട്രാക്ഷൻ ഓഫ് DNA അലോങ് വിത്ത് ദ ജെൽ ഫ്രം ദ ജെൽ പ്ലേറ്റ്. ജെൽ പ്ലേറ്റിൽ നിന്ന് കുറച്ച് ജെല്ലും കൂടെ ചേർത്ത് നമ്മൾ DNA മുറിച്ച് മാറ്റുന്നതിനെ പറയുന്ന പേരെന്താണ്? എല്യൂഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? ഇനി അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് ക്ലോണിംഗ് വെക്ടേഴ്സ്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഉറപ്പായിട്ടുള്ള ഒരു ചോദ്യമാണ് ക്ലോണിംഗ് വെക്ടേഴ്സ്. ക്ലോണിംഗ് വെക്ടേഴ്സുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത ഇതാണ് കുഞ്ഞുങ്ങളെ. ദ ഫോളോയിങ് ആർ ദ ഫീച്ചേഴ്സ് ആൻഡ് ദാറ്റ് ആർ റിക്വയർഡ് ഫോർ ഫെസിലിറ്റേറ്റിംഗ് ക്ലോണിംഗ് വെക്ടർ. അപ്പോൾ എന്താണ് ക്ലോണിംഗ് വെക്ടർ എന്ന് പറഞ്ഞാൽ? ക്ലോണിംഗ് വെക്ടർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ മുറിച്ചെടുത്ത ഒരു DNA ഉണ്ടല്ലോ, ആ DNA നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ. അപ്പോൾ ആ DNA നമ്മൾ ഏതെങ്കിലും ഒരു ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷനുള്ള ഏതെങ്കിലും ഒരു DNAയുടെ പാർട്ടാക്കി മാറ്റിയാൽ മാത്രമേ അതിനെ നമുക്ക് ക്ലോൺ ചെയ്യാൻ പറ്റൂ. അതായത് അതിൻ്റെ മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുള്ളൂ. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണോ അതാണ് ക്ലോണിംഗ് വെക്ടർ. പല സാധനങ്ങളെ നമുക്ക് ക്ലോണിംഗ് വെക്ടറായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ പ്ലാസ്മിഡിനെ യൂസ് ചെയ്യാം, മോഡിഫൈഡ് ആയിട്ടുള്ള ഏതെങ്കിലും പ്ലാസ്മിഡിനെ യൂസ് ചെയ്യാം, ബാക്ടീരിയോഫേജസിനെ യൂസ് ചെയ്യാം, അങ്ങനെ കോസ്മിഡ്സിനെ യൂസ് ചെയ്യാം, ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോംസ് യൂസ് ചെയ്യാം, അങ്ങനെ പല കാര്യങ്ങൾ യൂസ് ചെയ്യാം. പക്ഷേ നമ്മളിവിടെ പ്ലാസ്മിഡ് ഉപയോഗിക്കുന്ന കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഒരു ക്ലോണിംഗ് വെക്ടറിന് വേണ്ട ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇത് നമുക്ക് പഠിക്കാനുണ്ട്. 3 ഫീച്ചേഴ്സാണ് ഒരു ക്ലോണിംഗ് വെക്ടറിന് വേണ്ടത്. ഒന്ന്, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എന്തിനാണ് ഈ നമ്മുടെ ഏലിയൻ പീസ് ഓഫ് DNA, നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്ത DNA എന്തിനാണ് ഒരു വെക്ടറിൻ്റെ ഭാഗമാക്കുന്നത്? തന്നെ അതിനെ ക്ലോൺ ചെയ്യിപ്പിക്കാനാണ്, റെപ്ലിക്കേറ്റ് ചെയ്യിപ്പിക്കാനാണ്. അങ്ങനെ റെപ്ലിക്കേറ്റ് ചെയ്യണമെങ്കിൽ അതിനകത്ത് എന്ത് വേണം? ഒരു ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ വേണം. നമ്മൾ വെച്ച് കൊടുക്കുന്ന വെക്ടറിന് ഒരു ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ വേണം. നോക്കിയേ, ദിസ് ഈസ് എ സീക്വൻസ് ഫ്രം വെയർ ദ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട്. റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആകുന്ന സീക്വൻസിനെ നമ്മൾ വിളിക്കുന്ന പേര് ദ സീക്വൻസ് ഫ്രം വെയർ ദ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട്. റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആകുന്ന സീക്വൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. ആൻഡ് എനി പീസ് ഓഫ് DNA വെൻ ലിങ്ക്ഡ് ടു ദിസ് സീക്വൻസ് ക്യാൻ ബി മെയ്ഡ് ടു റെപ്ലിക്കേറ്റ് വിത്തിൻ ദ ഹോസ്റ്റ് സെൽ. നിങ്ങൾ ഏത് DNA ഇതിനോട് വെച്ച്, എനി പീസ് ഓഫ് DNA, ഏത് DNA ഇതിനോട് വെച്ച് നിങ്ങൾ ചേർത്താലും അതെന്തുമായിട്ട് ചേരും? ഈ പറയുന്ന ഹോസ്റ്റ് സെല്ലുമായിട്ട് ചേർന്ന് അത് റെപ്ലിക്കേറ്റ് ചെയ്യും. മനസ്സിലായോ? നിങ്ങളിപ്പോൾ ഒരു പ്ലാസ്മിഡാണ് എടുത്തത്, പ്ലാസ്മിഡിന് സ്വന്തമായിട്ട് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉണ്ട്. നിങ്ങൾ ഏതെങ്കിലും DNA അതിനകത്ത് വെച്ച് പിടിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ആ പ്ലാസ്മിഡ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ, അതായത് ആ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ആരുടെ റെപ്ലിക്കേഷനെയും കൺട്രോൾ ചെയ്യും, നിങ്ങൾ പുതുതായി വെച്ച് കൊടുത്ത ജീനിൻ്റെ റെപ്ലിക്കേഷനെയും കൺട്രോൾ ചെയ്യും. ഇനി നോക്കിയേ, വെൻ ലിങ്ക്ഡ് ടു ദിസ് സീക്വൻസ് ക്യാൻ ബി മെയ്ഡ് റെപ്ലിക്കേറ്റ് വിത്തിൻ ദ ഹോസ്റ്റ് സെൽ. ഹോസ്റ്റ് സെല്ലിനുള്ളിൽ ഇരുന്ന് അത് എന്ത് ചെയ്യാൻ തുടങ്ങും? റെപ്ലിക്കേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇനി രണ്ടാമത്തെ ഫീച്ചർ, ഒരു ക്ലോണിംഗ് വെക്ടറിന് വേണ്ട രണ്ടാമത്തെ ഫീച്ചറാണ് സെലക്റ്റബിൾ മാർക്കർ. നോക്കൂ മക്കളെ, ഇൻ അഡീഷൻ ടു ഒറി എന്ന് പറഞ്ഞാൽ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷനെ ചുരുക്കി നമ്മൾ വിളിക്കുന്ന പേരാണ് ഒറി. ORI സൈറ്റ് നമ്മൾ വിളിക്കും. ORI സൈറ്റ്. ദ വെക്ടർ റിക്വയർസ് എ സെലക്റ്റബിൾ മാർക്കർ വിച്ച് ഹെൽപ്സ് ഇൻ ഐഡൻറ്റിഫൈയിങ് ആൻഡ് എലിമിനേറ്റിംഗ് നോൺ ട്രാൻസ്ഫോർമെൻറ്റ്സ് ആൻഡ് സെലക്റ്റീവ്ലി പെർമിറ്റിംഗ് ദ ഗ്രോത്ത് ഓഫ് ട്രാൻസ്ഫോർമെൻറ്റ്സ്. അപ്പോൾ എന്തിനാണ് ഈ സെലക്റ്റബിൾ മാർക്കർ സഹായിക്കുന്നത്? സെലക്റ്റബിൾ മാർക്കർ ട്രാൻസ്ഫർമെൻസിൽ നിന്നും നോൺ ട്രാൻസ്ഫർമെൻസിനെ തിരിച്ചറിയാൻ. ഇപ്പോൾ നമ്മളൊരു ബാക്ടീരിയക്കകത്തേക്ക് നമ്മൾ പ്ലാസ്മിഡ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കുറേ പ്ലാസ്മിഡുകൾ ഉണ്ടാവും അല്ലേ? ഇതെല്ലാം ബാക്ടീരിയയുടെ പ്ലാസ്മിഡാണ്. കുറേ പ്ലാസ്മിഡ്സ് ഞാൻ എടുത്തു. എന്നിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ച കുറേ പീസ് ഓഫ് DNA ഇതിനകത്ത് ഇട്ട് കൊടുത്തു. ഇതിൽ ചില പ്ലാസ്മിഡിനകത്ത് മാത്രമല്ല ഈ DNA കയറും. ഇപ്പോൾ നോക്കിയാൽ 3 DNA ഉണ്ട്, 4 പ്ലാസ്മിഡും ഉണ്ട്. അപ്പോൾ 3 പ്ലാസ്മിഡിലേക്ക് മാക്സിമം ഈ DNA കയറുള്ളൂ. എല്ലാത്തിലും കയറണമെന്ന് തന്നെ ഇല്ല. ഇനി ഇതൊരു ബാക്ടീരിയക്കകത്തേക്ക് കയറി, ഇത് ചിലപ്പോൾ ഇതിനകത്തേക്ക് ഈ 1, 2, 3, 4 ഈ 1ാമത്തെയും 3ാമത്തെയും 4ാമത്തെയും പ്ലാസ്മിഡിൽ എൻ്റെ ജീൻ കയറി, പക്ഷേ ഈ ഒരു പ്ലാസ്മിഡിൽ കയറിയില്ല. അപ്പോൾ കയറിയതിനെയും കയറാത്തതിനെയും എങ്ങനെ തിരിച്ചറിയും? ഇത് തിരിച്ച് ഈ ബാക്ടീരിയയിലേക്ക് എത്തുമ്പോൾ എൻ്റെ ജീൻ കയറിയ ബാക്ടീരിയയെ മാത്രമേ ഞാൻ ട്രാൻസ്ഫോർമെൻ്റ് എന്ന് വിളിക്കുകയുള്ളൂ. അപ്പോൾ ആ ട്രാൻസ്ഫർമെൻ്റ് ബാക്ടീരിയയിൽ നിന്നും നോൺ ട്രാൻസ്ഫർമെൻ്റ് ബാക്ടീരിയയെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് വേണ്ടത്? സെലക്റ്റബിൾ മാർക്കർ. അപ്പോൾ സെലക്റ്റബിൾ മാർക്കർ ഈസ് എ സീക്വൻസ് ഓഫ് DNA ദാറ്റ് ഹെൽപ്സ് ഇൻ ഐഡൻറ്റിഫൈയിങ് ആൻഡ് എലിമിനേറ്റിംഗ് നോൺ ട്രാൻസ്ഫർമെൻറ്റ്സ് ആൻഡ് സെലക്റ്റീവ്ലി പെർമിറ്റിംഗ് ദ ഗ്രോത്ത് ഓഫ് ട്രാൻസ്ഫർമെൻറ്റ്സ്.
നോൺ ട്രാൻസ്ഫോർമെൻസിനെ ട്രാൻസ്ഫോർമെൻറ്റുകളിൽ നിന്ന് തിരിച്ചറിഞ്ഞ് അവയെ കളയുക, ട്രാൻസ്ഫോർമെൻസിനെ മാത്രം ഉപയോഗിക്കുക. അതിനു വേണ്ടിയിട്ടുള്ള DNA സീക്വൻസുകളെ നമ്മൾ പറയുന്ന പേരാണ്. കാരണം നമുക്ക് ട്രാൻസ്ഫോർമെൻസ് അല്ലേ വേണ്ടത്, നമ്മുടെ പ്ലാസ്മിഡ്, നമ്മുടെ ജീൻ കയറിയ പ്ലാസ്മിഡ്. ഏതാണ് ജീൻ കയറിയ പ്ലാസ്മിഡ്? 2 ഒഴിച്ച് ബാക്കിയുള്ളത് അല്ലേ, 1, 3, അതേപോലെ തന്നെ 4. അപ്പോൾ ഈ 1, 3, 4 എന്നീ പ്ലാസ്മിഡുകൾ കയറിയ ബാക്ടീരിയകളെ മാത്രം മതി നമുക്ക്. ഈ 2 കയറിയത് ജീൻ ഇല്ലാത്ത പ്ലാസ്മിഡാണ്, അത് കയറിയ ബാക്ടീരിയ നമുക്ക് വേണ്ട, അത് നോൺ ട്രാൻസ്ഫോർമെൻസ് ആണ്. അപ്പോൾ ട്രാൻസ്ഫോർമെൻറ്റ് ബാക്ടീരിയകളെയും നോൺ ട്രാൻസ്ഫോർമെൻറ്റ് ബാക്ടീരിയകളെയും നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു DNA ഫ്രാഗ്മെൻറ്റിൻ്റെ പേരാണ് ഏതെന്ന് പറയുന്നത്? സെലക്റ്റബിൾ മാർക്കർ എന്ന് പറയുന്നത്. നോർമലി ദ ജീൻസ് എൻകോഡിങ് റെസിസ്റ്റൻസ് ടു ആൻറ്റിബയോട്ടിക് such as ampicillin, chloramphenicol, tetracycline, kanamycin, etc. are considered useful selectable markers for E. coli. അപ്പോൾ E. കോളിക്കകത്ത് നമ്മൾ സാധാരണ സെലക്റ്റബിൾ മാർക്കേഴ്സായിട്ട് ഉപയോഗിക്കുന്ന ചില ജീനുകൾ എന്ന് പറയുന്നത് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീനുകളാണ്. സാധാരണഗതിയിൽ നമ്മൾ സെലക്റ്റബിൾ മാർക്കറായിട്ട് ഉപയോഗിക്കുന്നത് ആരെയാണ്? ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീനുകളെയാണ്. അത് ആംഫിസിലിൻ റെസിസ്റ്റൻറ്റ് ജീനാവാം, ക്ലോറാംഫെനിക്കോൾ റെസിസ്റ്റൻറ്റ് ജീനാവാം, ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് ജീനാവാം, കാനാമൈസിൻ്റെ ജീനാവാം. ഏതെങ്കിലും ഒരു ആൻറ്റിബയോട്ടിക്കിനെ റെസിസ്റ്റ് ചെയ്യുന്ന ജീനായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? സാധാരണ സെലക്റ്റബിൾ മാർക്കറായിട്ട് E. കോളിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ട്രാൻസ്ഫോർമേഷൻ എന്താണെന്ന് പറഞ്ഞല്ലോ. ട്രാൻസ്ഫോർമെൻസ്, നോൺ ട്രാൻസ്ഫോർമെൻസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് എന്താണെന്ന് പറയണം. എന്താണ് ട്രാൻസ്ഫോർമേഷൻ? ട്രാൻസ്ഫോർമേഷൻ ഈസ് എ പ്രൊസീജിയർ ത്രൂ വിച്ച് എ പീസ് ഓഫ് DNA ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു എ ഹോസ്റ്റ് ബാക്ടീരിയ. ഒരു ഹോസ്റ്റ് ബാക്ടീരിയത്തിലേക്ക് നമ്മൾ ഏതെങ്കിലും ഒരു DNA ഇൻട്രൊഡ്യൂസ് ചെയ്താൽ, അപ്പോൾ പ്ലാസ്മിഡിനകത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ ഒരു പീസ് ഓഫ് DNA നമ്മൾ കൊടുക്കുന്നത്, ഒരു ബാക്ടീരിയക്കുള്ളിലേക്ക് കടത്തിവിടുന്നത്. അങ്ങനെ കടത്തിവിട്ട DNA ലഭിക്കുകയാണെങ്കിൽ ആ ബാക്ടീരിയയിൽ ട്രാൻസ്ഫോർമേഷൻ നടന്നു എന്ന് നമുക്ക് പറയാം. ലഭിച്ചില്ലെങ്കിൽ അവിടെ ട്രാൻസ്ഫോർമേഷൻ നടന്നില്ല. അങ്ങനെ ട്രാൻസ്ഫോർമേഷൻ നടന്ന ബാക്ടീരിയകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ഫർമെൻറ്റ് ബാക്ടീരിയ. ട്രാൻസ്ഫോർമേഷൻ നടക്കാത്തതിനെ നമ്മൾ എന്ത് വിളിക്കും? നോൺ ട്രാൻസ്ഫർമെൻറ്റ് എന്ന് വിളിക്കും. ഓക്കെ ആണോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ക്ലോണിംഗ് വെക്ടറിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? 1 ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, 2 സെലക്റ്റബിൾ മാർക്കർ. ഇനി നോക്കൂ മക്കളെ, മൂന്നാമത്തതാണ് ക്ലോണിംഗ് സൈറ്റ്സ്. ക്ലോണിംഗ് സൈറ്റ് എന്താണ്? ക്ലോണിംഗ് സൈറ്റ്, in order to link the alien DNA, the vector need to have very few or preferably single recognition site for commonly used restriction enzyme. നമ്മുടെ നമ്മുടെ ക്ലോണിംഗ് വെക്ടറിനകത്ത് ഇനി വേണ്ടതാണ് റെക്കഗ്നീഷൻ സൈറ്റ് അഥവാ ക്ലോണിംഗ് സൈറ്റ്സ്. നമ്മുടെ DNA നമുക്ക് വെച്ച് പിടിപ്പിക്കണ്ടേ? അതായത് ഈ പറയുന്ന, ഇപ്പോൾ ഞാനിവിടെ PBR 322 എന്ന് പറയുന്ന ഒരു മോഡിഫൈഡ് പ്ലാസ്മിഡിൻ്റെ ഫോട്ടോ. ഇതെന്താണ്? ഒരു മോഡിഫൈഡ് പ്ലാസ്മിഡാണ്. അപ്പോൾ ഒരു മോഡിഫൈഡ് പ്ലാസ്മിഡിൻ്റെ ചിത്രം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മോഡിഫൈഡ് പ്ലാസ്മിഡിലേക്കാണ് എനിക്ക് എൻ്റെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് വെക്കേണ്ടത്, എൻ്റെ ജീൻ എനിക്ക് വെക്കേണ്ടതെങ്കിൽ ഞാൻ എൻ്റെ ജീൻ മുറിച്ചെടുത്തത് ഒരു പ്രത്യേക റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ചായിരിക്കുമല്ലോ, ആയിരിക്കും. അതേ റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ച് തന്നെ കട്ട് ചെയ്യാൻ പറ്റിയ ഒരു സൈറ്റ് എവിടെ വേണം? ഈ പറയുന്ന PBR 322, അതായത് എൻ്റെ വെക്ടറിനകത്ത് വേണം. അതില്ലെങ്കിൽ എനിക്ക് എൻ്റെ ജീൻ വെച്ച് പിടിപ്പിക്കാൻ പറ്റത്തില്ല അല്ലേ? അപ്പോൾ ഞാൻ ഏത് റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ച് എൻ്റെ ജീൻ കട്ട് ചെയ്തെടുത്തോ അതേ റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ച് തന്നെ കട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സ്ഥലം എവിടെയും വേണം? പ്ലാസ്മിഡിനകത്തും വേണം. അതായത് എൻ്റെ വെക്ടറിനകത്തും. പ്ലാസ്മിഡ് തന്നെ ആവണമെന്നില്ല വെക്ടർ, ഏത് വെക്ടറാണോ ആ വെക്ടറിലും വേണം. എങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ ഏലിയൻ പീസ് ഓഫ് DNA വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ദ റെക്കഗ്നീഷൻ സൈറ്റ് ഫോർ കോമൺലി യൂസ്ഡ് റെസ്ട്രിക്ഷൻ എൻസൈം ഈസ് കോൾഡ് ക്ലോണിംഗ് സൈറ്റ്. അപ്പോൾ ഒരു വെക്ടറിൽ കാണപ്പെടുന്ന ഒരു കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള ഒരു റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിനെ കട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു റെക്കഗ്നീഷൻ സൈറ്റിനെ നമ്മൾ പറയുന്ന പേര്, അല്ലെങ്കിൽ ഒന്നോ അതിലധികമോ, ഫ്യൂ എന്നാണ്, എ ഫ്യൂ, കുറച്ചേ കാണാവൂ. ആ റെക്കഗ്നീഷൻ സൈറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ദാറ്റ് ഈസ് കോൾഡ് ക്ലോണിംഗ് സൈറ്റ്സ് എന്ന് പറയും. എന്ത് പറയും? ക്ലോണിംഗ് സൈറ്റ്സ്. ഓക്കെ, ഇനി അതുപോലെ ഈ കാണിച്ചിരിക്കുന്ന ഒരു E. കോളിയുടെ ക്ലോണിംഗ് വെക്ടറാണ്. E. കോളിയിൽ നിന്ന് നമ്മളൊരു പ്ലാസ്മിഡ് പുറത്തെടുത്ത് ആ പ്ലാസ്മിഡിനെ നമ്മളൊരു മോഡിഫൈഡ് പ്ലാസ്മിഡ് ഒരു ക്ലോണിംഗ് വെക്ടറാക്കി മാറ്റി. അതിലെന്തൊക്കെയുണ്ട്? ഒറിയുണ്ട് അല്ലേ, ORI സൈറ്റ് ഉണ്ട്, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ 2 സെലക്റ്റബിൾ മാർക്കർ ഉണ്ട്. ഏതൊക്കെയാണ്? ആംഫിസിലിൻ റെസിസ്റ്റൻറ്റ് ജീൻ അഥവാ AMP-R. ഈ AMP-Rൻ്റെ ഫുൾ ഫോമാണ് ആംഫിസിലിൻ റെസിസ്റ്റൻറ്റ് ജീൻ. ആംഫിസിലിൻ റെസിസ്റ്റൻറ്റ് ജീൻ. അതുപോലെ തന്നെ നോക്കിയേ, TET-R എന്ന് എഴുതിയിട്ടുണ്ട്. TET-R, ടെട്രാസൈക്ലിൻ, അതൊരു ആൻറ്റിബയോട്ടിക്കാണ്. ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് ജീൻ. അപ്പോൾ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് ജീൻ. അപ്പോൾ ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട എന്തെന്ന് പറയുന്നത്?
സെലക്റ്റബിൾ മാർക്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കാണുന്ന 2 സെലക്റ്റബിൾ മാർക്കേഴ്സാണിത്. അപ്പോൾ ORI സൈറ്റും ഉണ്ട്, സെലക്റ്റബിൾ മാർക്കേഴ്സും ഉണ്ട്, 2 സെലക്റ്റബിൾ മാർക്കേഴ്സും ഉണ്ട്. ഇനി എന്താണ്? ക്ലോണിങ് സൈറ്റ്സ് ആണ് വേണ്ടത്. നോക്കി എത്ര ക്ലോണിങ് സൈറ്റ് ഉണ്ട്? ഹിൻഡ് 3യുടെ ഒരു ക്ലോണിങ് സൈറ്റ് ഉണ്ട്. അത് റെസ്ട്രിക്ഷൻ എൻസൈം അല്ലേ? ഹിൻഡ് 3യുടെ ഒരു ക്ലോണിങ് സൈറ്റ് ഉണ്ട്. CLA1ൻ്റെ ഒരു ക്ലോണിങ് സൈറ്റ് ഉണ്ട്. ഈക്കോ R1ൻ്റെ ഒരു ക്ലോണിങ് സൈറ്റ് ഉണ്ട്. PVU1ൻ്റെ ഒരു ക്ലോണിങ് സൈറ്റ് ഉണ്ട്. PST1ൻ്റെ ഒരു ക്ലോണിങ് സൈറ്റ് ഉണ്ട്. BAM H1ൻ്റെ ഒരു ക്ലോണിങ് സൈറ്റ് ഉണ്ട്. SAL1ൻ്റെ ഒരു ക്ലോണിങ് സൈറ്റ് ഉണ്ട്. PVU2. അപ്പോൾ ഈ ചുറ്റും ഈ കാണുന്നതെല്ലാം എന്താണ്? ക്ലോണിങ് സൈറ്റുകളാണ്. ഓക്കെ, ക്ലോണിങ് സൈറ്റ്സ്. അപ്പോൾ പ്രധാനമായിട്ടും ഒരു ക്ലോണിങ് വെക്ടറിന് വേണ്ട സവിശേഷതകളാണ് നമ്മൾ പറഞ്ഞത്. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ദ റീജിയൺ ഓഫ് DNA ഫ്രം വെയർ ദ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട്. ഒരു DNA യിൽ നിന്ന് റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തെ നമ്മൾ പറയുന്ന പേരാണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ അല്ലേ. അടുത്ത നമ്മൾ പറഞ്ഞു സെലക്റ്റബിൾ മാർക്കർ. എന്താണ് സെലക്റ്റബിൾ മാർക്കർ? ഇറ്റ് ഈസ് എ പീസ് ഓഫ് DNA ഓർ ജീൻ ദാറ്റ് ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ എന്താണ് ട്രാൻസ്ഫോർമെൻസ് ഫ്രം നോൺ ട്രാൻസ്ഫോർമെൻസ്, അല്ലെങ്കിൽ നോൺ ട്രാൻസ്ഫോർമെൻസ് ഫ്രം ട്രാൻസ്ഫോർമെൻസ്. ട്രാൻസ്ഫോർമെൻസിൽ നിന്നും നോൺ ട്രാൻസ്ഫോർമെൻസിനെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ ജീൻ കയറിയ ബാക്ടീരിയയിൽ നിന്നും ജീൻ കയറാത്ത ബാക്ടീരിയകളെ എലിമിനേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക ജീനിൻ്റെ പേരാണ് സെലക്റ്റബിൾ മാർക്കർ. സാധാരണ രീതിയിൽ പോപ്പുലറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സെലക്റ്റബിൾ മാർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ, ഈക്കോളിയിലൊക്കെ യൂസ് ചെയ്യുന്ന സെലക്റ്റബിൾ മാർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീനുകളായിരിക്കും. ആംഫിസിലിൻ്റെയോ ടെട്രാസൈക്കിളിൻ്റെയോ ക്ലോറാംഫെനിക്കോളിൻ്റെയോ അങ്ങനെയുള്ള ഏതെങ്കിലും ആൻറ്റിബയോട്ടിക്കിൻ്റെ റെസിസ്റ്റൻറ്റ് ജീനുകളായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ തൊട്ടടുത്ത് നമ്മൾ പഠിച്ചു. ഇനി ഒരു ക്ലോണിംഗ് വെക്ടറിന് വേണ്ട അടുത്ത സവിശേഷതയാണ് എന്തെന്ന് പറയുന്നത്? ക്ലോണിംഗ് സൈറ്റ്സ് എന്ന് പറയുന്നത്. ഏതെങ്കിലും പോപ്പുലർ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻ എൻസൈമിന് കട്ട് ചെയ്യാൻ കഴിയുന്ന റെക്കഗ്നീഷൻ സൈറ്റുകളെ നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ക്ലോണിംഗ് സൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ ഞാൻ ഇത്രയും പറഞ്ഞത്? ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? എന്താണ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ? പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ. ശ്രദ്ധിച്ചിരിക്കണം. അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. സെലക്റ്റബിൾ മാർക്കർ എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്ഫോർമെൻസിൽ നിന്ന് നോൺ ട്രാൻസ്ഫോർമെൻസിനെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഒരു ജീനാണ് അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് തിരിച്ചറിയുന്നത്? അതിനുപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഈ പറയുന്ന ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സാറ് പറയുന്ന ഒരു കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കണം. ദേ നോക്കൂ മക്കളെ, ഈ BAM H1 ഈ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് ജീനല്ലേ ഞാൻ ഈ വരച്ചത്, ഇത്രയും ഭാഗം എന്ന് പറയുന്നത് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് ജീനാണ്. ഓക്കെ, ഈ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് ജീനിനകത്ത് 2 ക്ലോണിംഗ് സൈറ്റുകളുണ്ട്. ഒന്ന് BAM H1ഉം മറ്റൊന്ന് SAL1 ആണല്ലോ. ഇതിൽ ഞാൻ BAM H1 എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഒരു BAM H1ൻ്റെ എൻസൈം ഉപയോഗിച്ച് കട്ടുണ്ടാക്കി. എന്നിട്ട് എൻ്റെ ഏലിയൻ പീസ് ഓഫ് DNA ഞാൻ ഈ ഭാഗത്തായിട്ട് വെച്ച് ഒട്ടിച്ചു കൊടുത്തു. ഈ ഒരു ഭാഗത്തായിട്ട് വെച്ച് ഞാൻ എൻ്റെ ഏലിയൻ പീസ് ഓഫ് DNA ഞാൻ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായും എൻ്റെ DNA ഞാനവിടെ വെച്ചത് മൂലം എൻ്റെ ടെട്രാസൈക്ലിൻ ജീൻ എന്ന് പറയുന്ന ഈ മോഡിഫൈഡ് പ്ലാസ്മിഡിനകത്തുള്ള ജീൻ ഇനി വർക്ക് ചെയ്യത്തില്ല. കാരണം ജീൻ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ടിരുന്നാലേ വർക്ക് ചെയ്യുള്ളൂ. ഇപ്പം ഞാൻ എന്താ ചെയ്തത്? ആ ജീനിനെ, ആ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് ജീൻ എന്ന് പറയുന്ന ജീനിനെ പകുതി വെച്ച് മുറിച്ചതിന് ശേഷം അതിൻ്റെ ഇടയിലേക്കാണ് ഞാൻ എൻ്റെ ജീൻ വെച്ച് കൊടുത്തത്. എൻ്റെ ഇൻസുലിൻ ജീനെങ്കിൽ ഇൻസുലിൻ ജീൻ, ഞാൻ ഏതാണോ കട്ട് ചെയ്തെടുത്ത ആ ജീൻ ഞാൻ BAM H1 ഉപയോഗിച്ചാണ് കട്ട് ചെയ്തത്. അതേ BAM H1 ഉപയോഗിച്ച് തന്നെ ഈ ടെട്രാസൈക്ലിൻ ജീനിൽ കട്ട് ചെയ്ത് വെച്ചാൽ അവിടെ ഞാൻ വെച്ച് കൊടുക്കുമ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞേ, ഇനി ഈ പ്ലാസ്മിഡിന് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അതായത് ഈ പ്ലാസ്മിഡ് കയറുന്ന ബാക്ടീരിയയ്ക്ക് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ഇല്ല, പക്ഷേ എന്തുണ്ട്? ആംഫിസിലിൻ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറേ പ്ലാസ്മിഡ് എടുത്ത് ഞാൻ ഈ കാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇത്രയും നോക്കിയാൽ മതി. ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ഇല്ലാത്ത എല്ലാ ബാക്ടീരിയകളും ട്രാൻസ്ഫോർമെൻറ്റുകളാണ്. എന്നാൽ ആംഫിസിലിനെയും ടെട്രാസൈക്ലിനെയും റെസിസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ബാക്ടീരിയകളോ എന്തല്ല? ഈ പറയുന്ന ട്രാൻസ്ഫോർമെൻറ്റുകളല്ല. കാരണം എന്താ? അവയ്ക്കകത്ത് എന്ത് കയറിയിട്ടില്ല? എൻ്റെ ജീൻ കയറിയിട്ടില്ല. എൻ്റെ ജീൻ കയറാത്തത് കൊണ്ടാണ് എന്ത് സംഭവിക്കാത്തത്? ടെട്രാസൈക്ലിൻ ജീൻ ഇപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുന്നത്. അപ്പോൾ ടെട്രാസൈക്ലിനെ പ്രതിരോധിക്കാനുള്ള കഴിവും ആംഫിസിലിനെ പ്രതിരോധിക്കാനുള്ള കഴിവും ഒരു ബാക്ടീരിയയ്ക്ക് ഉണ്ടെങ്കിൽ അത് ട്രാൻസ്ഫോർമെൻ്റ് അല്ല. ഞാൻ എൻ്റെ ജീൻ വെച്ചു കൊടുത്തത് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് ജീൻ്റെ ഇടയിലേക്കാണ്, BAM H1 എന്ന് പറയുന്ന സൈറ്റിലേക്കാണ്. അപ്പോൾ അത് വെച്ചു കൊടുത്തതിൻ്റെ ഫലമായിട്ട് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ സംഭവിച്ചു. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു ജീൻ വെച്ചു കൊടുത്തതിൻ്റെ ഫലമായി വേറൊരു ജീൻ ഇനാക്റ്റീവ് ആയിപ്പോയി. ഇതിനെ പറയുന്ന പേരാണ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ. അപ്പോൾ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ഇല്ലാത്ത ബാക്ടീരിയയെ കണ്ടുപിടിച്ചാൽ പോരായോ? ട്രാൻസ്ഫോർമെൻസിനെ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? അപ്പോൾ നോൺ ട്രാൻസ്ഫോർമെൻസിൽ നിന്ന് ട്രാൻസ്ഫോർമെൻസിനെ തിരിച്ചറിയാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഈ സെലക്റ്റബിൾ മാർക്കർ. അപ്പോൾ എന്താണ് ഈ ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ എന്ന് നോക്കിയ മക്കളെ?
Insertional inactivation, the phenomenon in which a gene become inactivated or non-functional by the addition of another sequence of DNA or gene into it. ഒരു ഡി എൻ എയിലേക്ക് അല്ലെങ്കിൽ ഒരു ജീനിൻ്റെ ഇടയിലേക്ക് മറ്റൊരു ജീൻ ആഡ് ചെയ്യുന്നത് വഴി ആ ജീനിൻ്റെ ആക്ടിവിറ്റി നഷ്ടപ്പെടുന്നു. ഇതിനെ പറയുന്ന പേരാണ് ഇൻസർഷണൽ ഇനാക്ടിവേഷൻ. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇവിടെ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ് ജീൻ അഥവാ TET6 എന്ന് പറയുന്ന ഒരു ജീൻ ഉണ്ടായിരുന്നു. ആ ജീനിൻ്റെ ഇടയിൽ BAM-H1 എന്ന് പറയുന്ന ഒരു സൈറ്റ്, ഒരു ക്ലോണിങ് സൈറ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ റെക്കഗ്നീഷൻ സൈറ്റ് ഉണ്ടായിരുന്നു, BAM-H1ൻ്റെ റെക്കഗ്നീഷൻ സൈറ്റ്. അവിടെ ഞാൻ കട്ട് ചെയ്തിട്ട് ആ സ്ഥലത്തേക്കാണ് ഞാനിപ്പോൾ എന്ത് വെച്ച് കൊടുത്തത്? DNA വെച്ച് കൊടുത്തത്. എൻ്റെ DNA, അതായത് എൻ്റെ എനിക്ക് ഏത് ക്യാരക്ടറാണോ ആ ബാക്ടീരിയയിൽ വരേണ്ടത് ആ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന DNA. ഇപ്പോൾ ഇൻസുലിൻ ജീനെങ്കിൽ ഇൻസുലിൻ ജീൻ വെച്ച് കൊടുത്തത്. ആ ജീൻ വെച്ച് കൊടുത്തത് വഴി എന്തിൻ്റെ കഴിവ് നഷ്ടപ്പെട്ടു? ആ ഒറിജിനൽ അവിടെ ഇരുന്ന ടെട്രാസൈക്ലിൻ ജീൻ അങ്ങ് ഇനാക്റ്റീവ് ആയിപ്പോയി. ഈ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻസർഷണൽ ഇനാക്ടിവേഷൻ. അപ്പോൾ എനിക്കിപ്പോൾ ട്രാൻസ്ഫോർമെൻസിനെ കണ്ടുപിടിക്കാൻ ഈസിയാണ്. ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ഇല്ലാത്ത ബാക്ടീരിയകളെല്ലാം ട്രാൻസ്ഫോർമെൻറ്റുകളാണെന്ന് പറയാൻ പറ്റും അല്ലേ? പ്ലാസ്മിഡ് കയറിയ ബാക്ടീരിയയിൽ എൻ്റെ ജീനുള്ള ബാക്ടീരിയയെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ഇല്ലാത്ത ബാക്ടീരിയകളെ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇൻസർഷണൽ ഇനാക്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒന്നുകൂടെ നമുക്കൊന്ന് പറയാം. The phenomenon in which a gene become inactivated or non-functional by the addition of another sequence of DNA or gene into it. ഒരു ജീൻ വെച്ച് പിടിപ്പിക്കുന്നത് മൂലം മറ്റൊരു DNA-യുടെ അല്ലെങ്കിൽ മറ്റൊരു ജീനിൻ്റെ ആ ആക്ടിവിറ്റി നഷ്ടപ്പെടുന്നതിനെ അല്ലെങ്കിൽ അത് നോൺ ഫങ്ഷണലായി മാറുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻസർഷണൽ ഇനാക്ടിവേഷൻ. ഇനി നമുക്കിതുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നൊന്ന് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. There are many features required to facilitate successful cloning into a vector. Write shortly any two such features required by a vector. ഒരു വെക്ടറിന് ആവശ്യമുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഈ ചോദ്യമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാമല്ലോ എന്തൊക്കെയാണ്. ഒന്ന്, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. എന്താണ്? നമ്മൾ ബ്രീഫായിട്ടൊന്ന് എഴുതുക. എന്താണ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ? ഇറ്റ് ഈസ് ദ സീക്വൻസ് ഓഫ് DNA ഫ്രം വെയർ ദ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട്സ്. രണ്ടാമത്തെ റിക്വയർമെൻറ്റ് നമുക്കറിയാം, സെലക്റ്റബിൾ മാർക്കർ. ഇറ്റ് ഈസ് എ ജീൻ ദാറ്റ് ഹെൽപ്സ് ടു ഡിസ്റ്റിങ്ക്വിഷ് ട്രാൻസ്ഫർമെൻറ്റ്സ് ഫ്രം നോൺ ട്രാൻസ്ഫർമെൻറ്റ്. പറയാമല്ലോ. മൂന്നാമത്തെ റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ മൂന്നാമത്തെ ഫീച്ചർ നമുക്കറിയാം, ദാറ്റ് ഈസ് ക്ലോണിംഗ് സൈറ്റ്. ഇറ്റ് ഈസ് ദ റെക്കഗ്നീഷൻ സൈറ്റ് ഫോർ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം ദാറ്റ് ഹെൽപ്സ് ടു ക്ലോൺ എ പർട്ടിക്കുലർ ജീൻ ഇൻ എ ക്ലോണിംഗ് വെക്ടർ. ഒരു ക്ലോണിംഗ് വെക്ടറിനകത്ത് നമ്മുടെ പ്രത്യേക ഒരു ജീൻ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി റെസ്ട്രിക്ഷൻ എൻസൈമിന് മുറിക്കാൻ വേണ്ട സൈറ്റുകളെ നമ്മൾ പറയുന്ന പേരാണ് റെസ്ട്രിക്ഷൻ സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതും അതേപോലെ തന്നെ ക്ലോണിംഗ് വെക്ടറുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ദ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ആൻഡ് സെലക്റ്റബിൾ മാർക്കേഴ്സ് ആർ ദ ടു ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് റിക്വയർഡ് ഫോർ എ ക്ലോണിംഗ് വെക്ടർ. എക്സ്പ്ലെയിൻ ദെയർ റോൾ ഇൻ ഫെസിലിറ്റേറ്റിംഗ് ക്ലോണിംഗ്. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ്റെയും സെലക്റ്റബിൾ മാർക്കറിൻ്റെയും ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് എഴുതുക എന്നുള്ളതാണ്. നമ്മൾ പഠിച്ച അതേ കാര്യം തന്നെ നമ്മൾ വീണ്ടും എഴുതിയാൽ മതി. ഓക്കെ, ഇനി ഒബ്സർവ് ദ ഫിഗർ ഓഫ് എ ക്ലോണിംഗ് വെക്ടർ, ഐഡൻറ്റിഫൈ ദ ക്ലോണിംഗ് വെക്ടർ. ഏതാണ് ഈ ക്ലോണിംഗ് വെക്ടർ? നമുക്കറിയാം, ഇതൊരു മോഡിഫൈഡ് പ്ലാസ്മിഡാണ്. ദാറ്റ് ഈസ് PBr322 അല്ലേ? ഇതെന്തിൻ്റെ ചിത്രമാണ്? PBr322ൻ്റെ ചിത്രമാണ്. അതുപോലെ റൈറ്റ് ഡൗൺ 3 ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് എബോവ് ക്ലോണിംഗ് വെക്ടർ. മുകളിൽ പറഞ്ഞ ക്ലോണിംഗ് വെക്ടറിൻ്റെ ഏതെങ്കിലും 3 ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഏതാണ്? ORI സൈറ്റ്, 2 സെലക്റ്റബിൾ മാർക്കർ, 3 ക്ലോണിംഗ് സൈറ്റ് അല്ലേ? അപ്പോൾ ക്ലോണിംഗ് വെക്ടറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ നിരവധി വർഷങ്ങളിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നു വെക്ടർ ഫോർ ക്ലോണിംഗ് ജീൻസ് ഇൻ പ്ലാന്റ് ആൻഡ് അനിമൽസ്. നമുക്കറിയാം, ബാക്ടീരിയയിലേക്ക് മാത്രമല്ലല്ലോ നമുക്ക് ജീൻ ക്ലോൺ ചെയ്യേണ്ടത്. അല്ല, ജീനിൻ്റെ മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കേണ്ടത് നമ്മൾ ബാക്ടീരിയയിൽ മാത്രമല്ല നമ്മൾ നമ്മുടെ ഹോസ്റ്റ് ഓർഗാനിസമായിട്ട് തിരഞ്ഞെടുക്കുക. ചിലപ്പോൾ അതൊരു പ്ലാന്റ് സെല്ലായിരിക്കും, ചിലപ്പോൾ അതൊരു അനിമൽ സെല്ലായിരിക്കും. അപ്പോൾ ബാക്ടീരിയയിലാണെങ്കിൽ നമ്മളിപ്പോൾ പഠിച്ചു പ്ലാസ്മിഡിനെയാണ് നമ്മൾ സാധാരണ ക്ലോണിംഗ് വെക്ടറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മോഡിഫൈഡ് പ്ലാസ്മിഡ് ആയിട്ടുള്ള PBr322 ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മുടെ ഹോസ്റ്റ് സെല്ലായിട്ട് ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നത് ഒരു പ്ലാന്റ് സെല്ലോ അനിമൽ സെല്ലോ ആണെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ജീൻ വെച്ച് പിടിപ്പിക്കുക? അപ്പം നിങ്ങൾ ഈ ഞാൻ പറയുന്ന കാര്യം മാത്രം പഠിച്ചാൽ മതി. ഒരു പ്ലാന്റ് സെല്ലാണെങ്കിൽ നിങ്ങൾ ആ പ്ലാന്റ് സെല്ലിനുള്ളിലേക്ക് നമ്മുടെ ഡിസൈഡ് ജീൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഒരു ബാക്ടീരിയയാണ്. ദാറ്റ് ബാക്ടീരിയ ഈസ് കോൾഡ് അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ്. ഈ അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് എന്ന് പറയുന്ന ബാക്ടീരിയയുടെ TI പ്ലാസ്മിഡ് എന്ന് പറയുന്ന പ്ലാസ്മിഡ്, TI പ്ലാസ്മിഡിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചാൽ ട്യൂമർ ഇൻഡ്യൂസിങ് പ്ലാസ്മിഡ്. അപ്പോൾ നമുക്ക് മനസ്സിലായി, പ്ലാന്റുകളിൽ ഒരു പ്രത്യേക തരം ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക ബാക്ടീരിയയാണിത്. ട്യൂമർ ഉണ്ടാക്കുക അല്ലേ? ട്യൂമർ ഇൻഡ്യൂസിങ് പ്ലാസ്മിഡ് എന്ന് പറയുന്ന ഒരു പ്ലാസ്മിഡ് ഈ ബാക്ടീരിയയുടെ ബോഡിയിലുണ്ട്. അതാ നമുക്കൊന്ന് കണ്ടു നോക്കാം, അതിൻ്റെ ചിത്രം ഒന്ന് കണ്ടു നോക്കാം.
ഇതാണ് ബാക്ടീരിയ. ഈ ബാക്ടീരിയയുടെ ഉള്ളിൽ നിന്ന് നമ്മളിത് ഈ TI പ്ലാസ്മിഡിനെ പുറത്തെടുക്കും. അതിനുശേഷം നമുക്ക് വെക്കേണ്ട ജീൻ ഏതാണോ, ഇവിടെ ഞാൻ ഈക്കോളിയുടെ ഒരു ജീനാണ് വെക്കുന്നത്. ഈക്കോളിയിൽ നിന്നെടുത്ത ഒരു ജീൻ, ഇത്രയും പാർട്ട് ജീൻ. ഈ ജീനിനെ ഞാൻ മുറിച്ചെടുത്ത് ഈ പ്ലാസ്മിഡുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യും. കണ്ടോ, ഈ പ്ലാസ്മിഡുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഞാനൊരു റീകോമിനൻ്റ് DNA പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് തിരികെ ഞാൻ ഈ ബാക്ടീരിയയിലേക്ക് തന്നെ ഇത് വെച്ച് കൊടുത്തിട്ട് ഈ ബാക്ടീരിയ കൊണ്ട് ഞാനൊരു പ്ലാന്റ് സെല്ലിനെ ഇൻഫെക്റ്റ് ചെയ്യിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ ബാക്ടീരിയ എങ്ങനെ ഇൻഫെക്റ്റ് ചെയ്യുന്നതെന്ന് അറിയാമോ? ഇതിൻ്റെ പ്ലാസ്മിഡിനെ എടുത്ത് ഈ ബാക്ടീരിയയുടെ DNA അങ്ങ് ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പോൾ ഈ ബാക്ടീരിയ പോയി ഇതിൻ്റെ ഈ ഒരു പ്ലാസ്മിഡിനെ എടുത്ത് ഈ പ്ലാന്റ് സെല്ലുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? ആ പ്ലാസ്മിഡിനകത്ത് ഓൾറെഡി എന്തിരിപ്പുണ്ട്? എൻ്റെ ജീൻ ഇരിപ്പുണ്ട് അല്ലേ? ഞാനിപ്പോൾ വെച്ച് പിടിപ്പിച്ചു കൊടുത്തത് ഈ ഈക്കോളിയുടെ ജീനിനെയാണ് ഞാൻ എൻ്റെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് തിരഞ്ഞെടുത്തത്. ഇവിടെ എഴുതിയിട്ടുണ്ട് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് ഞാനിവിടെ തിരഞ്ഞെടുത്തത് ഈക്കോളിയുടെ ജീനിനെയാണ്. അപ്പോൾ ഞാനൊന്നും ചെയ്യാതെ തന്നെ ഈ അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് എന്ന് പറയുന്ന ബാക്ടീരിയ എന്ത് ചെയ്തു? അതിൻ്റെ പ്ലാസ്മിഡിനെ എടുത്ത് ബാക്ടീരിയയുടെ സെല്ലുമായിട്ട് എന്ത് ചെയ്തു? ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഇപ്പോൾ ആ പ്ലാസ്മിഡിൽ ഞാൻ വെച്ച് കൊടുത്ത എൻ്റെ ഡിസൈഡ് ജീനുണ്ട്. ശരിയല്ലേ? ഡിസൈഡ് ജീനുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ എനിക്ക് വളരെ ഈസി ആയിട്ട് അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് എന്ന് പറയുന്ന ബാക്ടീരിയയുടെ TI പ്ലാസ്മിഡ് ഉപയോഗിച്ച് എന്ത് ചെയ്യാം? എനിക്കൊരു ജീൻ ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ അവിടെ ട്യൂമർ ഇൻഡ്യൂസിങ് പ്ലാസ്മിഡ് അല്ലേ, അപ്പോൾ ആ പ്ലാന്റ് സെല്ലിനകത്ത് ചിലപ്പോൾ എന്ത് വരില്ലേ? ട്യൂമർ വരില്ലേ? ഇല്ല, നമ്മൾ ആ ട്യൂമർ കോസിങ് ജീൻ അതിൽ നിന്ന് റിമൂവ് ചെയ്യും. അതായത് ഇത് രോഗമുണ്ടാക്കുന്ന ഒരു ജീനുണ്ട്, ക്രൗൺ ഗോൾഡ് ഡിസീസ് എന്ന് പറയുന്ന ഒരു ഡിസീസാണ് ഇത് ഉണ്ടാക്കുന്നത്, ക്രൗൺ ഗോൾഡ് ഡിസീസ്. അപ്പോൾ ഈ ഡിസീസ് ഉണ്ടാക്കുന്ന ഒരു ജീൻ ഈ പറയുന്ന പ്ലാസ്മിഡിലുണ്ട്. അതിനെ ഇളക്കി മാറ്റും. അതിന് ശേഷമാണ് നമ്മൾ ജീൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ബാക്ടീരിയ പോയി ഇൻഫെക്റ്റ് ചെയ്തു എന്ന് കരുതി പ്ലാന്റ് സെല്ലിന് ആ രോഗം വരില്ല. ഓക്കെ, പകരം നമ്മുടെ ജീൻ അവിടേക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുകയും ചെയ്യും. ഇനി ഇതൊരു അനിമൽ സെല്ലാണെങ്കിൽ നിങ്ങൾ ഏത് വെക്ടറിനെ യൂസ് ചെയ്യും? ദാറ്റ് ഈസ് റിട്രോ വൈറസ്. അപ്പോൾ അനിമൽ സെല്ലിലേക്കാണ് നിങ്ങൾക്ക് ജീൻ വെക്കേണ്ടതെങ്കിൽ നിങ്ങൾ എന്തിനെയാണ് ഉപയോഗിക്കേണ്ടത്? റിട്രോ വൈറസിനെയാണ് ഉപയോഗിക്കേണ്ടത്. പ്ലാന്റ് സെല്ലാണ് ജീൻ വെക്കേണ്ടതെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ്. ഓക്കെ, അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ്. ഇനി ശ്രദ്ധിക്കുക, അടുത്ത കാര്യം ശ്രദ്ധിക്കുക, നോൺ വെക്റ്റർ മീഡിയേറ്റഡ് മെത്തേഡ് ഓഫ് ജീൻ ട്രാൻസ്ഫർ. നമ്മളിപ്പോൾ പറഞ്ഞു, പ്ലാന്റ് സെല്ലിലേക്കും അനിമൽ സെല്ലിലേക്കുമാണ് നിങ്ങൾക്ക് ജീൻ ട്രാൻസ്ഫർ ചെയ്യേണ്ടതെങ്കിൽ പ്ലാന്റ് സെല്ലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വെക്ടറിനെ യൂസ് ചെയ്യാം. എന്താണ് ആ വെക്ടർ? ദാറ്റ് ഈസ് അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് എന്ന് പറയുന്ന ബാക്ടീരിയ. ആ ബാക്ടീരിയയുടെ ട്യൂമർ ഇൻഡ്യൂസിങ് പ്ലാസ്മിഡ് അഥവാ TI പ്ലാസ്മിഡിനെയാണ് നമ്മൾ ജീൻ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത്. എന്നാൽ ഒരു അനിമൽ സെല്ലാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട വെക്ടർ റിട്രോ വൈറസ് ആണ്. എന്നാൽ ഈ വെക്ടറുകളൊന്നും ഉപയോഗിക്കാതെ തന്നെ നിങ്ങൾക്ക് പ്ലാന്റ് സെല്ലിലേക്കും അനിമൽ സെല്ലിലേക്കും ജീൻ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. എങ്ങനെ? ദാറ്റ് ആർ 2 മെത്തേഡ്സ്, ദാറ്റ് ഈസ് മൈക്രോ ഇഞ്ചക്ഷൻ ആൻഡ് ബയോലിസ്റ്റിക്സ് ഓർ ജീൻ ഗൺ മെത്തേഡ്. ഇതാണ് ആ 2 മെത്തേഡുകൾ. ഒന്ന് മൈക്രോ ഇഞ്ചക്ഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡുണ്ട്. രണ്ടാമത് നമുക്ക് പഠിക്കാനുള്ള മെത്തേഡാണ് ബയോലിസ്റ്റിക്സ് അല്ലെങ്കിൽ ജീൻ ഗൺ മെത്തേഡ്. നിരവധി തവണ ചോദിച്ചിട്ടുണ്ട് ഇവിടുന്ന് ചോദ്യം. ഓക്കെ, നോക്കിയേ, മൈക്രോ ഇഞ്ചക്ഷൻ. Recombinant DNA is directly injected into the nucleus of an animal cell. അപ്പോൾ അനിമൽ സെല്ലാണ് നിങ്ങളുടെ ഹോസ്റ്റ് സെല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലേക്ക് ഡയറക്റ്റായി നിങ്ങളുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ ഇഞ്ചെക്റ്റ് ചെയ്യാൻ പറ്റും. മൈക്രോ പിപ്പറ്റ് എന്ന് പറയുന്ന ഒരു ഉപകരണം ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ആ ഒരു ഉപകരണത്തിൽ എടുത്തിട്ട് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഒരു അനിമൽ സെല്ലിൻ്റെ ന്യൂക്ലിയസിനുള്ളിലേക്ക് അത് ഇഞ്ചെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ ബയോളിസ്റ്റിക്സ് ഓർ ജീൻ ഗൺ മെത്തേഡ് നോക്കിയേ, ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ പ്ലാന്റ്സ്. Cells are bombarded with high velocity microparticles of gold tungsten coated with DNA. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു ഗൺ ഉപയോഗിക്കും സെല്ലിലേക്ക് ബൊംബാർഡ് ചെയ്യാൻ പറ്റുന്ന ഈ ഗോൾഡിൻ്റെയും ടങ്സ്റ്റണിൻ്റെയും ഒക്കെ പാർട്ടിക്കിൾസിനെ ബൊംബാർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗൺ എന്ന് വെച്ചാൽ ഇടിപ്പിക്കാൻ പറ്റുന്ന ഒരു ഗൺ. ആ ഗോൾഡിൻ്റെയും ടങ്സ്റ്റണിൻ്റെയും ഒക്കെ പാർട്ടിക്കിളിൻ്റെ മുകളിൽ നമ്മൾ എന്ത് കോട്ട് ചെയ്തിരിക്കും? DNA കോട്ട് ചെയ്തിരിക്കും. നമുക്ക് വെക്കേണ്ട DNA ഏതാണോ, എൻ്റെ ജീൻ ഏതാണോ അത് ഞാൻ കോട്ട് ചെയ്തിരിക്കും. അപ്പോൾ ഒരു പ്ലാന്റ് സെല്ലിലേക്കാണ് എനിക്ക് ജീൻ വെക്കേണ്ടതെങ്കിൽ എനിക്ക് ഏത് വെക്ടർ നോൺ വെക്ടർ മീഡിയേറ്റഡ് മെത്തേഡ് ഉപയോഗിക്കാം? ജീൻ ഗൺ മെത്തേഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബയോളിസ്റ്റിക് മെത്തേഡ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ എനിക്ക് ജീൻ വെക്കേണ്ടത് ഒരു എന്തിൻ്റെ ഉള്ളിലേക്കാണെങ്കിൽ അനിമൽ സെല്ലിൻ്റെ ഉള്ളിലേക്കാണെങ്കിൽ എനിക്ക് ഉപയോഗിക്കാം എന്താണ്? മൈക്രോ ഇഞ്ചക്ഷൻ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കാം. ദീസ് ആർ ദ നോൺ വെക്ടർ മീഡിയേറ്റഡ് മെത്തേഡ്. അങ്ങനെയാണെങ്കിൽ വെക്ടർ മീഡിയേറ്റഡ് മെത്തേഡുകൾ ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത്? പ്ലാന്റ് സെല്ലാണെങ്കിൽ അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസിൻ്റെ TI പ്ലാസ്മിഡും അതേപോലെ തന്നെ അനിമൽ സെല്ലാണെങ്കിൽ റിട്രോ വൈറസും. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്മൾ നോക്കുന്നു പ്രോസസ്സസ് ഓഫ് റീകോമ്പിനൻ്റ് DNA ടെക്നോളജി. ഇനി ഞാൻ പറയാൻ പോകുന്ന ഭാഗമെന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് 100% 100% ഉറപ്പുള്ള ചോദ്യമായിരിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കുക. ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗത്തു നിന്നാണ് 90% ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട് ഉള്ളത്.
ഓക്കെ, അപ്പോൾ നോക്കിയേ, പ്രോസസ്സസ് ഇൻ റീകോംബിനൻറ്റ് DNA ടെക്നോളജി. റീകോംബിനൻറ്റ് DNA ടെക്നോളജിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോസസ്സുകൾ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രോസസ്സ്, ഈ പ്രോസസ്സ് സീക്വൻസായി എഴുതാൻ പോലും ചോദിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ പ്രോസസ്സ് നമുക്കറിയാം, എന്താ, നമുക്കൊരു പർട്ടിക്കുലർ ജീനാണ് എടുക്കേണ്ടത്. ഇപ്പം മനുഷ്യൻ്റെ ഇൻസുലിൻ ജീൻ, ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. മനുഷ്യൻ്റെ ഇൻസുലിൻ ജീൻ നിങ്ങളെടുത്ത് ഈക്കോളി ബാക്ടീരിയയുടെ പ്ലാസ്മിഡിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇതാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് ഈക്കോളി ബാക്ടീരിയയെ കൊണ്ട് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കണം. ഇതാണ് നിങ്ങളുടെ ടാസ്ക്. ഞാൻ പറയുകയാണ് നിങ്ങളോട്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് മനുഷ്യൻ്റെ DNA പുറത്തെടുക്കണം, അല്ലേ? മനുഷ്യൻ്റെ ഒരു സെല്ലെടുത്ത്, ഇപ്പോൾ എൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു സെല്ലെടുത്തിട്ട് നിങ്ങൾ അതിൻ്റെ DNA പുറത്തെടുക്കണം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഐസൊലേഷൻ ഓഫ് ദ ജനറ്റിക് മെറ്റീരിയൽ. ഇത് അനിമൽ സെല്ലാണെങ്കിൽ നിങ്ങൾക്കറിയാം, അനിമൽ സെല്ലിൻ്റെ ഏറ്റവും പുറമെ പ്ലാസ്മ മെംബ്രെയിനും അതിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയർ മെംബ്രെയിനും ഉണ്ട്. ഇതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. പ്രോട്ടിയേസ് എന്ന് പറയുന്ന എൻസൈം യൂസ് ചെയ്താൽ മതി. എന്നാൽ ഇതൊരു പ്ലാന്റ് സെല്ലാണെങ്കിൽ ബുദ്ധിമുട്ടാണ്. കാരണം എന്താ, പ്ലാന്റ് സെല്ലിൻ്റെ ചുറ്റും സെൽവാളുണ്ട്, സെല്ലുലോസ് കൊണ്ട് നിർമ്മിച്ച സെൽവാളുണ്ട്. അപ്പോൾ അതിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന ഒരു എൻസൈമിനകത്ത് ആദ്യം ഈ സെല്ലിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഏതാണത്? സെല്ലുലേസ്. സെല്ലുലോസിനെ ഡൈജസ്റ്റ് ചെയ്യാൻ സെല്ലുലേസ് വേണം. പിന്നെ ഉള്ളിലുള്ള പ്ലാസ്മ മെംബ്രെയിനെ ഡൈജസ്റ്റ് ചെയ്യാൻ എനിക്ക് എന്ത് വേണം? ദാറ്റ് ഈസ് പ്രോട്ടിയേസ്, അല്ലേ? പ്രോട്ടിയേസ് ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യണം. പിന്നെ ചിലപ്പോൾ DNA-ക്ക് ചുറ്റും ഇമ്പ്യൂരിറ്റി ആയിട്ട് ഈ RNA ഒക്കെ ഉണ്ടാവാം. അപ്പോൾ അതിനെ ഡൈജസ്റ്റ് ചെയ്ത് കളയാൻ RNase എന്ന് പറയുന്ന എൻസൈം നമുക്ക് യൂസ് ചെയ്യാം. ഇനി അതൊരു ഫംഗൽ സെല്ലാണെങ്കിലോ, നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ. ഫംഗൽ സെല്ലാണെങ്കിൽ ഫംഗൽ സെല്ലിൻ്റെ സെൽവാൾ നമുക്കറിയാം സെല്ലുലോസ് കൊണ്ടല്ല നിർമ്മിച്ചിരിക്കുന്നത്, കൈറ്റിൻ കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഏത് എൻസൈം കൊണ്ട് ട്രീറ്റ് ചെയ്യണം? കൈറ്റിനേസ്. അതിൻ്റെ ഉള്ളിൽ പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്, പ്രോട്ടിയേസ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ DNA പുറത്തെടുത്തു. ഇനി ഇപ്പം മനുഷ്യൻ്റെ DNA ആണ് ഞാനിപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ഹ്യൂമൻ ഇൻസുലിൻ ജീനാണ് എനിക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ എന്തായാലും എൻ്റെ DNA മുഴുവൻ നിങ്ങൾ പുറത്തെടുത്തു. ആ DNA-യിൽ നിന്ന് ഇനി നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇൻസുലിൻ ജീനാണ്, അല്ലേ? അപ്പോൾ രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത് കട്ടിങ് ഓഫ് DNA അറ്റ് സ്പെസിഫിക് ലൊക്കേഷൻ. നിങ്ങൾക്ക് വേണ്ട ലൊക്കേഷൻ ഏതാണോ, നിങ്ങളുടെ ഇൻസുലിൻ ജീൻ ഇരിക്കുന്ന ലൊക്കേഷൻ ഏതാണോ ആ ഭാഗം നിങ്ങൾ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന എൻസൈം ഏതാണ്? റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയേസ് ഉപയോഗിച്ച് നിങ്ങൾ കട്ട് ചെയ്തെടുത്തു. കട്ട് ചെയ്തെടുത്തതിന് ശേഷം മൂന്നാമത് നിങ്ങൾ ചെയ്യേണ്ടത് ജീനിനെ ക്ലോൺ ചെയ്യണം, അല്ലേ? ജീനിനെ മൾട്ടിപ്ലൈ ചെയ്യണം, ഒരുപാട് കോപ്പീസ് ഉണ്ടാക്കണം. അതിനു വേണ്ടി ഒരു ടെക്നിക്ക് ഉണ്ട് മക്കളെ, ആംപ്ലിഫിക്കേഷൻ ഓഫ് ദ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് യൂസിങ് PCR. നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ്, ഇപ്പം ഞാൻ എക്സാമ്പിൾ പറഞ്ഞത് ഏതാണ്? ഇൻസുലിൻ ജീൻ. ഞാനതിനെ PCR എന്ന് പറയുന്നൊരു മെത്തേഡ് ഉപയോഗിച്ച് ആംപ്ലിഫൈ ചെയ്യാൻ പോവുകയാണ്, എണ്ണം കൂട്ടാൻ പോവുകയാണ്. PCR എന്ന് പറയുന്നൊരു ടെക്നിക്ക്, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നൊരു ടെക്നിക്ക് ഉപയോഗിച്ച് അതിൻ്റെ എണ്ണം ഞാൻ കൂട്ടാൻ പോവുകയാണ്. നോക്കൂ മക്കളെ, PCR സ്റ്റാൻഡ്സ് ഫോർ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. PCR സ്റ്റാൻഡ്സ് ഫോർ polymerase chain reaction. In this reaction, multiple copies of the gene or DNA of interest is synthesized in vitro ടെസ്റ്റ് ട്യൂബിൽ, അല്ലെങ്കിൽ ഒരു ജീവിയുടെ ഉള്ളിൽ വെച്ചല്ല, ഒരു ജീവിയുടെ സെല്ലിൻ്റെ ഉള്ളിൽ വെച്ചല്ല നമ്മൾ ചെയ്യുന്നത്. പകരം എന്താണ്? ഇൻവിട്രോ ആയിട്ടാണ്, പുറത്ത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. യൂസിങ് 2 sets of primers. നമ്മൾ പ്രൈമർ എന്ന് പറയുന്ന ഒരു DNA ഒരു ചെറിയൊരു സീക്വൻസിൻ്റെ ഹെൽപ്പോട് കൂടി. എന്താണ് ഈ പറയുന്ന പ്രൈമർ എന്ന് നോക്കിയേ? സ്മോൾ കെമിക്കലി സിന്തസൈസ്ഡ് ഒലിഗോ ന്യൂക്ലിയോടൈഡ്സ് ദാറ്റ് ആർ കോംപ്ലിമെൻ്ററി ടു ദ റീജിയൻസ് ഓഫ് DNA. DNA-യുടെ ചില പ്രത്യേക റീജിയൻസിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഒലിഗോ ന്യൂക്ലിയോടൈഡ്സ്, വളരെ ചെറിയ ഫ്രാഗ്മെൻറ്റ് ഓഫ് സിംഗിൾ സ്റ്റാൻഡേർഡ് DNA-കളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൈമേഴ്സ്. ഓക്കെ, ആൻഡ് എൻസൈം DNA പോളിമറൈസ്. അപ്പോൾ PCR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻവിട്രോ ആയി. ഇൻവിട്രോ എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ട്യൂബിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ലബോറട്ടറിക്കുള്ളിൽ ടെസ്റ്റ് ട്യൂബ് എന്നുള്ളതിന് അപ്പുറം ലബോറട്ടറിക്കുള്ളിൽ വെച്ച് നടക്കുന്ന കാര്യമാണ് ഇൻവിട്രോ. എന്നാൽ സെല്ലിൻ്റെ ഉള്ളിൽ വെച്ചാണ് ഈ കാര്യം നടക്കുന്നതെങ്കിൽ നമ്മൾ ഇൻവിവോ എന്ന് പറയും, ഇൻവിവോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട, ഇപ്പോൾ നമ്മൾ ഈക്കോളി ബാക്ടീരിയയുടെ ഉള്ളിൽ വെച്ച് ഒരു ജീനിൻ്റെ എണ്ണം കൂട്ടി, അതൊക്കെ എന്താണ്? ഇൻവിവോ ടെക്നിക്കാണ്. എന്നാൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻവിട്രോ ടെക്നിക്കാണ്. ലാബിൻ്റെ ഉള്ളിൽ നിങ്ങൾ എനിക്കൊരു ജീൻ കൊണ്ടുവന്ന് തന്നു കഴിഞ്ഞാൽ എനിക്ക് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ്റെ ഒന്നിൻ്റെയും ആവശ്യമില്ല. എനിക്ക് ആ ജീനിൻ്റെ ഇഷ്ടപ്പെട്ട എണ്ണം മൾട്ടിപ്പിൾ കോപ്പീസ് എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതാണ് PCR, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. എന്താണ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ, ഇൻ ദിസ് റിയാക്ഷൻ മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ജീൻ ഓർ DNA ഓഫ് ഇൻട്രസ്റ്റ് ഈസ് സിന്തസൈസ്ഡ് ഇൻ വിട്രോ യൂസിങ് 2 sets ഓഫ് പ്രൈമേഴ്സ് that and enzyme DNA polymerase. ഇവിടെ നമ്മൾ DNA polymerase എന്ന് പറയുന്ന ഒരു എൻസൈം യൂസ് ചെയ്യും. എന്താണ് ഈ DNA polymerase എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? these are the enzyme used to multiply the DNA. DNA മൾട്ടിപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ DNA റെപ്ലിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന, DNA-യുടെ ഡ്യൂപ്ലിക്കേഷൻ നടക്കാൻ വേണ്ടി സഹായിക്കുന്ന എൻസൈംസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് DNA പോളിമറൈസ്. ഇനി നോക്കൂ, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന DNA പോളിമറൈസിന് ഒരു പ്രത്യേകതയുണ്ട്. ആ പോളിമറൈസിൻ്റെ പേരാണ്
ടാക് പോളിമറൈസ് നിരവധി തവണത്തെ ചോദ്യമാണ്. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. DNA പോളിമറൈസ്, ഇവിടെ നമ്മൾ PCR യൂസ് ചെയ്യുന്ന DNA പോളിമറൈസിൻ്റെ പേരാണ് ടാക് പോളിമറൈസ് എന്ന് നമ്മൾ പറയും. ടാക് പോളിമറൈസ് ഇറ്റ് ഈസ് ദ തെർമോസ്റ്റേബിൾ DNA പോളിമറൈസ്. തെർമോസ്റ്റേബിൾ DNA പോളിമറൈസ് ഐസൊലേറ്റഡ് ഫ്രം ദ ബാക്ടീരിയം തെർമസ് അക്വാട്ടിക്കസ്. തെർമസ് അക്വാട്ടിക്കസ് എന്ന് പറയുന്ന ഒരു ആർക്കി ബാക്ടീരിയയിൽ നിന്ന് നമ്മൾ എടുക്കുന്ന തെർമോസ്റ്റേബിൾ DNA പോളിമറൈസ് ആണ്. ഓൾ എൻസൈംസ് ആർ പ്രോട്ടീൻസ്, നമുക്കറിയാമല്ലോ. സാധാരണ ഇതിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് സംഭവിക്കാറാണ് പതിവ്? പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള എൻസൈംസ് എല്ലാം ഡീനേച്ചർ ചെയ്ത് പോകണം. എന്നാൽ ഇത് തെർമോസ്റ്റേബിൾ ആണ്. എത്ര ഹയർ ടെമ്പറേച്ചർ കിട്ടിയാലും ഇത് എന്ത് ചെയ്യപ്പെടത്തില്ല? ഡീനേച്ചറഡ് ആയി പോകത്തില്ല ഈ ടാക് പോളിമറൈസ്. എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾക്ക് പിന്നെ മനസ്സിലാവും. ഓക്കെ, അതായത് ഈ PCR മക്കളെ പ്രധാനമായിട്ടും 3 സ്റ്റെപ്പുകളുണ്ട്: ഡീനാച്ചുറേഷൻ, അനീലിംഗ്, എക്സ്റ്റൻഷൻ. ഏതൊക്കെയാണ് ആ 3 സ്റ്റെപ്പുകൾ? PCR നമ്മൾ ചെയ്യുന്ന 3 സ്റ്റെപ്പുകളിലൂടെയാണ്. 1 ഡീനാച്ചുറേഷൻ, 2 അനീലിംഗ്, 3 എക്സ്റ്റൻഷൻ. എന്താണ് മക്കളെ ഡീനാച്ചുറേഷൻ? നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ, നമുക്ക് ആവശ്യമുള്ള ജീനിനെ, നമുക്ക് കോപ്പി എടുക്കേണ്ട ജീനിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഹീറ്റ് ചെയ്യുന്നു, കുറച്ച് ചൂടാക്കുന്നു. ചൂടാക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം എന്തായിരിക്കും അവിടെ സംഭവിക്കുക? DNA നൈട്രജൻ ബേസുകൾക്കിടയിലുള്ള ഹൈഡ്രജൻ ബോണ്ടുകൾ എന്ത് ചെയ്യും? ബ്രേക്ക് ആവും. എന്നിട്ട് 2 സ്ട്രാൻഡുകളും സെപ്പറേറ്റ് ആവും. ദേ നോക്കൂ മക്കളെ, 2 സ്ട്രാൻഡുകളും ഈ അടുത്തടുത്തിരുന്ന 2 സ്ട്രാൻഡുകൾ കണ്ടില്ലേ അകന്നുപോയത്? ഇത് അടുത്തടുത്തിരുന്ന 2 സ്ട്രാൻഡുകളായിരുന്നു, ഇവ അകന്നുപോയി. അകന്നുപോയപ്പോൾ രണ്ടാമത് ചെയ്യുന്നതാണ് അനീലിംഗ്, കൂൾ ചെയ്യും. ഈ DNA തിരിച്ച് കൂൾ ചെയ്യും. കൂൾ ചെയ്യുമ്പോൾ ഇത് വീണ്ടും പോയി ഒട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതിനു മുമ്പ് തന്നെ ഞാൻ ഇതിൻ്റെ ഇടയിലേക്ക് പ്രൈമേഴ്സിനെ വെച്ച് കൊടുക്കും. കണ്ടോ, പ്രൈമർ. ഇനി അടുത്തതാണ് ഈ എക്സ്റ്റൻഷൻ, 3ാമത്തെ സ്റ്റെപ്പ് എക്സ്റ്റൻഷൻ. ഈ എക്സ്റ്റൻഷൻ സ്റ്റെപ്പിലേക്ക് ഞാൻ ഇവിടേക്ക് എന്ത് ആഡ് ചെയ്ത് കൊടുക്കുമെന്നറിയാമോ? ടാക് പോളിമറൈസ് എന്ന് പറയുന്ന നമ്മുടെ മുമ്പത്തെ DNA പോളിമറൈസ് എൻസൈമും അതുപോലെ ന്യൂക്ലിയോറ്റൈഡുകളും ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ പോളിമറൈസ് എൻസൈം വന്ന് ഈ ന്യൂക്ലിയോറ്റൈഡുകളെ ആഡ് ചെയ്ത് എന്തുണ്ടാക്കും? ഈ സ്ട്രാൻഡിന് കോംപ്ലിമെൻ്ററി ആയിട്ട് ഇവിടെയും ഒരു സ്ട്രാൻഡ് ഉണ്ടാക്കും, ഈ സ്ട്രാൻഡിന് കോംപ്ലിമെൻ്ററി ആയിട്ട് ഇവിടെയും ഒരു സ്ട്രാൻഡ് ഉണ്ടാക്കും അല്ലേ? അതായത് ഈ 5'3' സ്ട്രാൻഡിന് കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു 3'5' സ്ട്രാൻഡും ഈ 3'5' സ്റ്റാൻഡിന് കോംപ്ലിമെൻ്ററി ആയിട്ട് ഒരു 5'3' സ്റ്റാൻഡ് ഇവിടെ ഉണ്ടാക്കും. ശരിയല്ലേ? അപ്പോൾ ഒരു DNA ഇപ്പോൾ എത്ര DNA ആയി? 1, 2, 2 സ്റ്റാൻഡ് ഓഫ് DNA ആയി. ശരിയല്ലേ മക്കളെ? ആണ്. അങ്ങനെയാണെങ്കിൽ ആംപ്ലിഫൈഡ് കുറച്ച് സമയം കൊണ്ട് തന്നെ ഏകദേശം 1 ബില്യണോളം കോപ്പീസ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദിസ് ഈസ് കാൾഡ് PCR. അപ്പോൾ PCR വരുന്ന 3 സ്റ്റെപ്പുകൾ എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഡീനാച്ചുറേഷൻ, 1ാമത്തെ സ്റ്റെപ്പിൻ്റെ പേര് ഡീനാച്ചുറേഷൻ, 2ാമത്തെ സ്റ്റെപ്പിൻ്റെ പേര് അനീലിംഗ്. എന്താണ് ഇവിടെ നടക്കുന്നതെന്നുള്ള വലിയ വിവരങ്ങളൊന്നും നമ്മൾ അറിയണ്ട. നമ്മൾ ഈ 3 സ്റ്റെപ്പുകളുടെയും പേരെങ്കിലും മിനിമം പഠിച്ചിരിക്കണം. അനീലിംഗ്, 3 എക്സ്റ്റൻഷൻ. ഇവിടെ ഉപയോഗിക്കുന്ന DNA പോളിമറൈസിൻ്റെ പേരെല്ലാവരും ഒന്ന് പറഞ്ഞേ. DNA പോളിമറൈസിൻ്റെ പേര് ടാക് പോളിമറൈസ്. ഏത് ബാക്ടീരിയയിൽ നിന്നാണ് നമ്മളിത് എടുക്കുന്നത്? തെർമസ് അക്വാട്ടിക്കസ്. എന്താണ് ആ DNA പോളിമറൈസിൻ്റെ പ്രത്യേകത? തെർമോസ്റ്റേബിൾ ആണ്. എന്താ കാര്യം? ഇതിങ്ങനെ ഒരു സൈക്കിൾ പോലെ നടന്നുകൊണ്ടിരിക്കുക. ഒരു DNA ഡീനേച്ചർ ചെയ്യുന്നു, അനീലിംഗ് ചെയ്യുന്നു, എക്സ്റ്റൻഷൻ ചെയ്യുന്നു. വീണ്ടും ഈ പുതിയതായി ഉണ്ടാകുന്ന DNAകളെ വീണ്ടും ഡീനേച്ചർ ചെയ്യും, വീണ്ടും എന്ത് ചെയ്യും? അനീലിംഗ് ചെയ്യും, വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന DNA പോളിമറൈസ് പലപ്പോഴും ചൂടാവും. കാരണം ഡീനാച്ചുറേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് ചൂടാക്കലാണ്. DNA ചൂടാകും. അപ്പോൾ ആ സമയത്ത് ആ എൻസൈം എന്തായി പോകാൻ പാടില്ല? ഡീനേച്ചേർഡ് ആവാൻ പാടില്ല. അങ്ങനെ ഡീനേച്ചേർഡ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എന്ത് യൂസ് ചെയ്യുന്നത്? തെർമോസ്റ്റേബിൾ DNA പോളിമറൈസ് യൂസ് ചെയ്യുന്നത്. അതായത് ടെമ്പറേച്ചർ കൂടിയാലും ഡീനേച്ചർ ആവാത്ത പോളിമറൈസ് എൻസൈം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിയോ, ഇവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. Use of a thermostable DNA polymerase from the bacterium Thermus aquaticus made it possible to generate billion copies of DNA in a very short time using a process. അപ്പോൾ നമ്മൾ ഒരു തെർമോസ്റ്റേബിൾ DNA പോളിമറൈസ് അല്ലെ, തെർമസ് അക്വാട്ടിക്കസിൽ നിന്ന് നടക്കുന്ന ഒരു തെർമോസ്റ്റേബിൾ DNA പോളിമറൈസ് ഉപയോഗിച്ച് നമുക്ക് മില്യൺസ് ഓഫ് കോപ്പി DNA ഉണ്ടാക്കാൻ പറ്റും. നെയിം ദ പ്രോസസ്. ഈ പ്രോസസ്സിൻ്റെ പേരെഴുതുക. അപ്പോൾ നിങ്ങൾ PCR എന്ന് മാത്രം എഴുതിയിട്ട് വരരുത്. PCRൻ്റെ ഫുൾ ഫോം എഴുതണം. എന്താണ്? പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. എഴുതുമല്ലോ. ഇനി നെയിം ദ 3 ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ദിസ് പ്രോസസ്. ഈ പ്രോസസ്സ് ഇൻവോൾവ് ചെയ്യുന്ന 3 ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പുകൾ എഴുതുക. ഏതൊക്കെയാണ് മക്കളെ? 1ാമത്തെ ഡീനാച്ചുറേഷൻ, 2ാമത്തെ പറ്റുമെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് എഴുതാം. ഡീനാച്ചുറേഷൻ ഇൻ ദ സ്റ്റെപ്പ് ദ DNA strands are heated and the 2 complementary strands of the DNA become separated. Second step, annealing. During annealing step the DNA strand is cooled. അല്ലെ, DNA strand എന്ത് ചെയ്യുന്നു? കൂൾ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഹീറ്റ് കുറയ്ക്കുന്നു. കുറച്ചതിന് ശേഷം നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നു? ദ പ്രൈമേഴ്സ് ആർ ആഡഡ്.
ദ തേർഡ് സ്റ്റെപ്പ് ഈസ് എക്സ്റ്റൻഷൻ. മൂന്നാമത്തെ സ്റ്റെപ്പ് എക്സ്റ്റൻഷൻ. അതിനെക്കുറിച്ച് ഒരു ബ്രീഫായിട്ട് നമ്മൾ എഴുതുക. ഇൻ ദ സ്റ്റെപ്പ് ദ ടാക് പോളിമറൈസ് എൻസൈം പ്രൊഡ്യൂസ് എ ന്യൂ കോംപ്ലിമെൻ്ററി സ്ട്രാൻഡ് ടു ഈച്ച് ഓഫ് ദ സ്ട്രാൻഡ് ഓഫ് ദ DNA. അത് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഓരോ സ്ട്രാൻഡുകൾക്കും കോംപ്ലിമെൻ്ററി ആയിട്ട് എന്തുണ്ടാക്കും? പുതിയ സ്ട്രാൻഡുകളെ, ഡോട്ടർ DNA സ്ട്രാൻഡുകളെ ആര് നിർമ്മിക്കും? DNA പോളിമറൈസ് എൻസൈം അഥവാ നമ്മുടെ ടാക് പോളിമറൈസ് എൻസൈം നിർമ്മിക്കും. എന്തുപയോഗിച്ച്? ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ്സ് ഉപയോഗിച്ച്. DNA നിർമ്മിച്ചിരിക്കുന്ന ന്യൂക്ലിയോടൈഡുകളാണ് ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ്സ്. ഇതിങ്ങനെ നമ്മളൊരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഇതൊരു 2 മാർക്കിൻ്റെ ചോദ്യമാണ്, അത്രയൊന്നും വിശദമാക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി അടുത്തത് മാച്ച് ദ കോളം എ വിത്ത് കോളം ബി. കോളം എയും ബിയും കൂടെ മാച്ച് ചെയ്യാനാണ്. ജെൽ ഇലക്ട്രോഫോറസസുമായിട്ട് ഇത് എവിടെ മാച്ച് ചെയ്യാം? നമുക്കിതാ ഈ എത്തിഡിയം ബ്രോമൈഡുമായിട്ട് മാച്ച് ചെയ്യാം. ശരിയല്ല, കാരണം അവിടെ ഉപയോഗിക്കുന്ന സ്റ്റെയിനാണ്. പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എവിടെ മാച്ച് ചെയ്യാം? പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ മോളിക്കുലാർ ഡയഗ്നോസിസ്. നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കും കേട്ടോ. അത് മോളിക്കുലാർ ഡയഗ്നോസിസ്. റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് ഈക്കോ R1. PBr 322 ക്ലോണിംഗ് വെക്റ്റർ. പറയാലോ. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഒബ്സർവ് ദ ഫിഗർ ഗിവൻ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന ഫിഗർ നോക്കുക. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ABCD ഇൻ ദ ഫിഗർ. ABC സ്റ്റാൻഡ്സ് ഫോർ സ്റ്റേജസ്, D സ്റ്റാൻഡ്സ് ഫോർ എൻസൈം. നോക്കാം നമുക്ക്. A ഏത് സ്റ്റേജാണ് മക്കളെ? A ഈസ് ഡീനാച്ചുറേഷൻ. എയും ബിയും സിയും സ്റ്റേജസ് ആണ്. B അനീലിംഗ് ആണ് അല്ലേ? C എന്ന് പറയുന്നത് എക്സ്റ്റൻഷൻ ആണ് അല്ലേ? ഇനി D ഒരു എൻസൈമിൻ്റെ പേരാണ് എഴുതേണ്ടത്. എന്തുവാ? ടാക് പോളിമറൈസ്. അവിടെ ഉപയോഗിക്കുന്ന ആകെ ഒരു എൻസൈം അല്ലേ ഉള്ളൂ, ടാക് പോളിമറൈസ് അല്ലേ? അടുത്തത് PCR സ്റ്റാൻഡ്സ് ഫോർ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. എത്ര ചോദ്യങ്ങളാണ് PCR എന്ന് ചോദിച്ചിരിക്കുന്നത്? ഓരോ വർഷത്തെയും ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന PCR നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും. ഇനി വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് PCR ഇൻ rDNA ടെക്നോളജി? rDNA ടെക്നോളജിയിൽ PCR ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ആംപ്ലിഫൈയിങ് ദ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഓർ എ ഫോറിൻ ജീൻ. ഒരു ഫോറിൻ ജീനിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്, ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് PCR. അതുപോലെ നെയിം ദ 3 സ്റ്റെപ്സ് ഇൻ PCR. PCRലെ 3 സ്റ്റെപ്പുകൾ എഴുതുക. ഡീനാച്ചുറേഷൻ, അനീലിംഗ്, എക്സ്റ്റൻഷൻ. ശരിയല്ലേ? ഇനി നെയിം ദ DNA പോളിമറൈസ് എൻസൈം യൂസ്ഡ് ഇൻ PCR. ടാക് പോളിമറൈസ് എൻസൈം. ദ ബാക്ടീരിയം ഫ്രം വിച്ച് ഇറ്റ് ഈസ് ഐസൊലേറ്റഡ്. ഏത് ബാക്ടീരിയയിൽ നിന്നാണ് അത് എടുക്കുന്നത്? എവിടെ നിന്നാണ് എടുക്കുന്നത്? പറഞ്ഞോളൂ ബാക്ടീരിയയുടെ പേര്. തെർമസ് അക്വാട്ടിക്കസ്. അതെ, തെർമസ് അക്വാട്ടിക്കസ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പുകളിലേക്ക് നമുക്ക് പോകാം. 4ാമത്തെ സ്റ്റെപ്പ് ഇൻസർഷൻ ഓഫ് ദ റീകോംബിനന്റ് DNA ഇൻ ഹോസ്റ്റ് സെൽ ഓർ ഓർഗാനിസം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ പറയുന്ന റീകോംബിനന്റ് DNA നമ്മളൊരു ഹോസ്റ്റ് സെല്ലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ശരിയല്ലേ? ഏതൊക്കെ മെത്തേഡ് ഉപയോഗിക്കാം? ഒരു പ്ലാന്റ് സെല്ലോ അനിമൽ സെല്ലോ ആണെങ്കിൽ നിങ്ങൾക്ക് 2 മെത്തേഡ്സ് ഉപയോഗിക്കാം. ഇനി ബാക്ടീരിയൽ സെല്ലാണെങ്കിൽ നിങ്ങൾ ആ പ്ലാസ്മിഡ് അങ്ങ് വെച്ച് കൊടുത്താൽ മാത്രം മതി. ബാക്ടീരിയ ആണ് നിങ്ങളുടെ ഹോസ്റ്റ് സെല്ലെങ്കിൽ. പ്ലാന്റ് സെല്ലോ അനിമൽ സെല്ലോ ആണെങ്കിൽ 2 രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. എന്താണ്? വെക്ടർ മീഡിയേറ്റഡ് മെത്തേഡിലൂടെയും ചെയ്യാം, നോൺ വെക്ടർ മീഡിയേറ്റഡ് മെത്തേഡിലൂടെയും ചെയ്യാം. വെക്ടർ മീഡിയേറ്റഡ് മെത്തേഡ് ആണെങ്കിൽ നിങ്ങൾ പ്ലാന്റ് സെല്ലാണെങ്കിൽ അഗ്രോ ബാക്ടീരിയൻ ട്യൂമിഫേഷൻസ് എന്ന് പറയുന്ന ബാക്ടീരിയ യൂസ് ചെയ്യണം. അനിമൽ സെല്ലാണെങ്കിൽ റിട്രോ വൈറസിനെ യൂസ് ചെയ്യണം. അതേപോലെ തന്നെ നോൺ വെക്ടർ മീഡിയേറ്റഡ് മെത്തേഡ് ആണെങ്കിൽ അനിമൽ സെല്ലാണെങ്കിൽ മൈക്രോ ഇഞ്ചക്ഷൻ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കാം. പ്ലാന്റ് സെല്ലാണെങ്കിൽ നമുക്ക് ജീൻ ഗൺ മെത്തേഡും യൂസ് ചെയ്യാം. ശരിയല്ലേ? അടുത്തത് ഒബ്റ്റെയിനിങ് എ ഫോറിൻ ജീൻ പ്രോഡക്റ്റ്. ഇവിടെ നിന്ന് നിങ്ങളിപ്പോൾ ഈക്കോളി ബാക്ടീരിയയുടെ ഉള്ളിൽ നിങ്ങൾ എൻ്റെ ഇൻസുലിൻ ജീൻ വെച്ചു. ഇനി എനിക്ക് ആ ഫോറിൻ ജീൻ പ്രോഡക്റ്റ് വേണം, ഇൻസുലിൻ എനിക്ക് വേണം. അതിന് ചെറിയൊരു ടെസ്റ്റ് ട്യൂബിനകത്ത് ഈ പറയുന്ന ഈക്കോളിയെ കൾച്ചർ ചെയ്തിട്ട് കാര്യമുണ്ടോ? പോരാ. കാരണം ഞാൻ ഒരു കമ്പനി ആയിരിക്കും, ഒരു കമ്പനിക്ക് വേണ്ടിയായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ വേണം. അപ്പോൾ ഒരു കോണിക്കൽ ഫ്ലാസ്കിലോ ഒരു ടെസ്റ്റ് ട്യൂബിലോ കൊള്ളുന്ന കാര്യം പോരാ. അപ്പോൾ വളരെ ലാർജ് സ്കെയിലിൽ ഒരു ഫോറിൻ ജീൻ പ്രോഡക്റ്റ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ചില ഉപകരണങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് ബയോ റിയാക്ടേഴ്സ്. എന്ത് പറയും? ബയോ റിയാക്ടേഴ്സ്. നോക്കാം മക്കളെ, എന്താണ് ബയോ റിയാക്ടർ? പരീക്ഷയ്ക്ക് ചോദിക്കും, ഉറപ്പായിട്ടുള്ള ചോദ്യമാണ് ബയോ റിയാക്ടർ. നോക്കൂ. It is a large vessel where the different cells such as human or plant or animal cells can be cultured to obtain new biological product. നമുക്ക് ഏതെങ്കിലുമൊക്കെ ബയോളജിക്കൽ പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടി മനുഷ്യൻ്റെയോ പ്ലാന്റിൻ്റെയോ അനിമൽസിൻ്റെയോ സെല്ലുകൾ ഒരു വലിയ വെസലിനകത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണ് അല്ലെങ്കിൽ കൾച്ചർ ചെയ്യുകയാണ്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ബയോ റിയാക്ടേഴ്സ്. ഇനിയൊരു പ്രത്യേകതയുണ്ട്. ഇറ്റ് പ്രൊവൈഡ് ഒപ്റ്റിമം കണ്ടീഷൻസ് ലൈക്ക് ടെമ്പറേച്ചർ, pH, സബ്സ്ട്രേറ്റ്, ഓക്സിജൻ എക്സെട്ര റിക്വയർഡ് ഫോർ ദ കൾച്ചറിങ് ഓഫ് സെൽസ് പ്രൊഡ്യൂസിങ് ഡിസൈഡ് പ്രോഡക്റ്റ്. അപ്പോൾ ആ സെല്ലിന് ആ ബയോ റിയാക്ടറിനകത്ത് വളരാനുള്ള എല്ലാ സാഹചര്യവും കൊടുക്കും. ലൈക്ക് ടെമ്പറേച്ചർ,
ഒപ്റ്റിമം ടെമ്പറേച്ചർ കൊടുക്കും, pH കൊടുക്കും, സബ്സ്ട്രേറ്റ് കൊടുക്കും, ഓക്സിജൻ കൊടുക്കും. ഇതെല്ലാം എന്ത് ചെയ്യും? കൃത്യമായ അളവിൽ ഈ ഉപകരണത്തിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത്തരത്തിലുള്ള 2 ഉപകരണങ്ങളാണ് നിങ്ങളുടെ പുസ്തകത്തിൽ തന്നിരിക്കുന്നത്. ഇതിൻ്റെ ചിത്രങ്ങൾ മാത്രം നോക്കി വെച്ചിരുന്നാൽ മതി. രണ്ടിൻ്റെയും പേര് സിമ്പിൾ സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടറും സ്പാർജ്ഡ് സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടറും. 2 എക്സാമ്പിൾ, 2 ബയോറിയാക്ടറിന് 2 എക്സാമ്പിളുകളുണ്ട്. ഒന്ന് സിമ്പിൾ സ്റ്റിർ ടാങ്ക്, ഒരു തവണ എൻ്റെ എക്സാമ്പിളുകൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സിമ്പിൾ സ്റ്റിർ ടാങ്ക്, ഇത് സിമ്പിൾ സ്റ്റിർ ടാങ്ക് ബയോറിയാക്ടർ, അതേപോലെ തന്നെ സ്പാർജ്ഡ് സ്റ്റിർ ടാങ്ക് ബയോറിയാക്ടർ. ഓക്കെ, ഇവിടെ കുറേ ഉപകരണങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതെല്ലാം ഈ പറയുന്ന ഇതിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന മൈക്രോബ്സിന് അല്ലെങ്കിൽ സെൽസിന് ആവശ്യമായ അളവിൽ ടെമ്പറേച്ചറും pHഉം അതേപോലെ ന്യൂട്രിയൻസും ഒക്കെ കൊടുക്കാനുള്ള ചില സെറ്റപ്പുകളാണ് ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടാലോ? ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ പിക്ചർ ഗിവൺ ബിലോ, ഐഡൻറ്റിഫൈ ദ ഇൻസ്ട്രുമെൻറ്റ് ഇൻ ദ ഫിഗർ. ഈ ഫിഗറിനകത്തുള്ള ഉപകരണം ഏതാണ്? സിമ്പിൾ സ്റ്റിർ ടാങ്ക് ബയോറിയാക്ടർ. സിമ്പിളായിട്ട് ബയോറിയാക്ടർ എന്ന് പറഞ്ഞാലും മതി. ഇനി റൈറ്റ് എനി വൺ യൂസ് ഓഫ് ദിസ് ഇൻസ്ട്രുമെൻറ്റ്. എന്താണ് ഈ ഇൻസ്ട്രുമെൻ്റ് യൂസ്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഓഫ് ബയോ പ്രോഡക്ട്സ് ഫ്രം എനി മൈക്രോബ് ഓർ സെൽ. ഏതെങ്കിലും ഒരു സെല്ലിൽ നിന്നോ മൈക്രോബിൽ നിന്നോ ലാർജ് സ്കെയിലിൽ നമുക്ക് ബയോ പ്രോഡക്ട്സ് കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ആരെന്ന് പറയുന്നത്? ബയോ റിയാക്ടർ എന്ന് പറയുന്നത്. ഇനി 6ാമത് നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സാണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ മക്കളെ ഇങ്ങോട്ട് നോക്കിയേ. ഇവിടെ ഏതൊക്കെ സ്റ്റെപ്പുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്? ഒരു റീകോമിൻ്റെ DNA ടെക്നോളജി ചെയ്ത് നമുക്കൊരു ജീവിയെ ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ പറയുന്ന സ്റ്റെപ്പുകളാണ് ചെയ്യേണ്ടത്. ആദ്യം നമ്മളൊരു ജനറ്റിക് മെറ്റീരിയൽ ഐസൊലേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ജീനിനെ കട്ട് ചെയ്തെടുക്കുന്നു. അതിനുശേഷം അതിനെ PCR മെഷീൻ ഉപയോഗിച്ച് ആംപ്ലിഫൈ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്? ദാറ്റ് ഈസ് ഇൻസേർഷൻ ഓഫ് ദ റീകോമിനൻ്റ് DNA ഇൻറ്റു ഹോസ്റ്റ് സെൽ ഓർ ഓർഗാനിസം. നമ്മുടെ ജീവിയിലേക്ക് ആ ഒരു സെല്ലിനെ, ആ ഒരു ജീനിനെ നമ്മൾ കടത്തിവിടുന്നു. അതിനുശേഷം നമ്മൾ ആ ഫോറിൻ ജീൻ പ്രോഡക്റ്റ് എടുക്കുന്നു. ഏറ്റവും അവസാനം നമ്മൾ ഡൗൺ സ്ട്രീം പ്രോസസ്സിങ് ചെയ്യുന്നു. എന്താണ് മക്കളെ ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്? ഇപ്പോൾ എനിക്ക് ഇൻസുലിൻ കിട്ടി, ആ ബയോ റിയാക്ടറിൽ നിന്ന് ഇൻസുലിൻ കിട്ടി എന്ന് കരുതി അത് എനിക്ക് അങ്ങ് എടുത്ത് മാർക്കറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം അതിനകത്ത് ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവത്തില്ലേ, ഒരുപാടധികം ബാക്ടീരിയകളും ഒക്കെ അടങ്ങിയ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും എനിക്ക് അവിടെ നിന്ന് കിട്ടുക. ഇനി അതിനെ എന്ത് ചെയ്യണം? പ്യൂരിഫൈ ചെയ്യണം. ഞാൻ പ്യൂരിഫൈ ചെയ്ത് കൃത്യമായ രീതിയിൽ കൃത്യമായ ഡോസേജിൽ ഞാൻ എന്ത് ചെയ്യണം? അതിനെ പാക്ക് ചെയ്യണം. പാക്ക് ചെയ്തിട്ടല്ലേ എനിക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റൂ? അതെ, എനിക്ക് മാർക്കറ്റിൽ അത് വിൽക്കണമെങ്കിൽ കുറേ ഡൗൺ സ്ട്രീം പ്രോസസ്സുകൾ, ക്വാളിറ്റി കൺട്രോൾ പോലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യേണ്ടതായി വരും. ദിസ് ഈസ് കോൾഡ് ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്. ഇത്രയും പറഞ്ഞതോടുകൂടി നമ്മുടെ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഒരു സാറ് ക്രിസ്മസ് എക്സാമിൻ്റെ ടോപ്പിക്കുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വളരെ സോർട്ട് ഔട്ട് ചെയ്തിട്ടുള്ള പോയിന്റ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ മക്കൾക്ക് ആർക്കെങ്കിലും വിശദമായിട്ട് ഈ ഒരു ചാപ്റ്ററിൻ്റെ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ, ലെക്ചേഴ്സ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനകത്ത് നിങ്ങൾക്ക് വളരെ വിശദമായിട്ട് നീറ്റ് പോലുള്ള എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വളരെ വിശദമായിട്ട് ലെക്ചേഴ്സ് കാണണമെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ ഫോളോ ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.